ഓക്കെ, അപ്പോ BA സോഷ്യോളജി 4ാം സെമസ്റ്ററിലെ എലക്ടീവ് പേപ്പർ ആയിട്ടുള്ള പോപ്പുലേഷൻ സ്റ്റഡീസ് ആണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് പിന്നെ 2ാമത്തെ ബ്ലോക്കാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കാര്യങ്ങൾ നോട്ട് ചെയ്യണം. അതിൽ ഡൗട്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓരോ യൂണിറ്റുകൾ കഴിയുമ്പോൾ അതിന്റെ അവസാനത്തിൽ നിങ്ങൾ കൊടുക്കാം. ഓക്കെ, അതേപോലെ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് ഡൗട്ടുകളോ ക്ലാരിഫിക്കേഷൻസ് ഒക്കെ വേണമെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അത് ഏറ്റവും അവസാനത്തിൽ നമ്മൾ ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് തരും. അപ്പം ബ്രേക്കിന്റെ സമയത്ത് നമുക്ക് ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ടിന് വേണ്ടി സമയം തരും. ഓക്കെ, പിന്നെ ഇനി ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളത് ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ, രണ്ടാമത്തെ ബ്ലോക്കാണ് നമുക്ക് ഈ പേപ്പറിൽ നിന്ന് പഠിക്കാനുള്ള. രണ്ടാമത്തെ ബ്ലോക്കിന്റെ പേര് മെത്തേഡ്സ് ഓഫ് പോപ്പുലേഷൻ ഡാറ്റ എന്നതാണ്. ഈ പോപ്പുലേഷൻ സ്റ്റഡീസ്, അതിന്റെ ഒരു സ്കോപ്പ്, അതിന്റെ ഒരു നാച്ചുർ, അതിന്റെ ഒരു പ്രാധാന്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപക്ഷെ ഡിസ്കസ് ചെയ്ത് കാണും. അപ്പോ പിന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഭാഗങ്ങൾ വായിക്കണം. ഇതില് 2ാമത്തെ ബ്ലോക്കിൽ 1ാമത്തെ യൂണിറ്റ് സോഴ്സസ് ഓഫ് പോപ്പുലേഷൻ ഡാറ്റ, അതിലെ 1ാം ഭാഗം, അതാണ് നമ്മുടെ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പോപ്പുലേഷൻ ഡാറ്റ എന്ന് പറഞ്ഞ ജനങ്ങളെ കുറിച്ചിട്ടുള്ള ജനങ്ങളുടെ സ്വാഭാവികമായ അവരുടെ പിന്നെ പേഴ്സണലായും അതുപോലെ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട് അവരുടെ എക്കണോമിക്, റിലീജിയസ്, പൊളിറ്റിക്കൽ, ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാ തരത്തിലുള്ള A to Z അവരുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് ഒരു ഡെമോഗ്രാഫിക് ഡാറ്റ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡാറ്റ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ, അതിന്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ഒരുപാട് സ്രോതസ്സുകൾ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ സ്രോതസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഈ പ്രാവശ്യം പഠിക്കാനുള്ളത്. എന്തിനു വേണ്ടിയാണ് പോപ്പുലേഷൻ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? ഓരോ രാജ്യത്തും ഏതൊക്കെ രീതിയിൽ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, ഏത് ഏജ് ഗ്രൂപ്പ്, ഏത് പ്രായത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലുള്ളത്. അപ്പൊ ആ പ്രായത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ട പ്രത്യേകമായ കാര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റുകൾക്ക് അല്ലെങ്കിൽ അതോറിറ്റികൾക്ക് പ്ലാൻ ചെയ്യാനും അതിനനുസൃതമായി നടപ്പിലാക്കാനൊക്കെ ഈ പോപ്പുലേഷൻ ഡാറ്റ എന്നത് വളരെ വലിയ രീതിയിൽ അവരെ ഉപകാരപ്പെടുന്നു. മാത്രമല്ല രാജ്യത്തിന്റെ സാമ്പത്തികപരമായ, സോഷ്യൽ, അതുപോലെ കൾച്ചറൽ ആയിട്ടൊക്കെ ഉള്ള പോളിസികൾ രൂപപ്പെടുത്തണമെങ്കിൽ ആ രാജ്യത്തെ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ, അല്ലെങ്കിൽ അപ്പൊ നമ്മൾ പറയുന്ന ജനങ്ങളുടെ ഘടന, ആ ഘടനയെ കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഗവൺമെന്റുകൾക്ക് അല്ലെങ്കിൽ അതോറിറ്റികൾക്ക് ഉണ്ടാവണം. അത് നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഡാറ്റ എന്നുള്ളത് വളരെയധികം ഈ നിലക്കൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതിനും പുറമെ നമ്മുടെ ഓരോ ബജറ്റുകൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ, പുതിയ പദ്ധതികൾ വരുന്ന സമയത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ, റിക്വയർമെന്റ്സ് ആൻഡ് നീഡ്സ്, ഒരു സൊസൈറ്റിയുടെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ്, ഏതൊക്കെ രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങൾക്ക്, നമ്മുടെ ജില്ലകൾക്ക്, നമ്മുടെ പ്രദേശങ്ങൾക്ക് അനുയോജ്യമായി വരിക, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ പോപ്പുലേഷൻ ഡാറ്റ കൂടിയെത്തിരും. അപ്പോൾ നമുക്കൊക്കെ വളരെ പരിചിതമാണ്. നമ്മുടെ വീടുകളിലൊക്കെ വന്ന് ഒന്നുകിൽ സർക്കാർ നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകമായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ആളുകൾ, അവര് നമ്മുടെ വീടുകളിലൊക്കെ വന്ന് നമ്മളെ വീട്ടിലുള്ള ഓരോരുത്തരെ പറ്റിയും വളരെ വിശദമായി ചോദിച്ചറിഞ്ഞ് അവരുടെ എഡ്യൂക്കേഷൻ ലെവൽ എങ്ങനെയാണ്, അവരുടെ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് എങ്ങനെയാണ്, അവരെവിടെയാണ് താമസിക്കുന്നത്, എത്ര പേർക്ക് പിന്നെ നമ്മുടെ വീടുകളിലുണ്ട്, അതുപോലെ നമ്മുടെ ഭൂമി, എക്കണോമിക്, നമ്മുടെ സാമ്പത്തികമായ അവസ്ഥകൾ എങ്ങനെയൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതുപോലെ ഒരൊറ്റ എന്യൂമറേഷനായിട്ട് അവരെടുക്കുന്നതും, അങ്ങനെ അതിന്റെ പ്രത്യേകമായിട്ടുള്ള ഓഫീസുകളിൽ കൊണ്ടുപോയി ടാബുലേറ്റ് ചെയ്ത് സർക്കാരിന്റെ ഈ വലിയ ഒരു പോപ്പുലേഷൻ ഡാറ്റ അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ഡാറ്റ എന്ന് നമ്മൾ പറയുന്ന അതിന്റെ ഒരു രൂപഘടന ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആ പ്രക്രിയയെ കുറിച്ച് ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇനി നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഴ്സ് ഓഫ് പോപ്പുലേഷൻ ഡാറ്റ. നമ്മൾ പറഞ്ഞു പോപ്പുലേഷൻ ഡാറ്റ എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്, അതിന്റെ സോഴ്സസുകൾ എന്തൊക്കെയാണ്. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഞാൻ പറയുന്നത് പേജ് നമ്പർ 21 ആണ് കേട്ടോ. നിങ്ങളുടെ പുസ്തകത്തിൽ പേജ് നമ്പർ 21 എടുക്കണം. പോപ്പുലേഷൻ ഡാറ്റ. പോപ്പുലേഷൻ ഡാറ്റ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്നത്. ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഹു ഷെയർ എ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ എ സെറ്റ് ഓഫ് characteristics. A population is mainly determined by geography, such as all people in California or all people in the United States or India. Demographers, people who study human populations, categorize this as the natural population. അപ്പോൾ ഒരു പോപ്പുലേഷൻ ഡാറ്റ എന്ന് പറഞ്ഞാൽ വ്യക്തികളെ കുറിച്ചിട്ടുള്ള അവരുടെ സ്വഭാവ ഗണങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കൂട്ടം വിവരമാണ്. ഓക്കെ,
അപ്പൊ വ്യക്തികളുടെ നമ്മൾ പറഞ്ഞ പോലെ വിദ്യാഭ്യാസപരമായ, സാമ്പത്തികപരമായ, അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരശേഖരണത്തെയാണ് നമ്മൾ ഈ പോപ്പുലേഷൻ ഡാറ്റ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓരോ ജിയോഗ്രഫിയിലേക്ക് ചേർത്തുകൊണ്ടാണ് നമ്മൾ സാധാരണഗതിയിൽ പോപ്പുലേഷനെ പറയാം. അപ്പൊ ആ പ്രദേശത്ത് ഇപ്പൊ കേരളത്തിലെ ആ ജനങ്ങൾ, അല്ലെ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ നിവാസികൾ, അങ്ങനെയാണ് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ, അങ്ങനെ ഓരോ സ്ഥലത്തേക്ക്, ഓരോ ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക് നമ്മൾ ചേർത്തിക്കൊണ്ടാണ് നമ്മൾ ആ പോപ്പുലേഷനെ നമ്മൾ പ്രത്യേകമായി ഡിറ്റർമൈൻ ചെയ്യാറുള്ളത്. ഈ പോപ്പുലേഷൻ ഡാറ്റയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നത് പോലെ തന്നെ ആളുകളുടെ വയസ്സ്, അവരുടെ സെക്സ്, പുരുഷനാണോ സ്ത്രീയാണോ, അതല്ല തേർഡ് ലിംഗമാണോ, തുടങ്ങിയിട്ടൊക്കെ ഉള്ള ട്രാൻസ്ജെൻഡർ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പിന്നെ തുടങ്ങിയിട്ടുള്ള വെറൈറ്റി ഓഫ് സെക്സസ് അതാണോ, അതുപോലെ ആളുകളുടെ ആനുവൽ ഇൻകം, ഒക്കുപേഷൻ, ജോലി, ഭാഷ, അതുപോലെ മറ്റുള്ള സോഷ്യോ എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ പ്രോഗ്രസ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാറ്റസ്, തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പോപ്പുലേഷൻ ഡാറ്റയിൽ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതേപോലെ ഇപ്പോൾ ഈ ഒരു പോപ്പുലേഷൻ ഡാറ്റ കളക്ട് ചെയ്യുന്നതും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ രാജ്യത്തിന്റെ ടോട്ടൽ റിസോഴ്സുകൾ അതിനെ കണ്ടെത്താൻ വേണ്ടി, ആ റിസോഴ്സിന്റെ യൂട്ടിലൈസേഷൻ, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എവിടെ യൂട്ടിലൈസ് ചെയ്യണം, എവിടെയാണ് കൂടുതൽ എംഫസിസ് കൊടുക്കേണ്ടത്, തുടങ്ങിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഈ പോപ്പുലേഷൻ ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നടപ്പിലാക്കുന്നത്. ഇനി പോപ്പുലേഷൻ ഡാറ്റ പ്രധാനമായിട്ടും അത് നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ രാജ്യത്തെ നിവാസികളുടെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങൾ നമുക്ക് നൽകുന്നു. ഒന്ന്, ടോട്ടൽ പോപ്പുലേഷൻ. നമ്മുടെ രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ജില്ലയിൽ, നമ്മുടെ ഗ്രാമത്തിൽ ആകെ എത്ര ആളുകളുണ്ട്, എത്ര ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ റിസോഴ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഭവങ്ങൾ, നമ്മുടെ വിഭവ സ്രോതസ്സുകൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഏത് പ്രദേശത്താണ്, അല്ലെങ്കിൽ ഏത് മേഖലയിലാണ്, ഏത് സമയങ്ങളിലാണ് ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടത് എന്നെല്ലാം കണ്ടെത്താൻ സാധിക്കുന്നു. മറ്റൊന്ന്, പോവർട്ടി ആൻഡ് ഡിപ്രൈവ്ഡ് ഏരിയാസ്. ദാരിദ്ര്യം, ആളുകളുടെ സാമ്പത്തിക നില നോക്കുന്ന സമയത്ത് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും, ദാരിദ്ര്യം എവിടെയാണ്. അതേപോലെ തന്നെ ഡിപ്രൈവ്ഡ് ഏരിയ എന്ന് പറഞ്ഞാൽ വികസനം എത്താത്ത, അല്ലെങ്കിൽ അവികസിതമായ, അല്ലെങ്കിൽ വളരെ സ്ലോ ആയി വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്. മറ്റൊന്ന്, റീസൺസ് ഫോർ അണ്ടർ ഡെവലപ്മെന്റ്. ഈ വികസനത്തിൽ മുരടിപ്പ് അല്ലെങ്കിൽ പിന്നാക്കം നിൽക്കാനുള്ള കാരണം എന്താണ്, അത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു അനാലിസിയുടെ, ഡെമോഗ്രാഫിക് ഡാറ്റയുടെ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡാറ്റയുടെ അനാലിസിസ് നമുക്ക് മനസ്സിലാക്കുന്നു. മറ്റൊന്ന്, ദ റേഷ്യോ ബിറ്റ്വീൻ നമ്പർ ഓഫ് പീപ്പിൾ ആൻഡ് അവൈലബിൾ റിസോഴ്സ്. ഓരോ പ്രദേശങ്ങളിലെ ആളുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ പ്രദേശത്തുമായി ബന്ധപ്പെട്ട് എത്ര മാത്രം റിസോഴ്സ് ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഉണ്ട്, അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നമ്പർ എങ്ങനെയാണ്. ഇപ്പൊ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, വളരെ ഡെമോഗ്രാഫിക് ആയിട്ട് വലിയ ഹൈലി പോപ്പുലേറ്റഡ് ആയി നിൽക്കുന്ന പല സ്ഥലങ്ങളിലും ഗവൺമെന്റിന്റെ ഫണ്ട് അലോക്കേഷൻ അല്ലെങ്കിൽ റിസോഴ്സുകൾ എന്ന് പറയുന്നത് വളരെ വിരളമായിരിക്കും. എന്നാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടും വരും. ഇപ്പൊ ഈ കേരളത്തിൽ 14 ജില്ലകളുണ്ട്, നമുക്ക് അറിയാം. ഈ 14 ജില്ലകളിലും പോപ്പുലേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഒരേപോലെയല്ല. പക്ഷേ ഗവൺമെന്റിന്റെ ഫണ്ട് അലോക്കേഷൻ വരുമ്പോൾ ഓരോ ജില്ലകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് വലിയ വ്യത്യാസം, ഈ റേഷ്യോയിൽ നമുക്ക് വലിയൊരു വ്യത്യാസം കാണാൻ സാധിക്കും. ഇസ്ന്റ് ഇറ്റ്? കേരളത്തിൽ വളരെ ലെസ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ജില്ലകളാണ് വയനാടും അതുപോലെ ഇടുക്കിയും ഒക്കെ. വളരെ ചെറിയ ലോക്കലി ആയി വളരെ ചെറിയ ഡിസ്ട്രിക്റ്റുകളാണ്. ഇപ്പൊ പത്തനംതിട്ടയും അതുപോലെ ആലപ്പുഴയൊക്കെ, അല്ലെ? അപ്പൊ അവിടങ്ങളിലേക്കുള്ള ആളുകളുടെ നമ്പർ, അതുപോലെ അവിടെ ആവശ്യമായുള്ള റിസോഴ്സ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എങ്കിൽ ഓക്കെ. അതല്ല, ഓരോ ജില്ലകൾക്കും കൃത്യമായിട്ട് ഈക്വലി ആയി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രാശിയിലുള്ള വലിയൊരു വ്യത്യാസം നമുക്കിവിടെ കാണാൻ പറ്റും. മറ്റൊന്ന്, ഡിവിഷൻ ബേസ്ഡ് ഓൺ സെക്സ്, റിലീജിയൻ, കാസ്റ്റ്, പ്ലേസ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഏകദേശം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ, പോപ്പുലേഷൻ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഓരോ വ്യക്തികളോടും അവരുടെ സെക്സ് ഏതാണ്, റിലീജിയൻ ഏതാണ്, കാസ്റ്റ് ഏതാണ്, ക്ലാസ്, പ്ലേസ് തുടങ്ങിയിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. അപ്പൊ ഇത്രയും വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് ഓരോ പോപ്പുലേഷൻ ഡാറ്റയും നമുക്ക് നൽകുന്നു എന്നതാണ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് പോപ്പുലേഷൻ ഡാറ്റ. ഈ പോപ്പുലേഷൻ ഡാറ്റ നമുക്ക് ഇപ്പോൾ കളക്ട് ചെയ്യപ്പെടുന്ന പോപ്പുലേഷൻ ഡാറ്റയെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് രീതിയിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേർതിരിക്കാൻ പറ്റും. ഒന്ന്, പ്രൈമറി സോഴ്സസ്. പ്രൈമറി റിസോഴ്സസ് എന്ന് പറയുമ്പോൾ വളരെ ആധികാരികമായിട്ടുള്ള, അതുപോലെ പ്രാഥമികമായിട്ടുള്ള സ്രോതസ്സുകൾ എന്നാണ് നമ്മൾ ഇതിനെ പറയാം. അപ്പോൾ ഒരു റിസർച്ച്, ഒരു ഗവേഷകൻ, അയാള് ഒരു സ്ഥലത്തോ ഏതെങ്കിലും ഒരു ഗ്രാമത്തെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കാം. ആ ഗ്രാമത്തിൽ പോയി അവിടുത്തെ ആളുകളോട് ചോദിച്ച് അദ്ദേഹം അവരിൽ നിന്ന് ലഭിക്കുന്ന ആൻസറുകൾ അല്ലെങ്കിൽ റെസ്പോൺസുകൾ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം രേഖപ്പെടുത്തുന്നതാണ് ഒരു പ്രൈമറി സോഴ്സ് ആണ്. ഓക്കെ. അതേപോലെ ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക്സ് ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പഠിക്കുന്ന ആള്, അയാൾ ഇതുപോലെ ഒഫീഷ്യലി ആയി അദ്ദേഹം ഡാറ്റ കളക്ട് ചെയ്യുന്നുവെങ്കിൽ അതും നമ്മൾ പറയുന്ന പോലെ പ്രൈമറി സോഴ്സ് ആണ്. മറ്റൊന്ന്, ഏതെങ്കിലും ഗവൺമെന്റ് ബോഡി ഇതുപോലെ ഡാറ്റ കളക്ട് ചെയ്യുന്നുവെങ്കിൽ അതും നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൈമറി സോഴ്സ് ആണ്. ഓക്കെ. ഇനി മറ്റൊന്ന്, സെക്കൻഡറി സോഴ്സ് എന്ന് പറയുമ്പോൾ
സാധാരണഗതിയിൽ നമ്മളിപ്പോൾ പുസ്തകങ്ങൾ കാണാറുണ്ട് അല്ലെ. നമുക്കിപ്പോൾ ഒരു ജില്ലയെ കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ കുറിച്ച് പഠിക്കണം, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടുള്ള സോഴ്സുകളിൽ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ, വെബ്സൈറ്റ് റിപ്പോർട്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഇന്റർനെറ്റിലും അതുപോലെ അല്ലാതെ നമ്മൾ തിരയും, അല്ലെങ്കിൽ അത് ലൈബ്രറിയിലൊക്കെ പോയി നമ്മൾ വായിക്കും, അല്ലെങ്കിൽ പുസ്തകങ്ങൾ എടുക്കും. ഇങ്ങനെ നിലവിൽ പുസ്തകങ്ങളായും അതുപോലെ രേഖകളിലൊക്കെ ആയിട്ടുള്ള ഉദാഹരണം ജേണലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാഗസിൻസ്, അതുപോലെ അക്കാഡമിക് തലത്തിൽ പബ്ലിഷ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ പബ്ലിഷ് ചെയ്യുന്ന ജേണലുകൾ, ന്യൂസ് പേപ്പറുകൾ, മാഗസിൻസ്, ആനുവൽ റിസർച്ച് റിപ്പോർട്ട്, ചിലപ്പോൾ ചില ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഓരോ വാർഷികമായ റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യും. അപ്പൊ ഇത്തരം റിപ്പോർട്ടുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഡാറ്റയെ നമ്മൾ ആ സോഴ്സിനെ നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്നാണ് വിളിക്കുക. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു റിസർച്ചർ അയാൾ നേരിട്ട് പോയി പിന്നെ ഏത് വില്ലേജ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്, ഏത് പ്രദേശത്തെ ആളുകളെ കുറിച്ചാണോ അദ്ദേഹം പഠിക്കുന്നത് അവരോട് അദ്ദേഹം നേരിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് നമ്മൾ പ്രൈമറി സോഴ്സ് എന്ന് വിളിക്കും. മറ്റൊന്ന്, ഡാറ്റ കളക്ടഡ് ഡയറക്ട്ലി ത്രൂ സോഴ്സസ് ലൈക്ക് സെൻസസ്, സാമ്പിൾ സർവേസ്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോവുകയാണ് സെൻസസ് എന്താണ്, സാമ്പിൾ സർവേ എന്താണെന്നൊക്കെ. അപ്പോൾ സെൻസസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ 10 വർഷം കൂടുമ്പോഴും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ വീടുകളിലൊക്കെ ഓരോ ഉദ്യോഗസ്ഥർ വന്ന് നമ്മുടെ വീട് സംബന്ധിയായ വീട്ടിലുള്ള എല്ലാ വ്യക്തികൾ അവരുടെ എല്ലാവിധ A to Z കാര്യങ്ങൾ അവർ ചോദിച്ചത് രേഖപ്പെടുത്തി അവർ പോകും. ഇതിങ്ങനെയാണ് സെൻസസ് എടുക്കാറുള്ളത്. ഓരോ 10 വർഷം കൂടുമ്പോഴാണ് അത് ചെയ്യുക. അതിന്റെ ഒരു ഇന്റർവെൽ എന്ന് പറയുന്നത് 10 വർഷമാണ്. ഇന്ത്യയിൽ ഇതുവരെക്കും നമ്മൾ നടത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സെൻസസിലൂടെയും സാമ്പിൾ സർവേയിലൂടെയും നമ്മൾ കളക്ട് ചെയ്യുന്ന പ്രൈമറി ഡാറ്റയാണ്. ഇനി ഡാറ്റ നോട്ട് ഡയറക്ട്ലി കളക്ടഡ് ബൈ എ ഗവൺമെന്റ് ഓർ റിസർച്ച് ഓർഗനൈസേഷൻ. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി അല്ലാതെ ഇപ്പോൾ മറ്റ് ഇൻഡയറക്റ്റ് വേറെ ഏതെങ്കിലും ഓർഗനൈസേഷനെ വെച്ച്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളെ വെച്ചുകൊണ്ട് ഗവൺമെന്റ് പലപ്പോഴും, ഒരു ഉദാഹരണം നമ്മൾ പറയാം, ഇപ്പൊ നമ്മുടെ നാട്ടിലെ സിൽവർ ലൈൻ അല്ലെ, ഒരു ഗവൺമെന്റ് ഒരു പുതിയ റെയിൽവേ ട്രാക്ക് കൊണ്ടുവരാനുള്ള, അതിവേഗ ട്രെയിൻ ട്രാക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണ്. അപ്പൊ ഗവൺമെന്റ് നേരിട്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗവൺമെന്റ് എന്ത് ചെയ്യും, ഏതെങ്കിലുമൊക്കെ ഏജൻസികളെ വെച്ചുകൊണ്ട് ഈ ട്രാക്ക് പോകുന്ന ഏരിയകൾ ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെയാണ്, അപ്പൊ അവിടെ ഏത് തരത്തിൽ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, എത്രമാത്രം അവരുടെ റീഹാബിലിറ്റേഷൻ, അതുപോലെ അവരുടെ കോമ്പൻസേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഏജൻസികൾ വെക്കും. ഈ ഏജൻസികൾ നേരിട്ട് പോയി ഗവൺമെന്റിന് ഡാറ്റ കൊടുക്കും. ഇങ്ങനെ വരുന്നതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോ നമ്മൾ നേരപ്പോ പോപ്പുലേഷൻ ഡാറ്റ, അതിൽ പ്രധാനമായും നമുക്ക് ലഭിക്കുന്ന അതിന്റെ കോമ്പണൻസിനെ നമ്മൾ പറഞ്ഞു. പിന്നെ പ്രൈമറി സോഴ്സ് ആൻഡ് സെക്കൻഡറി സോഴ്സുകൾ നമ്മൾ പറഞ്ഞു. ഇനി മറ്റൊന്ന്, ഈ പോപ്പുലേഷൻ ഡാറ്റയുടെ പ്രധാനപ്പെട്ട സോഴ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് സെൻസസ് ആണ്, സാമ്പിൾ സർവേസ് ആണ്, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, മറ്റൊന്ന് ഡുവൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം, മറ്റൊന്ന് പോപ്പുലേഷൻ രജിസ്റ്റേഴ്സ്, ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ്, ഗവൺമെന്റ് പബ്ലിക്കേഷൻസ് ആൻഡ് ആർക്കൈവ്സ്. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഈ യൂണിറ്റിലും അതുപോലെ അടുത്ത യൂണിറ്റിലുമായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ അതിന് ആദ്യത്തെ സെൻസസ് എന്നുള്ളതിനെ നമുക്ക് നോക്കാം. എന്താണ് സെൻസസ് എന്നുള്ളത്? സെൻസസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് പ്രകാരം സെൻസസ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ സെൻസസ്, ഞാൻ വായിക്കുന്നത് പേജ് നമ്പർ 22 ആണ് കേട്ടോ. പുസ്തകമുള്ള ആളുകൾ പുസ്തകം നോക്കണം, അതല്ലാത്ത ആളുകൾ നോട്ട്ബുക്കോ പേനയൊക്കെ എടുത്തിട്ട് ഈ പറയുന്ന നോട്ടുകളൊക്കെ എഴുതി വെക്കണം. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നതോ പ്രത്യേകിച്ച് കാര്യമൊന്നും കിട്ടൂല. പോപ്പുലേഷൻ സെൻസസ് എന്ന് പറഞ്ഞാൽ ഈസ് ദ ടോട്ടൽ പ്രോസസ് ഓഫ് കളക്ടിങ്, കമ്പൈലിംഗ്, അനലൈസിംഗ് ഓർ അതർവൈസ് ഡിസമിനേറ്റിംഗ് ഡെമോഗ്രാഫിക്, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡാറ്റ പെർട്ടൈനിങ് അറ്റ് എ സ്പെസിഫിക് ടൈം to all persons in a country or a well-defined part of a country. ഒന്നുകിൽ നമ്മുടെ രാജ്യത്തെ മുഴുവൻ ആളുകൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു പ്രദേശത്തുള്ള ആളുകൾ ഒരു പ്രത്യേക സമയത്ത് അവരുടെ സാമ്പത്തികപരമായ, സാമൂഹികപരമായ, അതുപോലെ അവരുടെ ജനസംഖ്യാപരമായിട്ടുള്ള വിവരങ്ങളെ ശേഖരിക്കുക, അതിനെ കളക്ട് ചെയ്യുന്നു, അതിനെ ഒരുമിച്ച് കൂട്ടുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു. അങ്ങനെ ഈ രീതിയിൽ നമ്മൾ അതിനെ പബ്ലിഷ് ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ പോപ്പുലേഷൻ സെൻസസ് എന്നുള്ള ടേം നമ്മൾ പറയുന്നത്. അപ്പൊ സെൻസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്ത ഡാറ്റ ആ ഒരു വില്ലേജ് അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ വാർഡുകൾ അടിസ്ഥാനത്തിൽ, പിന്നെ വില്ലേജ് അടിസ്ഥാനത്തിൽ, പിന്നെ ജില്ലാ മണ്ഡല അടിസ്ഥാനത്തിലോ, പിന്നെ അത് കഴിഞ്ഞ് ജില്ലാ അടിസ്ഥാനത്തിൽ, സംസ്ഥാന തലത്തിലൊക്കെ അതിനെ കമ്പൈൽ ചെയ്യും. ഓക്കെ, അതിനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യുന്നു. ഏതൊക്കെ പ്രദേശത്ത് ഏതൊക്കെ രീതിയിൽ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോ ഈ വില്ലേജിൽ തന്നെ ഈ വാർഡിലെ ഇന്ന പ്രദേശത്ത് മുഴുവൻ റിച്ച് ആണ് ആളുകൾ, മറ്റുള്ള ഭാഗത്ത് വളരെ പുവർ ആയിട്ടുള്ള ആളുകളാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ സാമ്പത്തിക രംഗം വളരെ മോശമാണ്, അവരുടെ എഡ്യൂക്കേഷൻ രംഗം വളരെ മോശമാണ്. ഇങ്ങനെ നമ്മൾ ആ ഡാറ്റ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അനലൈസ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ പ്രക്രിയയാണ് നമ്മൾ പോപ്പുലേഷൻ സെൻസസ് എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു ഡെഫിനിഷൻ, യുണൈറ്റഡ് നേഷൻസിന്റെ ഡെഫിനിഷൻ പ്രകാരം പോപ്പുലേഷൻ സെൻസസ് എന്ന് പറഞ്ഞാൽ the total process of collecting, compiling and publishing demographic, economic and social data pertaining at a specified time
or times to all persons of a defined territory. ഇതിൽ പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ചരിത്രകാലം അല്ലെങ്കിൽ ചരിത്രാതീത കാലം മുതൽക്കുള്ള സെൻസസ് എല്ലാം എടുക്കുന്നത് ഒരു പ്രത്യേകമായ സമയത്താണ്. അപ്പൊ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2000 മുതൽക്ക് 2010, 2011 മുതൽക്ക് 2020 വരെ, പിന്നെ 2021 മുതൽക്ക് 2030 വരെ. അപ്പൊ ഈ ഒരു ഡ്യൂറേഷനിൽ ഏതെങ്കിലും ഒരു സമയത്തുള്ള ഏതെങ്കിലും ഒരു വർഷത്തിൽ ഏതെങ്കിലും ഒരു സമയത്തുള്ള ഒരു കണക്കെടുപ്പായിരിക്കും നടക്കുന്നത്. അതേപോലെ തന്നെ ഒരു പ്രത്യേകമായ ടെറിട്ടറി. അപ്പൊ നമ്മുടെ രാജ്യത്ത് എടുക്കുന്ന സമയം നമ്മുടെ രാജ്യം എന്നുള്ളതാണ്, നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു പ്രദേശത്തുള്ള ആളുകളുടെ നമ്മൾ ഈ പറഞ്ഞ സാമൂഹിക, സാംസ്കാരിക, എക്കണോമിക്, പൊളിറ്റിക്കലൊക്കെ ആയിട്ടുള്ള അവരുടെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള എല്ലാ ഡാറ്റയും കളക്ട് ചെയ്യുന്നു, അതിനെ കമ്പയർ ചെയ്യുന്നു, അതിനെ പബ്ലിഷ് ചെയ്യുന്നു. ഇതിനെയാണ് പോപ്പുലേഷൻ സെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊരു വളരെ കൃത്യമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. അതിന് അത്രയും എന്ത് ചെയ്യണം, ഡാറ്റ റിക്വയർമെന്റ് അത് ആവശ്യമാണ്. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യാൻ ആളുകൾ വേണം. ആ ഡാറ്റ കളക്ട് ചെയ്താൽ മാത്രം പോരാ, അതിനെ കമ്പയർ ചെയ്യാൻ ആളുകൾ വേണം, അതിനെ അനലൈസ് ചെയ്യാൻ എന്ത് ചെയ്യണം, സയന്റിസ്റ്റുകൾ വേണം, ഇസ്ന്റ് ഇറ്റ്? എന്നിട്ട് പിന്നെ അതിനെ റിപ്പോർട്ട് ആക്കാനൊക്കെ പ്രത്യേകമായിട്ട് ടെക്നിക്കൽ അസിസ്റ്റൻസും അതുപോലെ ടെക്നിക്കൽ എക്സ്പെർട്ടുകളൊക്കെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സെൻസസ് എന്ന് പറഞ്ഞാൽ അത് വലിയ സിംഗിൾ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഡാറ്റ ഫോർ പോപ്പുലേഷൻ സ്റ്റഡീസ്. വേൾഡ് വൈഡ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ലോകത്ത് തന്നെ സെൻസസ് എന്നുള്ളതാണ് ഈ പോപ്പുലേഷൻ ഡാറ്റയിൽ എന്ത് ചെയ്യുക അതിന്റെ ഏറ്റവും വലിയ സോഴ്സസും മാത്രമല്ല അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വസ്തു കൂടിയാണ്. ഇനി സെൻസസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണഗതിയിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആളുകളെയും ഇതുപോലെ അവർ ഓരോരുത്തരുടെയും വീടുകളിൽ ചെന്ന് അവരുടെ കണക്കെടുപ്പ് നടത്തുന്ന വലിയ അത് എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല ഒരുപാട് ഹ്യൂമൻ റിസോഴ്സ് അതിന് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റുകൾ മാത്രമാണ്, മിക്കവാറും ഗവൺമെന്റുകളാണ് സാധാരണഗതിയിൽ സെൻസസുകൾ നടത്താറുള്ളത്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ. അപ്പൊ നമ്മുടെ ജനസംഖ്യ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എല്ലാ ആട്രിബ്യൂട്ട്സും അവരുടെ സ്വഭാവ ഗുണഗണങ്ങളെ കുറിച്ച് എല്ലാം എന്ത് ചെയ്യുന്നു, അത് കണക്കെടുപ്പ് നടത്തുന്നു. മാത്രമല്ല ഓരോ വ്യക്തികളുടെയും അവരുടെ എല്ലാവിധ ഇൻഫോർമേഷൻസ്, പേഴ്സണലി ആയിട്ടുള്ള അവരുടെ സെക്സ്, ഏത് ലിംഗമാണ്, അവരുടെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ്, അവരുടെ ജോലി, എംപ്ലോയ്മെന്റ്, അവരുടെ റൈസ് എന്ന് പറഞ്ഞാൽ അവരുടെ വംശം, അവർ ഏത് വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ്. നമ്മൾ വംശം എന്ന് പറയാലോ അല്ലെ. എന്താ പറയാ, അപ്പൊ നമ്മളെ ഒരു ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു ആളുകളെ നമ്മളൊന്നിങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കുക. ഒരു ഡൽഹിയൊക്കെ എത്തി, ഡൽഹി കഴിഞ്ഞ് ഒരു പക്ഷേ രാജസ്ഥാനോ ഹിമാചൽ പ്രദേശ്, അതുപോലെ ഹരിയാന, പഞ്ചാബ്, കശ്മീർ, ഇവിടൊക്കെ എത്തുമ്പോൾ ആളുകൾ അവര് നമ്മളെക്കാളും ഒരു സൗത്ത് ഇന്ത്യയിലുള്ള ആളുകളെക്കാളും ഭയങ്കര ആകാര വടിവുള്ള ആളുകളാണ്, നീളമുള്ള ആളുകളാണ് അല്ലെ. പല രീതിയിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ആളുകൾ കുറച്ചുകൂടെ ഉയരം കുറഞ്ഞു, കുറച്ചുകൂടെ ഇരുണ്ട നിറമായി മാറി അല്ലെ. ഒരു ഇന്ത്യയുടെ മധ്യഭാഗമാകുന്ന സമയത്ത് വീണ്ടും അതിൽ മാറ്റം. നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും അത് എന്ത് ചെയ്യുന്നു, ഒരു ചൈന, മ്യാൻമർ, അതുപോലെ നേപ്പാൾ, ഈ ഒരു രീതിയിലേക്കുള്ള ആളുകളുമായിട്ട് കുറച്ചുകൂടെ ഒക്കെ താതാത്മ്യം. അപ്പൊ റൈസ്, ഇതാണ് വംശം എന്ന് പറയുന്നത്, ഈ വംശീയപരമായിട്ടുള്ള. മറ്റൊന്ന് ക്ലാസ്, അത് പൂർ ക്ലാസ് ആണോ, റിച്ച് ക്ലാസ് ആണോ, നമ്മൾ പറയുന്ന പോലെ ബൂർഷ്വാസി, പ്രോലിറ്റേറിയറ്റ്, വർക്കിംഗ് ക്ലാസ് ആണോ, തുടങ്ങിയിട്ടൊക്കെ ഉള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ എല്ലാം, ആ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നു. ഇത് ഓരോ വ്യക്തിയോടും ഇതുപോലെ തന്നെ നമ്മൾ പേഴ്സണൽ ഇന്റർവ്യൂസ് നടത്തുന്നു, അല്ലെങ്കിൽ സർവേകൾ, അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതികൾ നമ്മൾ സ്വീകരിക്കുന്നു. മറ്റൊന്ന് ഇതേപോലെ തന്നെ ജിയോഗ്രഫിക് ഡിസ്ട്രിബ്യൂഷൻ. ഓരോ പ്രദേശത്തും ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ എത്ര കണ്ട് ആളുകൾ താമസിക്കുന്നുണ്ട്. ഓരോ വാർഡില്, ഒരു വില്ലേജിന് തന്നെ എല്ലാ വാർഡുകളും എടുത്തു നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവിടെ താമസിക്കുന്ന ആളുകളുടെ നമ്പറൊക്കെ ഒരേപോലെ ആവണമെന്നില്ല, വ്യത്യാസപ്പെട്ടിരിക്കാം അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെൻസസിൽ എന്ത് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നത് നമുക്ക് നേടാൻ സാധിക്കുന്നു. ഒരു സെൻസസിന്റെ ഫീച്ചേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി ടൈപ്സ് ഓഫ് സെൻസസ് മെത്തേഡ്. ഈ സെൻസസിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഡിഫാക്ടോ മെത്തേഡ്, മറ്റൊന്ന് ഡി ജുവർ മെത്തേഡ് എന്ന് പറയും. ഡിഫാക്ടോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ഒരു മെത്തേഡാണത്. അപ്പോൾ ഇതില് ഓരോ വ്യക്തിയും അയാളുടെ പെർമനന്റ് ലൊക്കേഷൻ അല്ലെങ്കിൽ റെസിഡൻസ് ഒരുപക്ഷെ വേറെ ഒരു സ്ഥലത്തായിരിക്കാം. പക്ഷെ അതിനെ നോക്കാതെ അയാൾ ഇപ്പൊ എവിടെ താമസിക്കുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന സെൻസസിനെയാണ് നമ്മൾ ഡിഫാക്ടോ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഞാൻ അതിന്റെ ഒരു വ്യത്യാസം പറയാം. രണ്ടാമത്തെ ഒരു പോയിന്റ്, സെൻസസ് ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് നൈറ്റ്, ഓൾസോ നോട്ട് വൺ നൈറ്റ് എന്യൂമറേഷൻ. പലപ്പോഴും സെൻസസ് നടത്താറുള്ളത് എപ്പോഴാണ്, രാത്രി സമയങ്ങളിലാണ്. അപ്പോൾ ആളുകൾ എവിടെയാണോ താമസിക്കുന്നത് വളരെ കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മറ്റൊന്ന് കണ്ടക്ടഡ് ഇൻ അർബൻ റീജിയൻസ് ഇൻ ഹൈ ഇൻകം കൺട്രീസ്. പലപ്പോഴും ഇത് നടക്കാറുള്ളത് നഗരപ്രദേശങ്ങളിലാണ്. അതുപോലെ തന്നെ വലിയ വരുമാന ലഭ്യതയൊക്കെയുള്ള നാടുകളിൽ, ഡെവലപ്ഡ് കൺട്രീസ് എന്നൊക്കെ നമ്മൾ പറയാറില്ല, അത്തരം രാജ്യങ്ങളിലൊക്കെയാണ് നടക്കാറുള്ളത്. അപ്പോ രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഡി ജുവർ മെത്തേഡ്. ഇത് സെൻസസ് ഈസ് കണ്ടക്ടഡ് അറ്റ് എ പേഴ്സൺസ് പെർമനന്റ് റെസിഡൻസ്. ഓരോ വ്യക്തിയുടെയും അയാൾ ഇപ്പോൾ എവിടെ താമസിക്കുന്നു എന്നുള്ളതല്ല,
ഇപ്പോ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ ജോലി ആവശ്യാർത്ഥം വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകും അല്ലെ. അപ്പൊ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് അവരുടെ കറന്റ് റെസിഡൻസ് ആണ്. പക്ഷെ അവരുടെ പെർമനന്റ് റെസിഡൻസ് എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ നാടാണ്, കേരളമാണ് അല്ലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയിൽ നമ്മൾ പറയുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പൊ പെർമനന്റ് റെസിഡൻസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന സെൻസസ് നടത്തുന്ന നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഡീച്യൂർ സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നത്. മോർ പ്രാക്ടിക്കൽ ആൻഡ് സയന്റിഫിക് മെത്തേഡാണ് ഇത്. ഓൾസോ കോൾഡ് പീരിയഡ് എന്യൂമറേഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു രാത്രി എന്നൊന്നല്ല, ഒരു പ്രത്യേകമായ കാലയളവ് തരും. ആ കാലയളവിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ എന്യൂമറേഷൻ നടത്തുന്നത്. നേപ്പാൾ ഈസ് വൺ ഓഫ് ദ ഫ്യൂ കൺട്രീസ് ദാറ്റ് ഫോളോ ദിസ് മെത്തേഡ്. നേപ്പാൾ ഒരു എക്സാമ്പിൾ എന്ന് മാത്രം. അപ്പോൾ ഈ ഡിഫാക്ടോ മെത്തേഡും അതുപോലെ ഡിജുവർ മെത്തേഡും തമ്മിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നമ്മുടെ ഓരോ ജില്ലകൾ തന്നെ എടുത്തു നോക്കുക. നമ്മുടെ ഒരു ജില്ല എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം എടുത്തു നോക്കുമ്പോൾ ഒരുപക്ഷെ ഇവിടുത്തെ ഒറിജിനലി ആയിട്ടുള്ള കേരളൈറ്റ് എന്ന് പറയുന്ന ആളുകളുടെ ഒരു പോപ്പുലേഷൻ ആണ് നമുക്ക് ഡിജുവർ മെത്തേഡ് എന്ന് പറയുമ്പോൾ പെർമനന്റ് റെസിഡൻസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കിട്ടുക. ഡിഫാക്ടോ മെത്തേഡിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, അതുപോലെ ഒരുപാട് ബിസിനസ് ആവശ്യാർത്ഥവും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ, ഇങ്ങനെ പല ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ആളുകളെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന എന്യൂമറേഷൻ, നമ്മൾ നടത്തുന്ന കണക്കെടുപ്പിനെയാണ് ഡിഫാക്ടോ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നിൽ പെർമനന്റ് ആയിട്ട് അവിടെ താമസിക്കുന്ന ആളുകളുടെ കണക്ക് നമുക്ക് കൃത്യമായി ലഭിക്കുന്നു. മറ്റേതിൽ കറണ്ട് ഈ ഒരു കണ്ടംപററി സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേകമായ സമയത്ത് അവിടെ എത്ര പേര് താമസിക്കുന്നത് കിട്ടും. ഇപ്പൊ പലപ്പോഴും വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ പറയുന്ന ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, വലിയ രീതിയിൽ ഇന്ത്യക്ക് നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസ്, അറബ് രാജ്യങ്ങൾ. ഇതില് ഇപ്പൊ ഖത്തറിനൊക്കെ നമുക്ക് പറയാം. ഖത്തറിലൊക്കെ ഒരു ടോട്ടൽ പോപ്പുലേഷൻ എന്ന് വെച്ചാല് സാധാരണഗതിയിൽ നമ്മുടെ മില്യൺസ് പറയാറുണ്ട്. ഇപ്പൊ ഇന്ത്യക്കാർ തന്നെ അവിടെ എന്താ പറയുക 10 ലക്ഷം, അതുപോലെ 15 ലക്ഷത്തിനൊക്കെ അടുത്ത്, അതിലേറെ കൂടുതലാണെന്ന് എന്റെ അഭിപ്രായം. മില്യൺസ് എന്താ പറയുക ഇന്ത്യക്കാർ തന്നെ അവിടെ ഉണ്ട്. അതേപോലെ പാകിസ്ഥാനിൽ നിന്നും അതുപോലെ ശ്രീലങ്കയിൽ നിന്നും തൊട്ടടുത്ത നമ്മുടെ നൈബറിംഗ് കൺട്രീസിൽ നിന്നൊക്കെ ഉള്ള വലിയ രീതിയിൽ പോപ്പുലേഷൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഖത്തരികൾ എന്ന് പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സിറ്റിസൺസ് എന്ന് പറയുന്ന ആളുകൾ വെറും 2 to 3 lakhs മാത്രമേ ഉള്ളൂ. 2 ലക്ഷം മുതൽ 3 ലക്ഷം ആളുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അവിടുത്തെ ഒരു പോപ്പുലേഷൻ എടുത്തു നോക്കുമ്പോൾ ഡിഫാക്ടോ പ്രകാരം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് 30 ലക്ഷം 35 ലക്ഷം ഒക്കെ ആയിരിക്കാം. പക്ഷെ ഡിജുവർ മെത്തേഡ് പെർമനന്റ് റെസിഡൻസിനെ അടിസ്ഥാനപ്പെടുത്തി എടുക്കുമ്പോൾ അത് 2 to 3 lakh മാത്രമാണ്. ഓക്കെ, 2 മുതൽ 3 ലക്ഷം വരെ മാത്രമാണ്. ഞാൻ ഈ പറഞ്ഞ കണക്കൊക്കെ അതൊരു ഒരു റിലേറ്റീവ് മാത്രമാണ്. നിങ്ങൾക്ക് അതിന്റെ ആക്ച്വൽ നമ്പറുകൾ നിങ്ങൾക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ഇനി സെൻസസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സെൻസസ് സാധാരണഗതിയിൽ ഇതിനൊരു സിഗ്നിഫിക്കൻസ്, ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ റിസർച്ച് ഗവേഷണങ്ങൾക്ക് വേണ്ടി ദേശീയ തലത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി, ബിസിനസ് മാർക്കറ്റിങ്ങിന് വേണ്ടി, ഡിസൈനിങ്ങിന് വേണ്ടി, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സാമ്പിൾ സർവേസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുന്നു. മറ്റൊന്ന് കോംപ്രഹെൻസീവ് ഡീറ്റെയിൽഡ് ഡാറ്റ ഓൺ ദ ഹോൾ പോപ്പുലേഷൻ ഇൻക്ലൂഡിംഗ് ഡെമോഗ്രാഫിക്, സോഷ്യൽ, എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ് അറ്റ് ദ ലോവസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ജിയോഗ്രഫിക്കൽ ലെവൽ ആർ ഇൻക്ലൂഡഡ്. സെൻസസിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ഗവൺമെന്റ് തലത്തിലൂടെയാണ് ഇത് കളക്ട് ചെയ്യുന്നത്. അങ്ങനെ കളക്ട് ചെയ്യുകയാണെങ്കിലും തന്നെ നമുക്കവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ഇന്ത്യൻ ജനതയുടെ അല്ലെങ്കിൽ കേരള ജനതയുടെ അല്ലെങ്കിൽ പ്രത്യേക ജില്ലയിലുള്ള ആളുകളുടെ അവരുടെ എല്ലാ ഡീറ്റെയിൽസും പോപ്പുലേഷൻ ഡാറ്റയും നമുക്കവിടെ കളക്ട് ചെയ്യപ്പെട്ട് ഒരു വലിയ ഒരു സ്രോതസ്സായി അതിന്റെ ഡാറ്റയെ നമുക്ക് ലഭിക്കുമെന്നുള്ളത്. മറ്റൊന്ന്, ഈ പോപ്പുലേഷൻ ഡാറ്റ അല്ലെങ്കിൽ സെൻസസിലൂടെ നമുക്ക് പോപ്പുലേഷൻ വളർച്ചയുടെ റേറ്റ്, ചില പ്രദേശങ്ങളിൽ പോപ്പുലേഷൻ ഗ്രോത്ത് വളരെ കൂടുതലാണ്, ചില പ്രദേശങ്ങളിൽ പോപ്പുലേഷൻ ഗ്രോത്തിൽ അതിൽ എന്താ പറയുക വലിയ ഫ്ലക്ച്വേഷൻസ് കാണാൻ പറ്റും. അതുപോലെ ഏജ് ആൻഡ് ജെൻഡർ കോമ്പോസിഷൻ, പ്രായവും അതുപോലെ ആളുകളുടെ ലിംഗപരമായിട്ടുള്ള വിവരങ്ങൾ, അത് നമുക്ക് അതിന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നു. എഡ്യൂക്കേഷണൽ ഫീച്ചേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഏത് രീതിയിലുള്ള ആളുകളാണ് കൂടുതൽ വർക്ക് ഫോഴ്സ് ആയിട്ടുള്ളത്, ഇനി വർക്ക് ഫോഴ്സ് ആണെങ്കിൽ തന്നെ അവർ ഏത് മേഖലയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എന്ത് ചെയ്യുന്നു ഇതിലൂടെ ലഭിക്കുന്നു എന്നുള്ളത്. മറ്റൊന്ന്, it provides necessary data for assessing the population status and monitoring demographic, social and economic changes in different places within a country. ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മുടെ സാമ്പത്തികവും അതുപോലെ സോഷ്യൽ, ഡെമോഗ്രാഫിക്, ജനസംഖ്യാപരമായിട്ടൊക്കെയുള്ള കാര്യങ്ങളെ, പോളിസികൾ അതിനെ ഫ്രെയിം ചെയ്യാനും അതുപോലെ അത്തരം കാര്യങ്ങളെ അസസ് ചെയ്യാനും എന്ത് ചെയ്യുന്നു ഈ സെൻസസ് സഹായിക്കുന്നു. മറ്റൊന്ന്, ഇമിഗ്രന്റ് വർക്ക് ഫോഴ്സ്. ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിലേക്ക് ജോലി ആവശ്യാർത്ഥം വരുന്ന വർക്ക് ഫോഴ്സ് അവർ ഏത് രീതിയിലുള്ള ആളുകളാണ്, അതേപോലെ തന്നെ അവരുടെ എത്ര നമ്പറുകളുണ്ട്, എത്ര ആളുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. മറ്റൊന്ന്, പ്രത്യേകമായ ഏതെങ്കിലും സോഷ്യൽ ഫിനോമിന നമുക്ക് അവിടെ കാണാൻ പറ്റും. ഒരു സോഷ്യൽ ഫിനോമിന എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു പോപ്പുലേഷൻ ബൂം നമുക്ക് കാണാൻ പറ്റും. പോപ്പുലേഷൻ ബൂം എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഏതെങ്കിലും ഇപ്പൊ ഒരു വിഴിഞ്ഞം
നമുക്ക് വലിയൊരു എന്താ പറയാ ട്രാൻസ്ഷിപ്മെന്റിന്റെ വലിയൊരു കണ്ടെയ്നർ പോർട്ടായിട്ട് മാറാൻ പോവാണ് അല്ലെ. വലിയ രീതിയിലുള്ള ഇന്റർനാഷണൽ ഒരു ഹബ്ബായിട്ട് അത് വരും. അപ്പോൾ വലിയൊരു ഇന്റർനാഷണൽ ഒരു മേജർ എന്താ പറയാ സെന്റർ ഓഫ് ലോജിസ്റ്റിക്സിന്റെ വലിയൊരു കേന്ദ്രമായിട്ട് ഇത് മാറുമെന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അടുത്തൊരു നെക്സ്റ്റ് 10 ഇയേഴ്സിന്റെ ഉള്ളിൽ ഈ വിഴിഞ്ഞ ഭാഗത്ത് എന്ത് ചെയ്യും, വലിയ രീതിയിലുള്ള പോപ്പുലേഷൻ ഉണ്ടാവും. അവിടെ വലിയ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങൾ പിന്നെ എന്താ പറയാ, നമ്മൾ പറയുന്നത് നാച്ചുറലി ആയിട്ട് ഗ്രോത്ത് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മൈഗ്രേഷനോട് വലിയ രീതിയിലൊരു മൈഗ്രേഷൻ അങ്ങോട്ടുണ്ടാവും. അവിടെ ഒരു സാമ്പത്തിക ഒരു വലിയ വളർച്ച, ഒരു എക്കണോമിക് ബൂം തന്നെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാൻ പറ്റും എന്നൊക്കെ എന്താ അത് നമ്മുടെ അസംഷനാണ്, നമ്മളങ്ങനെ അനുമാനിക്കുന്നു. അപ്പൊ അതൊരു സോഷ്യൽ ഫിനോമിനയാണ്. ഓക്കെ, ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ സോഷ്യൽ ഫിനോമിന എന്ന് പറഞ്ഞാൽ ചിലപ്പോ എന്താ പറയാ ബർത്ത് റേറ്റ് വളരെയധികം കുറഞ്ഞു പോകും, ചിലപ്പോൾ ഡെത്ത് റേറ്റ് അത് വളരെയധികം കുറഞ്ഞു പോകും. ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലെ സോഷ്യൽ ഫിനോമിനകൾ നമുക്ക് ഈ സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കണ്ടെത്താനും അനലൈസ് ചെയ്യാനും പറ്റും. മറ്റൊന്ന്, രാജ്യത്തിന്റെ എല്ലാ സെക്ടറുകളിലുമുള്ള വിവരത്തെ ശേഖരിക്കുന്നു. എഡ്യൂക്കേഷൻ രംഗം, ഹെൽത്ത്, പോപ്പുലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ വന്ന് ഇത്തരത്തിൽ സെൻസസുകൾ നടത്തുമ്പോൾ ഈ സെൻസസിലൂടെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ആളുകളുടെ പ്രായം അല്ലെ, വയസ്സ്, അതെന്ത് ചെയ്യും, ഇവര് രേഖപ്പെടുത്തും. ഈ വയസ്സിനെ രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞാൽ എത്ര കാലം നമ്മൾ ജീവിക്കുന്നു. അപ്പൊ ഈ ജീവിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം ഒരു 80 to 90 ആണെങ്കിൽ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് വളരെ ഹൈ ലെവലാണെന്ന് പറയാൻ പറ്റും. അതാണ് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു ഡെവലപ്ഡ് കൺട്രീസിന്റെ ഒരു അടയാളം കൂടിയാണ്, ഒരു ഫാക്ടർ, ഒരു സൈൻ കൂടിയാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ മെഡിക്കൽ പിന്നെ നമ്മുടെ എന്താ പറയുക രംഗം, മെഡിക്കൽ സെക്ടർ എന്ന് പറയുന്നത് അത് ഹൈലി ഡെവലപ്ഡ് ആണ്. അപ്പൊ ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്യുന്നു, വലിയ രീതിയിലുള്ള ഒരു ഒരു ആയുഷ്ദൈർഘ്യം അവർക്ക് ലഭിക്കുന്നു, ഒരു ആയുർദൈർഘ്യം ലഭിക്കുന്നു. അപ്പൊ ആയുർദൈർഘ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ വലിയൊരു ഇംപ്രൂവ്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഡെവലപ്ഡ് കൺട്രിയുടെ പിന്നെ എന്താ പറയാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പണന്റ് എന്ന് പറയുന്നത് ഈ ലൈഫ് എക്സ്പെക്ടൻസി എന്നല്ല, ഹൈലി ആയിട്ടുള്ള ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ അതുപോലെ മറ്റൊന്ന്, ഇറ്റ് ഓഫേഴ്സ് റിക്വയർഡ് ഫ്രെയിംവർക്ക് ഫോർ ഡിറൈവിംഗ് സാമ്പിൾസ് ഫോർ ഫ്യൂച്ചർ ഫീൽഡ് റിസർച്ച്. മറ്റൊന്ന്, നമ്മൾ ഈ സെൻസസിലൂടെ നമുക്ക് ലഭിക്കുന്ന ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഭാവിയിൽ വരാൻ പോകുന്ന റിസർച്ച് ഗവേഷണങ്ങൾ നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സെൻസസിലൂടെ നമുക്ക് എത്ര ഹൗസിംഗ് യൂണിറ്റുകൾ, നമ്മുടെ നാട്ടിൽ എത്ര വീടുകളുണ്ട്, ആ വീടുകളിലെ ഫെസിലിറ്റീസ് എങ്ങനെയൊക്കെയാണ്, വീടുകളുടെ ഫ്യൂച്ചേഴ്സ് എങ്ങനെയൊക്കെയാണ്, ആളുകളുടെ ലിവിംഗ് കണ്ടീഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിലൂടെ സെൻസസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റൊന്ന്, വ്യത്യസ്തമായ ഫിനോമിനകൾ, ഇപ്പൊ ഫെർട്ടിലിറ്റി റൈറ്റ് അല്ലെ, എത്രമാത്രം എന്താ പറയാ ഈ എന്താണ് ആളുകള് പുതിയ തലമുറകൾ എന്തല്ലേ വളർന്നു വരുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഫെർട്ടിലിറ്റി റൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഈ പ്രസവിക്കാനുള്ള ഇതിനെയാണ് നമ്മൾ ഫെർട്ടിലിറ്റി റൈറ്റ് എന്ന് പറയുന്നത്. മോർട്ടാലിറ്റി റൈറ്റ്, അതേപോലെ മോർട്ടാലിറ്റി റൈറ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിലുള്ള മരണനിരക്ക്, ഒന്ന് ജനന നിരക്കും മറ്റൊരു മരണനിരക്ക്, അതിന്റെ മൈഗ്രേഷൻ, പിന്നെ അതുപോലെ ആളുകൾക്കിടയിലുള്ള പലായനം, ഇതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലങ്ങളിലേക്ക്, അത് ഒരുപക്ഷെ സ്റ്റേറ്റ് ആയിരിക്കാം, കൺട്രികളായിരിക്കാം, ഇങ്ങനെയൊക്കെ വന്നേക്കാം. അപ്പൊ ഈ രീതിയിലേക്കുള്ള ഫിനോമിനയെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. മറ്റൊന്ന്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സിൽ ബിൽഡിങ്ങുകൾ, അതുപോലെ ആ ബിൽഡിങ്ങുകൾ ആരാണ് ഒക്കുപ്പൈ ചെയ്തിട്ടുള്ളത്, അവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റൊന്ന്, എക്കണോമിക് ആൻഡ് സോഷ്യൽ എന്റർപ്രൈസുകൾ, കമ്പനികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംരംഭങ്ങൾ, ഇത്തരം ഈ സ്ഥലങ്ങളിലൊക്കെ അതിലേക്ക് നടക്കുന്ന ലീഗൽ സ്റ്റാറ്റസ്, അത് ശരിയായ രീതിയിൽ ഗവൺമെന്റ് അപ്രൂവലോട് കൂടെ നടക്കുന്നതാണോ, അവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റി എന്താണ്, അവിടെ ഏത് ടൈപ്പ് വർക്ക് ഫോഴ്സ് ആണുള്ളത്, അവിടുത്തെ വർക്ക് ഫോഴ്സിന്റെ സൈസ് എങ്ങനെയാണ്, ഏത് ജെൻഡർ ആണ് കൂടുതലുള്ളത്, ഏത് നാഷണാലിറ്റിയിൽപ്പെട്ട ആളുകളാണ്, തുടങ്ങിയിട്ടുള്ള ഡാറ്റകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെൻസസിലൂടെ കളക്ട് ചെയ്യാൻ പറ്റുന്നു. ഇനി ഒരു സെൻസസിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ള ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ് നോക്കാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനെ ഒന്ന് സംക്ഷിപ്തമാക്കി ഒന്ന് ചുരുക്കി നിങ്ങൾ പറഞ്ഞു തരികയാണ് ഈ ടാബിളിലൂടെ. ജിയോഗ്രഫിക് സെഗ്മെന്റേഷൻ ആട്രിബ്യൂട്ട്സ്. അപ്പൊ അതിൽ വരുന്നത് കറണ്ട് റെസിഡൻസ് അല്ലെ, പെർമനന്റ് റെസിഡൻസ്, പ്ലേസ് ഓഫ് ബർത്ത്, വർക്ക് പ്ലേസ് ഇൻഫോർമേഷൻ, ഇത്രയും കാര്യങ്ങൾ വരുന്നു. മറ്റൊന്ന് പേഴ്സണൽ ആൻഡ് ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, അതിൽ ഏജ്, സെക്സ്, മാരിറ്റൽ സ്റ്റാറ്റസ്, ലിറ്ററസി, ലാംഗ്വേജ് സ്പോക്കൺ അറ്റ് ഹോം, നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് അറ്റ് ഹോം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നു. മറ്റൊന്ന്, എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, ഇപ്പൊ എക്കണോമിക് സാമ്പത്തിക രംഗം അല്ലെ, ഒക്കുപേഷൻ, ദ കറണ്ട് സ്റ്റാറ്റസ് ഓഫ് എംപ്ലോയ്മെന്റ്, പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം എന്താ പറയാ ഈ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നു. അപ്പൊ ഒരു സെൻസസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സെൻസസ് കണക്കെടുപ്പ് നടക്കുമ്പോൾ ഈ പറഞ്ഞ 3 മേഖലകളെ ഇതിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ഇതിലുണ്ടായിരിക്കും. വളരെ സമഗ്രമായ
ഒരു വിവരശേഖരണമാണ് സെൻസസിലൂടെ നടക്കുന്നത്. രണ്ടാമത്തെ ഒരു പോപ്പുലേഷൻ ഡാറ്റയുടെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് സാമ്പിൾ സർവേ ആണ്. എന്റെ വോയിസ് കേൾക്കാലോ? ഹലോ, വോയിസ് ക്ലിയർ അല്ലേ? ആരെങ്കിലും ഒന്ന് മറുപടി പറയണം. കേൾക്കാം. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞ പോലെ ഇനി രണ്ടാമത്തെ ഒരു പോപ്പുലേഷൻ ഡാറ്റയുടെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് സാമ്പിൾ സർവേ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സെൻസസ് ആണ്. സെൻസസ് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി ഇന്ത്യ രാജ്യത്താണെങ്കിൽ ഇന്ത്യയിലെ ഓരോ വ്യക്തിയിൽ നിന്നും അവരുടെ വീടാന്തരം കയറി ഇറങ്ങി ഡാറ്റകൾ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൻസസ് എന്ന് നമ്മൾ പറയുന്നത്. രണ്ടാമത്തേത് സാമ്പിൾ സർവേ. ഒരു മിനിറ്റ്. ഓക്കെ, സാമ്പിൾ സർവേ. സാമ്പിൾ സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു പോപ്പുലേഷൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലൊക്കെ 140 കോടി ആളുകളുണ്ട്. ഈ ആളുകളിൽ നിന്നൊക്കെ പൊതുവായിട്ട് ഇത്രയും വലിയൊരു ജനറേഷനിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യാൻ സാധ്യമല്ല എന്ന് തോന്നിയാൽ പിന്നെ അവിടെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, വളരെ ചെറിയ ഒരു വിഭാഗത്തിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഓക്കെ, 140 കോടി ആളുകളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വർഷങ്ങളോളം പഠിക്കും. അതിനു വേണ്ടിയാണ് നമ്മുടെ സെൻസസിന്റെ ഇന്റർവെൽ 10 വർഷമാക്കിയത്. ഒരു പക്ഷേ അത് ഡാറ്റ കളക്ട് ചെയ്യാൻ തന്നെ എന്ത് ചെയ്യും, 1 വർഷത്തോളൊക്കെ സമയം പിടിക്കും ഇത്രയും സ്റ്റേറ്റുകളിൽ. ആ ഡാറ്റ കളക്ട് ചെയ്തതിനു ശേഷം പിന്നെ ആ ഡാറ്റ മുഴുവൻ ടാബുലേറ്റ് ചെയ്യണം. അത് അതിലും വലിയ റിസ്ക് ഉള്ള പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ അനാലിസിസ് നടത്തണമെങ്കിൽ അതിലും ഒരുപാട് എന്ത് ചെയ്യും, സമയങ്ങൾ പിടിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ചെയ്തു വരുമ്പോൾ ഒരു 3 to 4 ഇയർ ഒക്കെ തന്നെ എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ആവും. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ ഡാറ്റ കളക്ഷൻ എന്നുള്ളത്, പോപ്പുലേഷനിലെ ഡാറ്റ കളക്ഷൻ എന്നുള്ളത് സർവേകളിലൂടെയാണ് നടത്താറുള്ളത്. സർവേകൾ നടത്തുമ്പോൾ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ, 1000 ആളുകളുള്ള ഒരു ഗ്രാമമാണ്, അല്ലെങ്കിൽ ഒരു വില്ലേജ് ആണ്, അല്ലെങ്കിൽ ഒരു വാർഡാണെന്ന് വിചാരിക്കാം. അവിടെ നമ്മൾ ഈ 1000 ആളുകളിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യാൻ വലിയ രീതിയിൽ അത് എക്സ്പെൻസീവും അതിന് ഹ്യൂമൻ റിസോഴ്സ് ഒക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ ഈ 1000 ആളുകളെ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും, ഒരു 100 പേരെയോ അല്ലെങ്കിൽ 150 പേരെയോ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അവരിന്ന് ഡാറ്റ കളക്ട് ചെയ്യും. ഈ 100 പേര് അല്ലെങ്കിൽ 150 പേര് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തതിനു ശേഷം ഇതെന്ത് ചെയ്യും, ഈ ഡാറ്റ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് കൂടി അവരിലേക്ക് കൂടി ഇങ്ങനെ ജനറലൈസ് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപക്ഷെ 10% അല്ലെങ്കിൽ 15% മാത്രം ആളുകളിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. അത് കളക്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡാറ്റ മറ്റുള്ള ആളുകളിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ജനറലൈസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നതിനെയാണ് നമ്മൾ സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. സാമ്പിൾ സർവേകൾ പ്രധാനമായിട്ടും പോപ്പുലേഷൻ സ്റ്റഡീസിന്റെ ഭാഗം തന്നെയാണ്. ഡെമോഗ്രാഫിക് സാമ്പിൾ സർവേസ് എന്നാണ് അതിന് പറയുന്നത്. ഞാൻ വായിക്കുന്ന പേജ് നമ്പർ 23 ആണ് കേട്ടോ. ഓക്കെ, ഇത്തരത്തില് ഈ സാമ്പിൾ സർവേകളിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത് പ്രത്യേകമായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നില്ല, മറിച്ച് കുറച്ചു പേരെ സെലക്ട് ചെയ്ത് അവരിൽ നിന്ന് മാത്രമായിട്ട് ആ സാമ്പിൾസിൽ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ സാമ്പിൾ സൈസും അതുപോലെ നമ്മൾ ഈ സാമ്പിളിന്റെ നാച്ചുറൊക്കെ നമ്മൾ തീരുമാനിക്കുക? അതിന് ഒരുപാട് ഡിഫറെന്റ് മെത്തേഡുകൾ തന്നെ ഉണ്ട്. ആ ഡിഫറെന്റ് മെത്തേഡുകൾ നമുക്ക് ഏതാണോ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നടത്താം. അപ്പൊ സാമ്പിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം 1000 പേരോ അല്ലെങ്കിൽ 10000 പേരോ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് 10 പേര്, ഒരു 100 പേരെയോ അല്ലെങ്കിൽ 150 പേരെയോ നമ്മൾ കണ്ടെത്തി അവരിൽ നിന്ന് വിവരം ശേഖരിക്കുന്നതിനെയാണ്, ആ 100 പേരെ 150 പേരെയാണ് നമ്മൾ സാമ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആ സാമ്പിളിനെ നമുക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? ജില്ലകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആളുകൾ എടുക്കണോ, അതല്ലെങ്കിൽ സെക്സ് അടിസ്ഥാനത്തിൽ നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിൽ ആ അടിസ്ഥാനത്തിൽ നമ്മൾ ആളുകളെ എടുക്കണോ, അതല്ല പ്രത്യേകമായി ജോലി ചെയ്യുന്ന ആളുകളെ നമ്മൾ എടുക്കണോ, അതല്ല ഏജ് ഗ്രൂപ്പ് നോക്കി നമ്മൾ ആളുകളെ തീരുമാനിക്കണോ, തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് ഓഫ് ദ സാമ്പിളിംഗ് മെത്തേഡ്സ് ഉണ്ട്. അത് നിങ്ങൾ ഈ മെത്തേഡുകൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, എന്തൊക്കെയാണ് സാമ്പിൾ സർവേയുടെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. സെൻസസ് നമ്മൾ പറഞ്ഞല്ലോ, സെൻസസ് ഇതിലൂടെ വിവരശേഖരണം നടത്തുന്നതിനുള്ള ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് സർവേ എന്നുള്ള ഒരു സംവിധാനം വന്നിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു, ദേ ഇന്റർവ്യൂ ഓൺലി പാർട്ട് ഓഫ് പോപ്പുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ടു ഒബ്റ്റെയിൻ എസ്റ്റിമേറ്റ്സ് അപ്ലിക്കബിൾ ടു ദ ഹോൾ പോപ്പുലേഷൻ. അപ്പോൾ മുഴുവൻ പോപ്പുലേഷനിലേക്കും പിന്നെ അപ്ലിക്കബിൾ ആയിട്ടുള്ള എന്താ പറയാ, ഒരു പാർട്ട് ഓഫ് ഒരു പോപ്പുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ താല്പര്യമുള്ള ഒരു ചെറിയൊരു വിഭാഗത്തിന് മാത്രമാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. മൂന്നാമത്തേത് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റാറ്റിക്കൽ സാമ്പിളിംഗ് ടെക്നിക്സ് മേക്സ് ദ സർവേ പ്രോസസ് ഈസിയർ. ഇനി സാമ്പിളിംഗ് എങ്ങനെ വേണം, അത് സ്റ്റാറ്റിക്കൽ മെത്തേഡുകൾ ഒരുപാടുണ്ട്. ആ മെത്തേഡുകൾ അടിസ്ഥാനപ്പെടുത്തി കൊടുക്കുമ്പോൾ സാമ്പിളിംഗ് മെത്തേഡ് ഒന്നുകൂടെ ഈസി ആയി തീരും. മറ്റൊന്ന്,
ഡെമോഗ്രാഫിക് സാമ്പിൾ സർവേസ് ആർ എഫക്റ്റീവ് ഓൺ എസ്റ്റിമേറ്റിംഗ് ലേബർ ഫോഴ്സ്, എക്കോണമി ആൻഡ് ഹെൽത്ത്. ഒരുപക്ഷെ ഈ ഇത്തരത്തിലുള്ള സാമ്പിൾ സർവേകൾ നടത്തിക്കൊണ്ടാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഗവേഷണത്തിനൊക്കെ വേണ്ട അല്ലെങ്കിൽ ഒരു പോളിസിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മുഴുവൻ ജനങ്ങളിലേക്കും ഒരുപക്ഷെ ഇറങ്ങിച്ചെന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയില്ല. അപ്പൊ പെട്ടെന്ന് ചെയ്യാം, ഇത്തരത്തിൽ സാമ്പിളുകളെ കണ്ടെത്തി ആ സാമ്പിളുകൾ വിവരശേഖരണം നടത്തി അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുക ഗവൺമെന്റുകളൊക്കെ പ്രവർത്തിക്കാറുള്ളത്. അപ്പൊ ലേബർ ഫോഴ്സിനെ തീരുമാനിക്കുമ്പോൾ അവർ എസ്റ്റിമേറ്റ് ചെയ്യാൻ, അതുപോലെ അവരുടെ ജനങ്ങളുടെ എക്കണോമിക് സ്റ്റാറ്റസ്, ഹെൽത്ത് സ്റ്റാറ്റസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഇത് ഉപയോഗപ്പെടുന്നു. മറ്റൊന്ന്, all samples have a margin of error due to the possibility that samples may differ from the total population. പലപ്പോഴും എല്ലാം നമ്മൾ പറഞ്ഞല്ലോ, സാമ്പിൾ സർവേ എന്ന് പറയുമ്പോൾ 1000 അല്ലെങ്കിൽ 10,000 100 150 പേരെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോ ഈ 100 പേരുടെ ഒരു അഭിരുചി അല്ലെങ്കിൽ അവരിൽ ലഭിക്കുന്ന വിവരത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ മറ്റുള്ളവർക്കിലേക്കും എന്ത് ചെയ്യുന്നു, ഈ നമ്മൾ ജനറലൈസ് ചെയ്യാം. അപ്പൊ ജനറലൈസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ പലപ്പോഴും അത് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു ശരിയും തെറ്റും എന്നുള്ളതിന് രണ്ടും പോസിബിലിറ്റി, അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് എന്ന് നമ്മൾ പറയും. പ്രോബബിലിറ്റി രണ്ടും പ്രോബബിലിറ്റി സാധ്യതയുണ്ട്. 50% ശരിയാവാനും 50% അതേസമയം റോങ് ആവാനും സാധ്യതയുണ്ട് എന്നുള്ള. മറ്റൊന്ന്, കോംപ്ലിക്കേഷൻ ഇൻ ദ സർവേ മെത്തേഡ് അറൈസ് ഫ്രം ദ ടൈപ്പ് ഓഫ് സാമ്പിൾ സെലക്ഷൻ. പലപ്പോഴും ഈ സാമ്പിളിനെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും കോംപ്ലിക്കേഷൻസ് വരാറുള്ളത്. മറ്റൊരു ഫീച്ചർ, സ്പെഷ്യൽ ഫീൽഡ് ഓപ്പറേഷൻസ് ആർ എസെൻഷ്യൽ ടു ഫ്രെയിം ആൻഡ് അപ്രോപ്രിയേറ്റ് സാമ്പിൾ ഫ്രെയിം. പലപ്പോഴും നമ്മൾ ഈ സാമ്പിളിംഗ് സർവേസ്, അപ്പൊ അതിന്റെ സാമ്പിൾസിനെ നമ്മൾ ഫ്രെയിം ചെയ്യണമെങ്കിൽ നമുക്ക് ആ സ്ഥലങ്ങളിൽ നമ്മൾ പോകേണ്ടി വരും. അവിടുത്തെ ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ അവരെ കണ്ട് അല്ലെങ്കിൽ ആ ഫീൽഡിൽ നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊന്ന്, ബേസിക് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ്. പലപ്പോഴും ഈ സാമ്പിളിംഗ് മെത്തേഡ് തന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജെൻഡർ, ഏജ്, എത്നിസിറ്റി, ലൊക്കേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് മാരിറ്റൽ സ്റ്റാറ്റസ് ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും. ഇനി ഒരു ഉദാഹരണം, എക്സാമ്പിൾ ഫോർ ഡെമോഗ്രാഫിക് സർവേ ക്വസ്റ്റ്യൻ. ഒരു ഏത് രീതിയിലാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സെൻസസിലോ അല്ലെങ്കിൽ സാമ്പിൾ സർവേയിലൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ഉദാഹരണം, പ്ലീസ് സ്പെസിഫൈ യുവർ എത്നിസിറ്റി. അപ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഏത് റേസിൽപ്പെട്ട ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഒരുപാട് റേസുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിൽ ഏത് റേസാണ് നമ്മുടേത്? കാക്കസിയൻ ആണോ, ആഫ്രിക്കൻ അമേരിക്കൻ ആണോ, ലാറ്റിൻ ഓർ ഹിസ്പാനിക് ആണോ, ഏഷ്യൻ ആണോ, നാറ്റീവ് അമേരിക്കൻ ആണോ, നാറ്റീവ് ഹവായിയൻ ഓർ പസഫിക് ഐലൻഡർ ആണോ, ഇല്ലെങ്കിൽ ഇതിൽപ്പെട്ട ഏതെങ്കിലും 2 or more നമ്മൾ പല സങ്കര ഇനത്തിൽപ്പെട്ടതാണോ, അല്ലെങ്കിൽ അതർ ഓർ അൺനോൺ അറിയാത്തതാണോ? അതെല്ലാം അടുത്തൊരു ഓപ്ഷൻ, പ്രിഫർ നോട്ട് ടു സേ, എനിക്ക് പറയാൻ താല്പര്യമില്ല, ആ രീതിയിൽ. അപ്പൊ ഏത് ആൻസർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഈ രീതിയിലായിരിക്കും മിക്കവാറും ഓരോ ക്വസ്റ്റ്യൻസും വരും. ഇനി സാമ്പിളിംഗ് സ്ട്രാറ്റജീസ് നമ്മളിപ്പോ പറഞ്ഞല്ലോ, സാമ്പിൾ സർവേസ് ആണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞല്ലോ. ഈ സാമ്പിൾ സർവേസിനെ എങ്ങനെയാണ് നമ്മൾ സാമ്പിളിംഗ് നടത്തേണ്ടത്, അതിന്റെ സ്ട്രാറ്റജികൾ. പലപ്പോഴും ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് സ്ട്രഗിൾ വിത്ത് ദ സെലക്ഷൻ ഓഫ് എ സെക്യൂർ സാമ്പിളിംഗ് ഫ്രെയിം ഓർ ദ സാമ്പിൾസ് ടു ബി സെലക്ടഡ്. എങ്ങനെയാണ് സാമ്പിളിംഗ് വേണ്ടത് അല്ലെങ്കിൽ സാമ്പിൾസ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, അതിനെ കുറിച്ചിട്ട് വലിയ രീതിയിലുള്ള സ്ട്രഗിൾ എന്ന് പറഞ്ഞാല് ഡിബേറ്റുകളും ഡിസ്കഷൻസും ഒക്കെ ഉണ്ട് എന്നതാണ്. പലപ്പോഴും ഫീൽഡ് ഓപ്പറേഷൻസ് ഇതിന് അത്യാവശ്യമായി വരും. ഫീൽഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ഏത് പ്രദേശത്തിൽപ്പെട്ട ആളുകളെ കുറിച്ചാണോ പഠിക്കുന്നത് ആ സ്ഥലത്ത് വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ പ്രത്യേകമായ ഡിഫറൻസുകൾക്ക് നമ്മൾ മനസ്സിലാക്കി, ആ ഡിഫറൻസുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ആളുകളെ തട്ടുകളാക്കി എന്നിട്ട് ഒരുപക്ഷെ അതിൽ നിന്ന് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അതിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഇൻവോൾവ്സ് റാൻഡംലി സെലക്ടിംഗ് ദ ഡിസൈർഡ് നമ്പർ ഓഫ് സബ്ജക്ട്സ് ഫ്രം എ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ഓൾ സിമിലർ സബ്ജക്ട്സ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ഇങ്ങനെ ആളുകൾക്കിടയിലുള്ള വൈജാത്യം വ്യത്യാസങ്ങളൊന്നും നോക്കാതെ, ഇപ്പൊ ഒരു ഗ്രാമത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ആ ഗ്രാമത്തിൽ ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ ഒരു 10,000-ലധികം ആളുകൾ ഉണ്ടെങ്കിൽ, അപ്പൊ നമ്മളതിൽ 100 പേരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ 100 പേരെ കുറിച്ച് പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്തു, ഏതെങ്കിലും ഒരു 100 പേര്, അതാണ് റാൻഡം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇന്ന ആളുകളെന്നൊന്നുമില്ല, ഇന്ന ജാതി എന്നില്ല, ഇന്ന മതം എന്നില്ല, ഇന്ന ജോലി ചെയ്യുന്നവർ എന്നില്ല, ഇന്ന സെക്സി എന്നില്ല, ഇന്ന എഡ്യൂക്കേഷൻ നേടിയവരെന്നൊന്നുമില്ല, യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഏതെങ്കിലും ഒരു 100 പേരെ നമ്മൾ എടുക്കുക. ഇതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ആളുകളെ റാൻഡമായി സെലക്ട് ചെയ്യുന്നു. സാമ്പിൾഡ് ഇൻഡിവിജ്വൽസ് വിൽ ബി ഇന്റർവ്യൂഡ് ത്രൂ പേഴ്സണൽ ഓർ ഫോൺ ഇന്റർവ്യൂസ്. ഇനി അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ആളുകളെ നമ്മൾ എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്? ഒരുപക്ഷെ അവരെ നേരിട്ട് പോയി കണ്ട് നമ്മൾ ഇന്റർവ്യൂ നടത്തും, അല്ലെങ്കിൽ ഫോണിലൂടെ നമ്മൾ നടത്തും. ഓക്കെ, പലപ്പോഴും നമ്മൾ എന്താ നോക്കുക, ചെലവ് ചുരുക്കാനുള്ള മാർഗ്ഗങ്ങളാണ് നോക്കുക. അതാണ് കോസ്റ്റ് സേവിംഗ് ഈസ് പ്രയോറിറ്റൈസ്ഡ്. ഓക്കെ, ചിലപ്പോ ടെലിഫോൺ സർവീസ് ആയിരിക്കും മിക്കവാറും നടക്കുക, കാരണം അത് ഏറ്റവും ഫാസ്റ്റായി നടക്കും, വളരെ ചീപ്പസ്റ്റ് കൂടിയാണെന്നല്ലേ. ഇനി സാമ്പിൾ സർവേയുടെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പരിമിതികൾ എന്തൊക്കെയാണ്? പലപ്പോഴും സാമ്പിൾസ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ചെടുത്തില്ല എങ്കിൽ അത് പലപ്പോഴും എന്ത് ചെയ്യും, നമ്മുടെ പഠനത്തെ അല്ലെങ്കിൽ നമ്മുടെ ഗവേഷണത്തെ, നമ്മുടെ റിസൾട്ടിൽ തന്നെ വലിയ രീതിയിൽ ബാധിക്കും. മറ്റൊന്ന്, ഇതിൽ വരുന്ന ഡാറ്റ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നിടത്ത്, അതേപോലെ സാമ്പിളിംഗ് നടത്തുന്നിടത്തൊക്കെ വരുന്ന തെറ്റുകൾ അതെന്ത് ചെയ്യും, വലിയ രീതിയിൽ നമ്മുടെ പഠനത്തെ ഒരുപക്ഷെ അത് ബാധിച്ചേക്കാം. ഓക്കെ,
മാത്രമല്ല മറ്റൊരു കാര്യം, സാമ്പിളിംഗ് എന്ന് പറയുന്നത് വൈലി സബ്ജക്റ്റീവ് ആണ്. സബ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ സയന്റിഫിക് ആണ് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം 10,000 പേരെ കുറിച്ച് പഠിക്കാൻ നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ 100 പേരെയാണ്. ഈ 100 പേരിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇംഗിതത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകൾക്കനുസരിച്ചുകൊണ്ട് നമ്മൾ 10,000 പേരിലേക്കും ജനറലൈസ് ചെയ്യുന്നു. ഇസ്ന്റ് ഇറ്റ്? അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ സാമ്പിളിംഗ് എന്നുള്ളത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു പഠനമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, നമ്മുടെ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്ന ജനന മരണ വിവാഹ അതുപോലെ വിവാഹ മോചന സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പോപ്പുലേഷൻ ഡാറ്റ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ സിവിൽ രജിസ്ട്രേഷൻ ഞാൻ വായിക്കുന്ന അറിയാലോ, പേജ് നമ്പർ 25 ഉള്ളത് കേട്ടോ. അപ്പോ പേജ് നമ്പർ സിവിൽ രജിസ്ട്രേഷൻ ഈസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം യൂസ്ഡ് ബൈ ദ ഗവൺമെന്റ്സ് ടു റെക്കോർഡ് വൈറ്റൽ ഇവന്റ്സ് ഒക്കറിംഗ് വിത്തിൻ ദയർ പോപ്പുലേഷൻ. അപ്പോൾ ഓരോ ജനവിഭാഗങ്ങൾക്കിടയിൽ നടക്കുന്ന എല്ലാ വൈറ്റൽ ഇവന്റ്സ്, ഇതുപോലെയുള്ള ജനന മരണ വിവാഹ മോചന തുടങ്ങിയിട്ടൊക്കെയുള്ള എല്ലാ എന്താ പറയുക ഡെവലപ്മെന്റുകളെയും റെക്കോർഡ് ചെയ്യാൻ ഗവൺമെന്റിന് പ്രത്യേകമായ മെക്കാനിസങ്ങളുണ്ട്. ഇതിനെയാണ് നമ്മൾ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ആ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളത്. വൈറ്റൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ആർ ഇവന്റ്സ് കൺസേണിംഗ് ദ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് ഇൻഡിവിജ്വൽസ് ആസ് വെൽ ആസ് ദെയർ ഫാമിലി ആൻഡ് സിവിൽ സ്റ്റാറ്റസ്. ആളുകളുടെ ജനനം, ജീവിതം, അവരുടെ മരണം, അതേപോലെ അവരുടെ കുടുംബപരമായ മറ്റു സാമൂഹികമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നതാണ്. അപ്പൊ ഇതില് നമ്മൾ പറയുന്ന പോലെ ലൈവ് ബർത്തുകള്, ഡെത്ത്, മൈഗ്രേഷൻ, ഫെറ്റൽ ഡെത്തുകള്, മാരേജുകള്, ഡൈവേഴ്സുകള് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഡെഫിനിഷൻ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന് യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സഭയുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ടോട്ടൽ പ്രോസസ് ഓഫ് കളക്ടിങ് ഇൻഫോർമേഷൻ ബൈ സിവിൽ രജിസ്ട്രേഷൻ. സിവിൽ രജിസ്ട്രേഷനിലൂടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാന്നല്ല, ഓർ എന്യൂമറേഷൻ ഓൺ ദ ഫ്രീക്വൻസി ഓർ occurrence of specified or defined vital events as well as relevant characteristics of the events themselves and the persons concerned. രണ്ടാമത്തെ ഓപ്ഷൻ കമ്പയറിംഗ്, പ്രോസസിംഗ്, അനലൈസിംഗ്, ഇവാലുവേറ്റിംഗ്, പ്രസന്റിംഗ് ആൻഡ് ഡിസമിനേറ്റിംഗ് ദീസ് ഡാറ്റ ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോം. അപ്പൊ ഒന്ന് സിവിൽ രജിസ്ട്രേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയെ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. ഒരാൾ മരണപ്പെടുമ്പോൾ മരണപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ഉണ്ടാക്കുന്നു, അല്ലെ? ഒരു വിവാഹം നടക്കുന്ന സമയത്ത് ആ വിവാഹം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. വിവാഹ മോചനം നടക്കുമ്പോൾ അത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ സിവിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഈ സിവിൽ രജിസ്ട്രേഷനിലൂടെ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നു. ശേഷം ഈ കിട്ടിയ ഡാറ്റയെ കമ്പൈൽ ചെയ്ത് അതിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് എന്ത് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, വൈറ്റൽ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തി ഒന്ന് നമുക്കറിയുന്ന പോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അല്ലെ, നമ്മുടെ ജനന സർട്ടിഫിക്കറ്റുകൾ. രണ്ട്, മാരേജ് ലൈസൻസ് അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, സെപ്പറേഷൻ അഗ്രിമെന്റ്സ്, ഡൈവേഴ്സ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം അതിൽ പെടുന്നു. ഡെത്ത് സർട്ടിഫിക്കറ്റ് തുടങ്ങിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ആസ്പെക്ട്സ് ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്പൊ നമ്മൾ പറഞ്ഞു അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വരുന്ന ഒന്ന് ലൈവ് ബർത്ത്. ഈ ലൈവ് ബർത്ത് എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും സ്വാഭാവികമായിട്ടും പിന്നെ പലപ്പോഴും പൂർണ്ണ എന്താ പറയാ ജീവനോടുകൂടെ ജനിക്കുന്ന ആളുകൾ, കുട്ടികൾ ഉണ്ടായിരിക്കാം. പലപ്പോഴും എന്താ പറയാ നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞ ഫോയ്റ്റൽ ഡെത്തുകൾ ഒരുപക്ഷെ സംഭവിച്ചേക്കാം. അപ്പൊ അത്തരത്തിൽ ഫോയ്റ്റൽ ഡെത്തുകൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അത്തരത്തിലുള്ള ഒരു രേഖ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഇത്തരത്തിലുള്ള നമ്മുടെ ആശാ വർക്കേഴ്സോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ വന്ന് ഇത്തരം ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർ ചോദിക്കും, അല്ലെ, എത്ര പിന്നെ ഡെലിവറി നടന്നിട്ടുണ്ട്, അതിൽ എത്ര സക്സസ് ആയിരുന്നു, എത്ര ഫെയിലായി, എത്ര പിന്നെ എന്താ പറയാ അബോർഷനുകൾ ഉണ്ടായി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അതെല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഡെത്ത് എന്ന് പറയുമ്പോൾ അത് അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ദ പെർമനന്റ് ഡിസപ്പിയറൻസ് ഓഫ് ഓൾ എവിഡൻസ് ഓഫ് ലൈഫ്. ജീവനുണ്ട് എന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും ഇല്ലാതെയാവും, അപ്രത്യക്ഷമാകും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഡെത്ത് സംഭവിക്കുമ്പോൾ ഫോയ്റ്റൽ ഡെത്ത്, മാരേജ്, ഡൈവേഴ്സ്, അന്യൂൽമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും വിവാഹം ബന്ധി കോമ്പറ്റന്റ് അതോറിറ്റിയിലൂടെ അത് വിവാഹം അസാധുവാകും. ഇതിന് അഡോപ്ഷൻ, അല്ലെ, പലപ്പോഴും ചൈൽഡ് രക്ഷിതാക്കളില്ലാത്ത മക്കളൊക്കെ ഈ പിന്നെ ഗവൺമെന്റിന്റെ അറിവോടുകൂടെ തന്നെ എന്ത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യും. ഇത്തരം പ്രോസസ്സുകളെല്ലാം ഈ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉൾപ്പെടുന്നു. ഓക്കെ, ഇനി മറ്റൊന്ന്, എങ്ങനെയാണ് ഈ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഈ മെത്തേഡുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോപ്പുലേഷൻ ഡാറ്റ, സെൻസസും അതുപോലെ സർവേ മെത്തേഡ് എന്നും വ്യത്യസ്തമാക്കുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്പർ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് എന്നുള്ളത് ക്യാൻ ബി അക്വയർഡ് ബൈ റെക്കോർഡിംഗ് പോപ്പുലേഷൻ ഡീറ്റെയിൽസ് അറ്റ് സെർട്ടൻ പോയിന്റ്സ് ഇൻ ടൈം
using methods like census and surveys. Whereas civil registration collect this information on a continuous regular basis. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ സെൻസസിലും അതുപോലെ സാമ്പിൾ സർവേയിലൊക്കെ നമ്മൾ ഒരു പക്ഷേ പറഞ്ഞ പോലെ ആ 10 വർഷത്തിൽ ഒരിക്കലാണ് എന്ത് ചെയ്യുന്നത് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പൊ 2011 ഒരു പക്ഷേ ഡാറ്റ കളക്ട് ചെയ്തെന്ന് വെക്കുക. 2011 ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ആ വീട്ടിൽ ഒരു പക്ഷേ 2 മെമ്പർമാര് ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. പക്ഷെ 2012 അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പിന്നെ ആ കുഞ്ഞ് നമ്മുടെ സെൻസസിൽ രേഖപ്പെടുത്തപ്പെടുന്ന എപ്പോഴാണ്? 2021 അപ്പൊ ആ കുട്ടിക്ക് 8 വയസ്സ് അല്ലെ 9 വയസ്സ് പ്രായമുള്ള സമയത്താണ് വരുന്നത്. പക്ഷേ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം അത് വളരെയധികം അപ്ഡേറ്റ് ആയിരിക്കും. അപ്ഡേറ്റ് ആവുമെന്ന് പറഞ്ഞാൽ കുട്ടി ജനിച്ചോട് കൂടെ തന്നെ നമ്മൾ നമ്മുടെ അതോറിറ്റിയിൽ അല്ലെങ്കിൽ ഏതാണോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് അവിടെ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഡാറ്റ ലഭിക്കുന്നില്ല. ഓരോന്നിനും ഓരോന്നിൻ്റെതായ മെറിറ്റും അതുപോലെ ഡിമെറിറ്റും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. പേജ് നമ്പർ 27 ആണ് ഞാൻ വായിക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം എന്നുള്ളത് പലപ്പോഴും എന്ത് ചെയ്യുന്നു? അത് ഈ ഡെത്തും അതുപോലെ ബർത്തിന്റെയും സർട്ടിഫിക്കറ്റ് അതിൽ ഇതിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് മാത്രമല്ല അതിന്റെ കോസസ് ഓഫ് ഡെത്ത്, അതേപോലെ എന്താണോ പബ്ലിക് ഹെൽത്തിനെ ബാധിക്കുന്ന പോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഇത്തരം രജിസ്ട്രേഷനിലൂടെ നടക്കുന്നു. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രദേശത്ത് അസ്വാഭാവികമായിട്ട് 5 or 10 മരണങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഹെൽത്ത് അതോറിറ്റി എന്ത് ചെയ്യും? വളരെയധികം അവര് ഇത്തരത്തിൽ വിഷയത്തിൽ വിജിലന്റ് ആവും, അല്ലെ? അപ്പൊ അവർ ഡെത്ത് റിപ്പോർട്ടുകളൊക്കെ അവർ വളരെ കൃത്യമായി അനലൈസ് ചെയ്യുന്നു. ആ രോഗത്തിന്റെ കാരണങ്ങൾ അവർ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മുടെ ജനസംഖ്യ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നു. ഓക്കെ, മറ്റൊന്ന് ഡെത്ത് രജിസ്ട്രേഷൻ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഓരോ ഡിസീസുകൾ, ഇപ്പോൾ ഏതെങ്കിലും പ്രദേശത്ത് രോഗം, ഇപ്പൊ നമുക്ക് കോവിഡ് തന്നെ വലിയൊരു എക്സാമ്പിൾ ആണല്ലോ, അല്ലെ? കോവിഡ് വന്ന സമയത്ത് ഏത് പ്രദേശത്താണ് കോവിഡ് കൂടുതൽ, എവിടെയാണ് മരണനിരക്ക് കൂടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ രജിസ്ട്രേഷൻ സിസ്റ്റത്തിലൂടെ നമ്മൾ വളരെ വിജയകരമായിട്ട് അത് മനസ്സിലാക്കുകയും അതിനെ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാം. ഓക്കെ, മറ്റൊന്ന് ബർത്ത് രജിസ്ട്രേഷൻ. ബർത്ത് രജിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോ കുട്ടിക്കും അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുള്ള ഏതുപോലെ ഐഡന്റിറ്റി, അവൻ ഏത് രാജ്യത്തെ സിറ്റിസൺ ആണ് എന്നുള്ളത്, അവന് ഇൻഹെറിറ്റൻസ്, അവൻ അനന്തരാവകാശം ലഭിക്കാൻ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് തുടങ്ങി മറ്റുള്ള സാമൂഹിക സേവനങ്ങളൊക്കെ ലഭിക്കാൻ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് രജിസ്ട്രേഷൻ എന്താ പറയാ വലിയ സഹായമായി മാറുന്നതാണ്, അല്ലെ? മറ്റൊന്ന് പിന്നെ ചൂഷണങ്ങൾക്കെതിരെ അതേമാതിരി തന്നെ മറ്റുള്ള രീതിയിൽ ഏതെങ്കിലും രീതിയിൽ കുട്ടികൾ അവരുടെ പേരൻസിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നോ ഒക്കെ സെപ്പറേറ്റ് ചെയ്യപ്പെടുക, അത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെതിരെയൊക്കെ ഉപയോഗിക്കാൻ ബർത്ത് രജിസ്ട്രേഷൻ വലിയ രീതിയിൽ സഹായിക്കുന്നു എന്നല്ല. ഓക്കെ, നമുക്ക് നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ ഒരു ഡിസിപ്ലിൻ എന്നുള്ള നിലക്ക് നമ്മൾ കാര്യങ്ങളെ വളരെ അക്കാഡമിക്കലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് മാത്രം. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ പ്രദേശത്ത് ആ സ്ഥലത്ത് എത്ര ആളുകൾ ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ എത്ര ആളുകൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ എത്ര ആളുകൾ അവിടുന്ന് ഡിസപ്പിയർ ആയി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ റവന്യൂ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഇതുപോലെ പിന്നെ സിവിൽ രജിസ്ട്രേഷൻ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടുത്തെ നമ്പറുകൾ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് നമ്പറുകൾ നമ്മൾ കണ്ടെത്തുക, അല്ലെ? അപ്പൊ ഇവിടെയൊക്കെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് വളരെ വലിയ രീതിയിൽ പോപ്പുലേഷൻ എന്താ പറയുക പ്ലാനിങ്ങിനെയും അതുപോലെ ഡെവലപ്മെന്റിനെയും ഒക്കെ സഹായിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ഡുവൽ രജിസ്റ്റർ സിസ്റ്റം എന്നുള്ളതാണ്, ഇരട്ട രജിസ്റ്റർ സിസ്റ്റം. ഈ ഡുവൽ രജിസ്റ്റർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിൽ 2 രീതിയിലുള്ള രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വൈറ്റൽ റെക്കോർഡ്സ് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കപ്പെടുന്നത്, പക്ഷെ ഇത് 2 രീതിയിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യ നമ്മൾ ഇപ്പൊ ഈ ഡിസ്കസ് ചെയ്യുന്ന ഡുവൽ രജിസ്റ്റർ സിസ്റ്റം നടപ്പിലാക്കിയിട്ടുള്ള ഒരു രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ ഇത് രാജ്യത്തിന്റെ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിനെ അതിനെ വളരെ അക്യുറേറ്റ് ആക്കുന്നു. അത് മാത്രമല്ല ഈ ബർത്ത് ആൻഡ് ഡെത്ത് അതുപോലെ ഡൈവേഴ്സ്, മാരേജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ ഇൻഫർമേഷൻ ഗവൺമെന്റിന് ലഭിക്കുന്ന ഒരു സംവിധാനമാണുള്ളത്. എന്താണ് ഡുവൽ രജിസ്റ്റർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഒരേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലോക്കൽ അതോറിറ്റിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, അതേ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ഹയർ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇപ്പോ സ്വാഭാവികമായും നമ്മൾ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ബർത്തോ ഡെത്തോ നടക്കുന്ന സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ള വില്ലേജിലോ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലോ അതുമായി ബന്ധപ്പെട്ടുള്ള അതോറിറ്റി ഓഫീസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷെ അതേ സമയത്ത് തന്നെ ആ ഒരു രജിസ്ട്രേഷൻ നമ്മുടെ ഹയർ മിനിസ്ട്രി തലത്തിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഹയർ ഓഫീസുകളിലും അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നല്ല. സ്വാഭാവികമായിട്ടും ഒരു 2 year ഇന്റർവെല്ലിലൊക്കെ എന്ത് ചെയ്യുന്നു, ഈ 2 ഓഫീസുകളും ഈ 2 രജിസ്ട്രേഷൻ ഓഫീസുകളും ഈ കിട്ടിയ ഡാറ്റയെ വെച്ച് പരസ്പരം ക്രോസ് ചെക്ക് ചെയ്യുന്നു, അതിനൊരു അക്യുറസി ഉറപ്പുവരുത്തുന്നു എന്നല്ല. ഓക്കെ, അപ്പോൾ എത്ര അതിന്റെ റിലയബിലിറ്റി അതേപോലെ തന്നെ മറ്റൊന്ന് അക്യുറസി ഇതൊക്കെ ഉറപ്പുവരുത്താൻ ഈ ഡുവൽ രജിസ്റ്റർ സിസ്റ്റം എന്നുള്ളത് വലിയ രീതിയിൽ സഹായിക്കുന്നു. അപ്പോൾ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം CRS എന്ന് പറയുന്ന ഇതിലൂടെയാണ് നമ്മൾ ഈ സാറേ ഡുവൽ രജിസ്ട്രേഷൻ മനസ്സിലായില്ല.
ഞാൻ പറയാം ഡുവൽ രജിസ്ട്രേഷൻ മനസ്സിലായില്ല. അതെ, വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഭാഗം അത് തന്നെയാണ്. ഇപ്പൊ ഡുവൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡുവൽ രജിസ്ട്രേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇനി ഓരോ രാജ്യങ്ങളും ഒരുപക്ഷെ അത് വ്യത്യാസപ്പെട്ടിരിക്കാം. ഇന്ത്യയിൽ ഡുവൽ രജിസ്ട്രേഷൻ സിസ്റ്റം അത് വന്നിട്ടുള്ളത് നമ്മൾ താഴെ പറയുന്ന ഈ രീതിയിലാണ്. പ്രധാനമായിട്ടും 2 കോമ്പണൻസ് ആണ് അതിലുള്ളത്. ഒന്ന്, ലോക്കൽ രജിസ്റ്റേഴ്സ്. ലോക്കൽ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻറ്റൈൻഡ് ബൈ ലോക്കൽ അതോറിറ്റീസ് such as village or municipal officers. These registers record vital events as they occur. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് അല്ലെങ്കിൽ കോർപ്പറേഷനുകൾ ഇവിടങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ ജനനം അല്ലെങ്കിൽ മരണനിരക്കുകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ അതോറിറ്റികൾ അവിടെ രജിസ്റ്റർ ചെയ്യുന്നു. അതിന്റെ രജിസ്ട്രേഷൻ നമ്മൾ ഒരുപക്ഷെ നേരിട്ട് പോയി നടത്തും. നമ്മൾ നടത്തില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വന്ന് ചോദിച്ച് ആ രജിസ്ട്രേഷൻ അവർ നടത്തുന്നു. അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. രണ്ടാമത്തേത് ഹയർ ലെവൽ രജിസ്റ്റേഴ്സ്. ഇതാണ് ഡുവൽ രജിസ്റ്റർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തേത് മാനേജർ ബൈ ഡിസ്ട്രിക്ട് ഓർ സ്റ്റേറ്റ് അതോറിറ്റീസ്. ഒന്നുകിൽ നമ്മുടെ ജില്ലാ അതോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന തലത്തിൽ. ദീസ് രജിസ്റ്റേഴ്സ് റിസീവ് പീരിയോഡിക് അപ്ഡേറ്റ്സ് ഫ്രം ലോക്കൽ രജിസ്റ്റേഴ്സ് ആൻഡ് സെർവ് ആസ് എ ബാക്കപ്പ് ആൻഡ് വെരിഫിക്കേഷൻ മെക്കാനിസം. പലപ്പോഴും ഇത് നമ്മൾ അറിയാറില്ലെങ്കിലും അത്തരത്തിലൊരു ലിസ്റ്റ് നമ്മുടെ ജില്ലാ തലത്തിൽ ഉണ്ടാവും എന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ സ്റ്റേറ്റ് തലത്തിൽ ഏതായാലും നമുക്കുണ്ട്. അത് എപ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെടുക? നമ്മളുടെ ഒരു പേര് മാറ്റം ചെയ്യണം നോക്കുക, അല്ലെ? പേരിൽ ചെറിയൊരു മാറ്റം ഉണ്ട്. അപ്പോൾ പേര് മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് വില്ലേജിലോ മുനിസിപ്പാലിറ്റിയിലോ പോയാൽ പോരാ. എന്ത് ചെയ്യണം? അത് പ്രത്യേകമായിട്ട് അതിന്റെ നിയമങ്ങളൊക്കെ അനുശാസിക്കുന്ന രീതിയിൽ നമ്മൾ ആ പേരുകൾ എന്ത് ചെയ്യും, അത് പേരിൽ ചേഞ്ച് ഉണ്ട് എന്നുള്ളത് നമ്മൾ പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്ത് അത് പിന്നീട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മുടെ സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആ ഒരു റെക്കോർഡിൽ അതിന് മാറ്റം വരുമ്പോൾ മാത്രമാണ് നമ്മുടെ പേര് ഒഫീഷ്യലി ആയിട്ട് മാറുന്നത്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഒന്ന്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. പക്ഷേ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് തന്നെ ഡിസ്ട്രിക്ട് തലത്തിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് തലത്തിൽ അത്തരത്തിൽ ഒരു രണ്ടാമത്തെ ഒരു രജിസ്റ്റർ കൂടി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഹലോ, സാറേ, പിന്നെ അതിലേ ഈ നെയിം ചേഞ്ച് എന്നുള്ളത് എനിക്ക് നമുക്ക് സാധാരണ ലോക്കൽ ബോഡിയിലാണല്ലോ ചെയ്യുന്നത് നെയിം ചേഞ്ച്. എങ്ങനെ? പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലാണ് ഇത് സാധാരണഗതിയിൽ നമ്മൾ പേര് തിരുത്താറുള്ളത്. ഈ ഗസറ്റഡ് അതൊരു നിശ്ചിത കാലത്തിനുള്ളിലല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു 1 ഇയർ ഒരു 2 ഇയർ. ഇപ്പൊ നമുക്ക് ഗവൺമെന്റ് പടുത്തു കൊടുത്ത ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ തലത്തിൽ അല്ല, SSLC ബുക്കിലാവുന്നത് വരെ ചെയ്യാം. ചെയ്യാം. ഞാൻ പറഞ്ഞത് അപ്പൊ അതിന് ഓരോ ലിമിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഡുവൽ രജിസ്റ്റർ സിസ്റ്റത്തില് ഓരോ 2 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ലോക്കൽ രജിസ്റ്ററും അതുപോലെ ഹയർ രജിസ്റ്ററും തമ്മിലുള്ള പരസ്പരമുള്ള ക്രോസ് ചെക്കിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനൊരു കുറച്ചുകൂടെ പോപ്പുലേഷൻ നമ്മളെ ജനങ്ങൾക്ക് എന്താ പറയുക സൗകര്യപ്പെടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് കൊണ്ടുവന്നേ ഉള്ളൂ. പക്ഷെ അതിന് മുമ്പത്തെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ SLC തരം വരേക്കുമുള്ള ആളുകൾക്ക് തിരുത്താവുന്ന ഒരു പ്രൊവിഷൻ ഗവൺമെന്റ് പിന്നീട് കൊണ്ടുവന്നതല്ലേ. അതിന് മുമ്പ് നമുക്കില്ലല്ലോ. അതേപോലെ തന്നെ SLC അല്ലെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 കഴിഞ്ഞതിന് ശേഷം നമുക്ക് പേര് തിരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വലിയ ഒരു കോംപ്ലക്സ് ആയ ഒരു ഇതിലൂടെ നമ്മൾ പോകണ്ടേ? വേണ്ടേ? യെസ്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഓരോരുത്തരും ജനിക്കുന്നതോട് കൂടെ നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ലോക്കൽ അതോറിറ്റി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിലും അത് പിന്നീട് എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്റ്റേറ്റ് തലത്തിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് തലത്തിലുള്ള അതോറിറ്റിയുമായിട്ട് അത് വേറെ വലിയൊരു രജിസ്റ്റർ ആയിട്ട് എന്താ പറയാ അതിലേക്ക് മാറ്റപ്പെടുന്നു. പിന്നീട് നമുക്ക് നമ്മുടെ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്കത് കൂടുതൽ ബോധ്യപ്പെടും. അപ്പൊ ഇന്ത്യയിൽ ഈ ഡുവൽ രജിസ്റ്റർ സിസ്റ്റം നിലവിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നല്ല മഴയും അതുപോലെ ഇലക്ട്രിസിറ്റി ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിവേ നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ലാപ്പിൽ കുറച്ചൊക്കെ കറണ്ട് ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓഫ് ചെയ്തത്. എനിവേ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ 2 രജിസ്റ്ററിലും എന്ത് ചെയ്യും, നമ്മുടെ ഡെത്ത് അതുപോലെ ബർത്ത് രജിസ്ട്രേഷൻ നടക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇത് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെഗുലർ ഓഡിറ്റുകൾ അതുപോലെ ക്രോസ് ചെക്കുകളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അത് പരസ്പരം അതിന്റെ അക്യുറൻസി അതുപോലെ റിലയബിലിറ്റി കറക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് ഒന്നുകൂടെ നമ്മുടെ പോപ്പുലേഷന്റെ ക്വാളിറ്റിയെയും അതുപോലെ അതിന്റെ ആ ഒരു എന്താ പറയാ റിഫൈൻഡ് ആയിട്ട് അതൊന്നുകൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ ഡുവൽ രജിസ്റ്റർ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇംപ്രൂവ്ഡ് ഡാറ്റ അക്യുറസി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ
ഒരു തലത്തിൽ നമ്മുടെ വില്ലേജുകളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, അതിനുശേഷം പിന്നീട് സ്റ്റേറ്റ് തലത്തിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് തലത്തിൽ കൂടെ രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് ആ ഒരു ക്രോസ് ചെക്ക് വരുന്നു, വെരിഫിക്കേഷൻ വരുന്നുണ്ട്, അത് കൃത്യമായിട്ട് അതിന്റെ ഒരു റെഗുലർ ഓഡിറ്റ് വരുന്നുണ്ട്, തുടങ്ങിയത് കൊണ്ട് തന്നെ അതിന് ഡാറ്റ ആക്യുറസി വരുന്നു. 2, എൻഹാൻസ്ഡ് കവറേജ്. ഓക്കെ, ഒന്നുകൂടെ പിന്നെ ലോക്കൽ രജിസ്ട്രേഷൻ എന്നുള്ളത് പലപ്പോഴും ചില സമയങ്ങളിലൊക്കെ അത് ഫെയിൽ ആവേക്കാം. അപ്പൊ അങ്ങനെ വരികയാണെങ്കിലും എന്ത് ചെയ്യുന്നു, ഹയർ ലെവലിലെ രജിസ്ട്രേഷൻ പലപ്പോഴും ഈ ഡാറ്റയെ മിസ് ചെയ്തേക്കാം. നേരെ മറിച്ചും വന്നേക്കാം. പലപ്പോഴും ലോക്കൽ തലത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടും, പക്ഷേ ഹയർ ലെവലിൽ ഒരു പക്ഷേ രജിസ്ട്രേഷൻ ഉണ്ടാവണമെന്നില്ല. മൂന്നാമത്തേത് റിലയബിൾ ആൻഡ് ഡെമോഗ്രാഫിക് അനാലിസിസ് അതിന് വലിയ രീതിയിൽ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഒരു മിനിറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്ത് ചെയ്യുന്നു, റിലയബിൾ ആയിട്ടുള്ള ഒരു അനാലിസിസ് നമ്മളെ സഹായിക്കുന്നു. കാരണം 2 രീതിയിലുള്ള വെരിഫിക്കേഷൻ ഓഡിറ്റ് കഴിഞ്ഞ് വരുന്ന ഒരു ഡാറ്റ നമുക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് അനാലിസിസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. മറ്റൊന്ന് ടൈംലി അപ്ഡേറ്റ്. ടൈംലി അപ്ഡേറ്റ് എന്നുള്ള ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു അല്ലെ. നമ്മൾ സെൻസസിലും അതുപോലെ സാമ്പിൾ സർവേയിലൊക്കെ ഒരുപക്ഷെ പിന്നെ നടത്തുന്ന രജിസ്ട്രേഷൻ എന്നുള്ളത് ഒരുപക്ഷെ 10 വർഷത്തെ ഗ്യാപ്പിലോ അല്ലെങ്കിൽ ആ സാമ്പിൾ സർവേ ഒക്കെ നടക്കുന്ന സമയത്ത് മാത്രമായിരിക്കും. പക്ഷെ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നു, ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ മരണപ്പെടുമ്പോൾ കൃത്യമായിട്ട് അത് ടൈംലി ആയിട്ട് അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്, അത് അപ്ഡേറ്റും ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് പബ്ലിക് അവയർനെസ്. ഈ ജനങ്ങളെ പേജ് നമ്പർ ഞാൻ വായിക്കുന്നത് നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ, പേജ് നമ്പർ 28 ആണ്. എൻഷുറിംഗ് പബ്ലിക് കോപ്പറേഷൻ ആൻഡ് അവയർനെസ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് രജിസ്റ്ററിംഗ് വൈറ്റൽ ഇവന്റ്സ് റിമെയിൻസ് എ ചാലഞ്ച് particularly in remote and rural areas. ഇതുപോലെ ഗ്രാമീണ തലങ്ങളിൽ അതുപോലെ ജനങ്ങൾ നഗരങ്ങളിൽ നിന്നൊക്കെ വളരെ വിദൂരമായിട്ട് താമസിക്കുന്ന പ്രദേശങ്ങളിലെ ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അവയർനെസ്, ഒരു ബോധം ആളുകൾക്ക് നൽകാനൊക്കെ വലിയ രീതിയിൽ അത് സഹായിക്കുന്നു എന്നുള്ളത്. ഇനി ഡുവൽ രജിസ്റ്റർ സിസ്റ്റം ആൻഡ് ഡുവൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം. ഇവിടെ നമ്മളിപ്പോ ഡുവൽ രജിസ്റ്റർ സിസ്റ്റം നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് അത് സർക്കാർ തലത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്, ആ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഡാറ്റ നമ്മുടെ പോപ്പുലേഷൻ അനാലിസിസിന് അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് അനാലിസിസിന് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഡുവൽ രജിസ്റ്റർ സിസ്റ്റം ഇംപ്രൂവ്സ് ഡാറ്റ അക്യുറസി by maintaining redundant records within the civil registration process. അത് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു. Dual reporting system improves data accuracy through a combination of civil registration and independent surveys, allowing for statistical reconciliation of the data. Dual reporting system എന്ന് പറയുമ്പോൾ ഇതിലിപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം എന്നുള്ളതിലൂടെ നമ്മൾ നേരിട്ട് ചെന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ അതോറിറ്റികൾ നമ്മുടെ വീടുകളിൽ വന്ന് അവർ നമ്മളെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നു എന്നതാണ്. രണ്ടാമത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇൻഡിപെൻഡന്റ് സർവേകളിലൂടെ. ഇൻഡിപെൻഡന്റ് സർവേ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേകമായ ഏജൻസികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് രൂപപ്പെടുത്തുന്ന പ്രൈവറ്റ് എന്റർപ്രൈസുകൾ, അതേപോലെ പിന്നെ ചിലപ്പോൾ ചില വ്യക്തികൾ നടത്തുന്ന ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്ത് ചെയ്യുന്നു സർവേകളിലൂടെ ഇത്തരത്തിലൊക്കെയുള്ള സർവേകളിലൂടെ കളക്ട് ചെയ്യുന്ന ഡാറ്റ. അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ടും ഒരാൾ മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ വില്ലേജിൽ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഇപ്പോൾ ഒരു പ്രദേശത്തുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഏതെങ്കിലും ഒരു സംവിധാനത്തിന് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി ഏൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ വന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ അത് രണ്ടാമത്തെ ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റം. ഇതാണ് ഡുവൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 2 പ്രത്യേകമായിട്ടുള്ള ഇറ്റ് ഇൻവോൾവ്സ് 2 കളക്ടിംഗ് മെത്തേഡ്സ് അവിടെ പ്രധാനമായിട്ട് വരുന്നു. ഓക്കെ, ഓരോന്നും സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ളത്. ഒന്ന് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന തലത്തിൽ നടക്കുന്നതാണെങ്കിൽ മറ്റൊന്ന് വളരെയധികം പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ദ മെത്തേഡ്സ് ഇൻക്ലൂഡ് ഒന്ന് എ കണ്ടിന്യൂസ് വൈറ്റൽ ഇവന്റ് റെക്കോർഡിംഗ് പ്രോസസ് വിച്ച് മേ ബി അതർ ദാൻ ദ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം ആൻഡ് എ പീരിയോഡിക് ഹൗസ് ഹോൾഡ് സാമ്പിൾ സർവേ കണ്ടക്ടഡ് ഇൻ ദ സെയിം ജിയോഗ്രഫിക്കൽ ഏരിയ. അപ്പോ ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ റൂട്ടീനായി നടക്കുന്ന സിവിൽ രജിസ്ട്രേഷൻ പ്രോസസ്സിലൂടെ നടക്കുന്ന പ്രക്രിയ. രണ്ടാമത്തേത് അതല്ലാതെ സ്വതന്ത്രമായോ അല്ലെങ്കിൽ പ്രൈവറ്റ് വ്യക്തികളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ നടത്തുന്ന പിന്നെ ഡാറ്റ കളക്ഷൻ. ഓക്കെ, അപ്പോ ഇവിടെയും ഈ നമ്മളിപ്പോ ഈ ഡുവൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞല്ലോ, ഇതിലും തന്നെ നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ 2 പ്രൊസീജിയറിലും സ്വാഭാവികമായിട്ടും എന്ത് കളക്ട് ചെയ്യപ്പെടുന്ന ഡാറ്റ ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാനും അതുപോലെ അതിനെ പരസ്പരം ഓഡിറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി 4 മേജർ സോഴ്സസ് ഇൻ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യയിൽ നമ്മൾ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്ന
പ്രധാനപ്പെട്ട 4 സോഴ്സുകൾ. ഒന്ന് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം അഥവാ SRS എന്ന് പറയുന്നത്. 2 സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം. 3 ഇൻഡയറക്ട് എസ്റ്റിമേറ്റ്സ് ഫ്രം ദ ഡെസെന്റിയൽ സെൻസസ്, നമ്മൾ 10 വർഷം കൂടുമ്പോൾ നടത്തുന്ന സെൻസസ്. 4 ഇൻഡയറക്ട് എസ്റ്റിമേറ്റ്സ് ഫ്രം ദ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവീസ്, നമ്മുടെ രാജ്യത്തിന്റെ എന്താ പറയുക മിനിസ്ട്രി ഓഫ് ഫാമിലി അഫയേഴ്സ് അവർ നടത്തുന്ന ചില പ്രത്യേക സർവേകൾ. ആ സർവേകളിൽ നിന്നും അനുമാനിക്കപ്പെടുന്ന എസ്റ്റിമേറ്റുകൾ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ 10 വർഷം കൂടുമ്പോഴാണ് നമ്മുടെ സെൻസസ് നടക്കുന്നത്. അപ്പോ ഒരു സെൻസസ് കഴിഞ്ഞാൽ വീണ്ടും അവിടെ 7 or 8 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു എസ്റ്റിമേറ്റ് ആണ് നടത്താറുള്ളത്. എന്ത് ഒരു എസ്റ്റിമേറ്റ് ആണ് നടത്താറുള്ളത്. ഓക്കെ, ഇനി SRS ഈസ് ദ മോസ്റ്റ് സിസ്റ്റമാറ്റിക് സോഴ്സ് ഓഫ് ഡെമോഗ്രാഫിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് SRS എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൗണ്ട് തലത്തിൽ തന്നെ ഡുവൽ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ബർത്തും അതുപോലെ ഡെത്ത് റെക്കോർഡിങ്ങിന്റെയും ഒരു രീതിയാണ്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മാത്രം റെക്കോർഡ് ചെയ്യുന്ന ഒരു രീതിയാണ് SRS എന്ന് പറയുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന മെത്തേഡ്, ദ മെത്തഡോളജി ഓഫ് ഡുവൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ് അസോസിയേറ്റഡ് വിത്ത് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം. SRSന് വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഡുവൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം ആണ്. ഡുവൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. ഓരോ SRSന്റെ സോഴ്സ് നമ്മൾ പറഞ്ഞ SRSൽ പ്രൊവൈഡ്സ് ആനുവൽ എസ്റ്റിമേറ്റ് ഓഫ് പോപ്പുലേഷൻ കോമ്പോസിഷൻ എന്ന് പറഞ്ഞ ആ പ്രദേശങ്ങളിലുള്ള പോപ്പുലേഷന്റെ ഏതൊക്കെ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, മറ്റുള്ള തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി അതാണ് പോപ്പുലേഷൻ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ദ പോപ്പുലേഷൻ ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, മറ്റൊന്ന് ഫെർട്ടിലിറ്റി റേറ്റ് പറയുന്നു, മോർട്ടാലിറ്റി റേറ്റ് പറയുന്നു, ജനന നിരക്ക്, മറ്റൊന്ന് മരണനിരക്ക്, മറ്റൊന്ന് മെഡിക്കൽ അറ്റൻഷൻ അറ്റ് ദ ടൈം ഓഫ് ദ ബർത്ത് ആൻഡ് ഡെത്ത്. അപ്പോൾ പലപ്പോഴും അവിടുന്ന് ലഭിക്കുന്ന മെഡിക്കൽ കെയർ, ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ വന്ന് ഇത്തരത്തിലെ കണക്കെടുപ്പുകൾ നടത്തുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ട് ചോദിക്കാറുണ്ട്, പ്രസവം എവിടെയായിരുന്നു നടന്നിരുന്നത്, വീടുകളിലാണോ ഹോസ്പിറ്റലുകളിലാണോ? ഹോസ്പിറ്റലിലാണെങ്കിൽ തന്നെ അവർ ചോദിക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലാണോ അതോ പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ, ഇസ്ന്റ് ഇറ്റ്? അങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് SRSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആവറേജ് ടൈം ടു പബ്ലിക്കേഷൻ ഓഫ് SRS ആനുവൽ റിപ്പോർട്ട് ഈസ് അബൌട്ട് 2 years. ഓരോ 2 വർഷം കൂടുമ്പോഴാണ് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഡാറ്റകൾ പബ്ലിഷ് ചെയ്യാനുള്ളത്. അപ്പൊ അതിൽ വരുന്ന കറക്ഷൻസ് ഒക്കെ നമുക്ക് തിരുത്താനും അതുപോലെ ചെയ്യാനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോ നമ്മുടെ ഗവൺമെന്റുകളൊക്കെ കുറച്ചുകൂടെ ഒക്കെ ലിബറൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ലിബറൽ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ആളുകളുടെ ആവശ്യാർത്ഥം എന്ത് ചെയ്യുന്നു, ജനങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പവർ അല്ലെങ്കിൽ അതോറിറ്റിയെ ഡീസെൻട്രലൈസ് ചെയ്യുക എന്നാൽ എല്ലാ കാര്യവും ചെയ്യാൻ വേണ്ടി നമ്മൾ തിരുവനന്തപുരം പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് തലത്തിലേക്ക് പോവാം, അതിൽ റീജിയണൽ തലത്തിൽ പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വില്ലേജ് തലത്തിൽ പോവാം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും ഗവൺമെന്റുകൾ അതിനെ ഡീസെൻട്രലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി SRS എസ്റ്റിമേറ്റുകൾ സാധാരണഗതിയിൽ വരാറുള്ളത് വലിയ രീതിയിലുള്ള രാജ്യങ്ങൾ, അതുപോലെ ബിഗർ സ്റ്റേറ്റുകൾ, 10 മില്യൺ ആളുകൾക്ക് അപ്പുറം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റുകളിലാണ് ഇത്തരത്തിൽ SRSന്റെ എസ്റ്റിമേറ്റുകൾ വരാറുള്ളത്. ഇപ്പൊ ഇന്ത്യ, പാകിസ്ഥാൻ, തുർക്കി, ലൈബീരിയ, കൊളംബിയ, തായ്ലാന്റ്, മൊറോക്കോ, ഫിലിപ്പൈൻസ്, കെനിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഇത് വളരെ സക്സസ്ഫുള്ളി ആയിട്ട് നടപ്പിലാക്കിയിട്ടുള്ള രാജ്യം കൂടിയാണ്. ഓക്കെ, ഇനി ഡുവൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം. Dual reporting system works by recording each birth and death through 2 separate methods. നമ്മൾ നേരത്തെ പറഞ്ഞു ഡുവൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം, അത് പ്രധാനമായിട്ടും അതിന്റെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് കുറച്ചുകൂടി പറയുന്നത്. ഒന്ന് സിവിൽ രജിസ്ട്രേഷനും രണ്ടാമത്തെ സാമ്പിൾ സർവീസ്. സാമ്പിൾ സർവീസ് എന്നുള്ള രീതിയല്ല നമ്മളവിടെ പറഞ്ഞത്, മറിച്ച് ഇൻഡിപെൻഡന്റ് സർവീസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സാമ്പിൾ സർവീസ് ഒരു പക്ഷേ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നതായിരിക്കാം. അതല്ലെങ്കിലോ ഈ പ്രൈവറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും റിസർച്ചേഴ്സോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് റിസർച്ച് ഏജൻസീസും ഒക്കെ നടത്തുന്നതൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നതാണ് ഡുവൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇൻ ഇന്ത്യ ദ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം SRS വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1963 to 64. ആ ഒരു കാലയളവിലാണ് ഇന്ത്യയിൽ അത് SRS സംവിധാനം നിലവിൽ വരുന്നത്. അതിന് ഉപയോഗിച്ച മെത്തേഡ് എന്ന് പറയുന്നത് യൂസിംഗ് ദ ഡുവൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം ടു പ്രൊവൈഡ് റിലയബിൾ എസ്റ്റിമേറ്റ്സ് ഓഫ് വൈറ്റൽ റൈറ്റ്സ് സച്ച് ആസ് ബർത്ത് ആൻഡ് ഡെത്ത് റൈറ്റ്സ് ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഫോർ ദ കൺട്രി ആൻഡ് ഇറ്റ്സ് സ്റ്റേറ്റ്സ്. ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞ പോലെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം നമ്മുടെ നിലവിലുണ്ട്. അതിനുപയോഗിക്കുന്ന മെത്തേഡുകൾ ഡുവൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നതാണ്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ദ ഡുവൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ കൺട്രീസ് വേർ ദ റെക്കോർഡിംഗ് ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്സ് വൈറ്റൽ ഇവന്റ്സ് ഈസ് ഇൻഅഡിക്വേറ്റ് ഓർ ആബ്സെന്റ്. ചിലപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ആളുകൾ ജനന മരണ നിരക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല.
ഇത്തരം സന്ദർഭങ്ങളിലാണ് ഈ ഡുവൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാടുകളിലൊക്കെ ആളുകൾ എന്ത് ചെയ്യും, പലപ്പോഴും മരണനിരക്കുകൾ അല്ലെങ്കിൽ ഇപ്പൊ പെൻഷനൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പെൻഷൻ കിട്ടുന്നതിന് വേണ്ടി മാത്രം ആളുകൾ എന്ത് ചെയ്യും, മരണത്തിന്റെ വിവരം ആളുകൾ ഒരു റിപ്പോർട്ട് ചെയ്യൂല, എന്നിട്ട് മാസങ്ങളോളം എന്ത് ചെയ്യും, അവർ ഈ പെൻഷൻ വാങ്ങിക്കും. വേറെ ആരെങ്കിലും ഒക്കെ കംപ്ലൈന്റ് കൊടുക്കുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക, പിന്നെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും അതുപോലെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കുന്നതൊക്കെ. അപ്പൊ അതൊന്നും അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് മാത്രം. പല സമയങ്ങളിലും ആളുകൾക്ക് അതേക്കുറിച്ചുള്ള അവയർനെസ്, വിവരമില്ല. അപ്പൊ എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു വിവരത്തിനെ കുറിച്ചുള്ള അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഡെത്ത് അല്ലെങ്കിൽ ബർത്ത് റേറ്റുകൾ എന്ത് ചെയ്യുന്നില്ല, റിപ്പോർട്ട് ചെയ്യപ്പെടില്ല. അപ്പോൾ ഈ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും, ഗവൺമെന്റ് മെക്കാനിസത്തിൽ നിന്ന് മാറി പ്രൈവറ്റ് മെക്കാനിസം, ഇപ്പൊ സാമ്പിൾ സർവേസോ അല്ലെങ്കിൽ ഏജൻസികളെ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ റിസർച്ചേഴ്സിനൊക്കെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഡാറ്റകൾ കളക്ട് ചെയ്യും. മറ്റൊന്ന്, സിംഗിൾ വിസിറ്റ് ഓർ മൾട്ടിപ്പിൾ വിസിറ്റ് ടു ഹൗസ് ഹോൾഡ്സ് ആർ എൻഷുർഡ് ഇൻ ബോത്ത് ഡാറ്റ കളക്ഷൻ. ഈ രണ്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡുകളിലും ഇങ്ങനെ വീടുകളിലേക്ക് ഒരു വട്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ തവണ വിസിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. 3, എ തേർഡ് ഇൻഡിപെൻഡന്റ് ചെക്ക് ഈസ് ഗിവൺ ഓൺ ദ ഇവന്റ്സ് ടു എൻഷുർ വാലിഡിറ്റി. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഓരോ 2 വർഷം കൂടുമ്പോൾ ഇത് പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇത് റെഗുലർ ഓഡിറ്റ് നടക്കും, ഇതിന്റെ ക്രോസ് ചെക്ക് നടക്കും. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതില് സോഴ്സ് ഓഫ് പോപ്പുലേഷൻ ഡാറ്റ എന്നുള്ളതിൽ നമ്മൾ 2, 3, 4 മെത്തേഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഓരോന്നിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞു, അതിന്റെ ഡിഫറൻസുകൾ നമ്മൾ വ്യക്തമാക്കി. ഓക്കെ, ഇനി ചെറിയൊരു ബ്രേക്കാണ്. അപ്പോ നിങ്ങളിത് ഈ ലിങ്കിൽ നിന്ന് നിങ്ങൾ ഡിസ്കണക്ട് ആവണമെന്ന് ഞാൻ പറഞ്ഞില്ല. ജസ്റ്റ് ഇപ്പൊ 8:15, ഒരു 8:25, 8:20, ഇവിടെ നല്ല മഴയും കാറ്റും ഒക്കെ കൂടെയാണ്. അപ്പൊ അന്തരീക്ഷം കുറച്ച് ടർബുലന്റ് ആണ്. അപ്പോ ജസ്റ്റ് വെയിറ്റ് ഫോർ 5 minutes ആൻഡ് നിങ്ങൾ ഒരു 5 മിനിറ്റ് ഒന്നും ഡിസ്കണക്ട് ആവണമെന്നില്ല. ഞാൻ 5 മിനിറ്റ് 8:20 ആവുന്ന 8:20 ആകുമ്പോഴേക്കും ഞാൻ തിരിച്ചു വരും. ഓക്കെ, താങ്ക് യു. ഹലോ, കുട്ടികളെല്ലാരും പോയാ? പോയിട്ടില്ല നസീമ, ഇവിടെ ഉണ്ടല്ലോ. മാഷ് പോയി. മാഷ് വരും, 8:20 വരും. എന്തൊക്കെയാ വിശേഷങ്ങള്? ആകെ 4 ആളാ ഉള്ളത്. ക്ലാസ് മനസ്സിലാവുന്നുണ്ടല്ലേ, പക്ഷെ ഞാൻ ബുക്ക് വാങ്ങിയിട്ടില്ല. എൽഡെസ്കിൽ ഓപ്പൺ ചെയ്യേ. എൽഡെസ്ക് ആപ്പില്ലേ, അതിൽ ഓപ്പൺ ചെയ്തിട്ട് നോക്കി. ഞാനിപ്പോൾ ട്രെയിനിലാണ്.
ബാക്കിയുള്ളവരൊക്കെ എവിടെയുള്ള? ഓമന എവിടെയുള്ള ആളാ? ഞാൻ കോട്ടയം ഏത് കോളേജിലാ? നാട്ടകത്ത് നാട്ടകം ഏത്? നാട്ടകം. മാത്തളം. ഞാൻ ഫാറൂഖ് കോളേജ്, കാലിക്കറ്റ്. നമുക്ക് ജൂണിൽ എക്സാം കാണുകയാണ്. ഒന്ന് അറിയുമോ? അറിയില്ല, സാധ്യത ഉണ്ട്. ടെസ്റ്റ് എല്ലാം കിട്ടിയോ? തേർഡ് സെമസ്റ്റർ റിസൾട്ട് വന്നില്ലല്ലോ. ഇല്ല. ടെക്സ്റ്റ് കിട്ടി, ഇനി ഒരു ടെസ്റ്റ് കൂടിയേ കിട്ടാനുള്ളൂ. അതെ അതെ, ഞങ്ങൾക്ക് അതെ. എക്കണോമിക്സ്. യെസ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞതോ? കഴിഞ്ഞത് കുഴപ്പമില്ല. നമ്മളെ പഠനമൊക്കെ ഒരാഴ്ച കൊണ്ടുള്ള പഠനമാണ്. എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഹലോ ഹലോ, കേൾക്കാമോ? എല്ലാരും ഹലോ. അങ്ങനെയൊക്കെ തന്നെ. ഹലോ, ഓഡിബിൾ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് ക്ലാസ് തുടരാം. രണ്ടാമത്തെ യൂണിറ്റ് ആണ്. ഈ ബ്ലോക്കിൽ നമുക്ക് 2 യൂണിറ്റുകളേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെയും പേര് സോഴ്സ് ഓഫ് പോപ്പുലേഷൻ ഡാറ്റ എന്ന് തന്നെയാണ്. പ്രധാനമായിട്ടും ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോപ്പുലേഷൻ രജിസ്റ്റേഴ്സ്, ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ്, ഓക്കെ, അതുപോലെ നാഷണൽ ആർക്കൈവ്സ് ആൻഡ് നാഷണൽ പബ്ലിക്കേഷൻസ് തുടങ്ങിയിട്ടുള്ള 2-3 സോഴ്സുകളെ പറ്റിയാണ്. ഓക്കെ, അപ്പൊ അതില് പോപ്പുലേഷൻ രജിസ്റ്റേഴ്സ് അതാണ് ഒന്നാമത്. പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഓൾസോ നോൺ ആസ് ഹൗസ് ഹോൾഡ് രജിസ്റ്റേഴ്സ് എന്നുള്ള പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഒരു സ്കൂളിലാണെങ്കിൽ, ഒരു ക്ലാസ്സിലാണെങ്കിൽ ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും ചേർത്തുകൊണ്ടുള്ള ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ നമുക്കുണ്ടായിരിക്കും, അല്ലെ? എന്ന പോലെ ഓരോ രാജ്യങ്ങളിലും ആ രാജ്യത്തുള്ള പൗരന്മാരെ ചേർത്തുകൊണ്ടുള്ള ഒരു പോപ്പുലേഷൻ രജിസ്റ്റർ ഉണ്ടാവും. ഓക്കെ, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, NPR എന്ന് പറയും. അപ്പോൾ ഈ NPR-നെയാണ്, അല്ലെ അതിനെയാണ് നമ്മൾ ഈ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു പോപ്പുലേഷൻ ഡാറ്റ അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ഡാറ്റ, നമ്മൾ ജനസംഖ്യയെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു സോഴ്സ് ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻസസിനൊക്കെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതി പറഞ്ഞല്ലോ. അതേപോലെ നമ്മൾ ആധാർ, ഒരേ സമയത്ത് ഒരു ആധാറും അതുപോലെ NPR നമ്മുടെ നാടുകളിലൊക്കെ രജിസ്റ്റർ ചെയ്ത് പോയിരുന്നല്ലോ. അപ്പൊ അതേപോലെ ഓരോ വീടുകളിലുള്ള ഓരോ വ്യക്തികളും എന്തെങ്കിലും മാനുവലി ആയി അല്ലെങ്കിൽ അതോറിറ്റികൾ നമ്മളെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണുള്ളത്. ഇനി these registers are records that track households and individuals in a community over time. ഒരു പ്രദേശത്തെ ഒരു വിഭാഗം ആളുകള്, അപ്പോൾ ഓരോ പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തികൾ, അവിടുത്തെ വീടുകൾ, അതിനെ കൃത്യമായിട്ട് എത്ര വീടുകളുണ്ട് അല്ലെങ്കിൽ എത്ര ആളുകൾ താമസിക്കുന്നുണ്ട്, അതിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതാണ് ഏത് പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഓരോരുത്തരുടെയും പിന്നെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഡാറ്റ അല്ലെങ്കിൽ ഈ രജിസ്റ്റർ എന്നുള്ളത് ഗവൺമെന്റിനെ എല്ലാ രീതിയിലും, അത് സോഷ്യലി, എക്കണോമിക്, അതുപോലെ മറ്റുള്ള എല്ലാ രീതിയിലും ഗവൺമെന്റിന്റെ പ്ലാനിങ്ങിനും ഡെവലപ്മെന്റിനൊക്കെ വലിയ രീതിയിൽ അത് സഹായിക്കുന്നു. പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ, അതുപോലെ മൂവ്മെന്റുകൾ, അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ഗവൺമെന്റുകൾ വലിയ രീതിയിൽ സഹായിക്കുന്നു. ഗവൺമെന്റ് എന്ന് പറയുന്നില്ല, അതോറിറ്റി അല്ലെങ്കിൽ ആ പ്രദേശത്ത് ജീവിക്കുന്ന ഏത് രീതിയിലുള്ള അതോറിറ്റിയാണോ അവരെ വലിയ രീതിയിൽ ഇതിൽ സഹായിക്കുന്നത്. ഇനി വൈ ആർ ദീസ് രജിസ്റ്റേഴ്സ് ഇമ്പോർട്ടന്റ്? അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ അല്ലെങ്കിൽ ഈ പോപ്പുലേഷൻ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറയാൻ കാരണം എന്തുവാ? അതിൽ ഓരോ വ്യക്തികളെ കുറിച്ചുകൊണ്ടുള്ള വിവരം എന്നുള്ളത് മാത്രമല്ല, മറിച്ച് നമ്മുടെ ഒരു രാജ്യത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് താമസിക്കുമ്പോൾ അവിടെയുള്ള മുഴുവൻ ജനങ്ങളെ കുറിച്ചുകൊണ്ടുള്ള, അവരുടെ ജനസംഖ്യയെ കുറിച്ചുള്ള എല്ലാ ഡാറ്റയും അതിലുണ്ടായിരിക്കും എന്നതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻസസിലും വൈറ്റൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിലൊക്കെ ഉള്ള പോലെ തന്നെ ഈ ഒരു പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളൊരു വീട്ടിൽ ഇപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പൊ എൻ്റെ ഒരു പേര് ആണെങ്കിൽ, എൻ്റെ ഒരു പേരാണെങ്കിൽ ഞാൻ എൻ്റെ എന്താ പറയുക സർനെയിം, എൻ്റെ മാതാവിന്റെ പേര്, പിതാവിന്റെ പേര്, അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ, ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്, ആ സമയത്ത് എന്യൂമറേറ്റ് ചെയ്ത സമയത്ത് എൻ്റെ ജോലി എന്താണ്, ആ ജോലി, അങ്ങനെ പിന്നെ എൻ്റെ ഫാമിലി, ഓക്കെ, അതുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റുള്ള വിവരങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ പോപ്പുലേഷൻ രജിസ്റ്റർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പോപ്പുലേഷൻ രജിസ്റ്ററിനെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മൈഗ്രേഷൻ പാറ്റേൺസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഹൗസ് ഹോൾഡ് സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ മൈഗ്രേഷൻ പാറ്റേൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ 1970 മുതൽക്ക് ഗൾഫിലേക്കൊക്കെ ഉണ്ടായിരുന്ന മൈഗ്രേഷൻ എന്നുള്ളത് ഇന്ന് ഇപ്പൊ ഈ ഒരു കറണ്ട് ടൈമിൽ മൈഗ്രേഷന്റെ പാറ്റേൺ അത് ഗൾഫിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാറി യൂറോപ്പിൽ അതുപോലെ അമേരിക്കൻ കൺട്രീസുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ മൈഗ്രേഷൻ പാറ്റേണിൽ വരുന്ന ചേഞ്ച് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ചേഞ്ചുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഓക്കെ. മറ്റൊന്ന് സ്വീഡനെ പറ്റിയാണ് പറയുന്നത്. സ്വീഡൻ ഈ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആദ്യമായിട്ട് സ്വീകരിച്ച അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്ത ഒരു രാജ്യമാണ് സ്വീഡൻ എന്ന് പറയുന്നത്. ഏകദേശം 17-ാം നൂറ്റാണ്ടിലാണ് സ്വീഡൻ എന്ത് ചെയ്യുന്നത്, ഇത് അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് ഫിൻലാൻഡ്, ബെൽജിയം, ഇസ്രായേൽ, തായ്വാൻ, സൗത്ത് കൊറിയ തുടങ്ങിയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ റെക്കോർഡുകൾ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കൊക്കെ അറിയുന്ന പോലത്തെ നമ്മുടെ ആധാറിന്റെയും അതുപോലെ NPR-ന്റെ ഒക്കെ ഡിബേറ്റ് വന്ന സമയത്ത് ഈ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്നുള്ളത് ഒരു പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അത്തരത്തിൽ അതിൽ സൂക്ഷിക്കുന്ന ഡാറ്റ അത് നമ്മുടെ എന്ത് ചെയ്യുന്നു, പിന്നെ പ്രൈവസിയെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ള വലിയൊരു ഡിബേറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. ഡിബേറ്റ് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സെൻസസ് നടത്തുമ്പോൾ ആ സെൻസസിൽ നമ്മുടെ ഓരോരുത്തരുടെ പേര് എന്നുള്ളതിൽ ഒരു വീട്ടിൽ എത്ര മെമ്പർ, അതിലെ ഓരോ മെമ്പേഴ്സ് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്, അവരുടെ പിന്നെ ആരൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് എന്ത് ചെയ്യുക അതിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത്. പക്ഷെ ഈ NPR വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ക്ലാസ് റൂമിലുള്ള വിദ്യാർത്ഥികളെ പോലെ ഒരു സെക്കൻഡ് അപ്പോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു പ്രൈവസിയെ കുറിച്ചുകൊണ്ടുള്ള വലിയൊരു ഡിബേറ്റ് അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ക്ലാസ്സിലെ രജിസ്റ്റർ ക്ലാസ് ഒരു സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലേക്കുള്ള ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ വെക്കുമ്പോൾ അതിൽ നമ്മുടെ പേരുണ്ടായിരിക്കും, നമ്മുടെ ഡീറ്റെയിൽസ് എന്ന പോലെ ഒരു NPR വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ആ ഗവൺമെന്റ് ആരൊക്കെയാണോ ടാർഗറ്റ് ചെയ്യേണ്ടത് അവരുടെ പേരുകൾ കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ നിന്ന് പിന്നെ അവർക്ക് സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അവരെ രാഷ്ട്രീയപരമായ എതിരാളികള് അല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും അഫിലിയേഷൻ വെച്ച് പുലർത്തുന്ന ആൾക്കാർക്ക് ഒരേ സമയത്ത് അവർക്ക് പ്രിവിലേജുകൾ കൊടുക്കാനും അവരുടെ എതിരാളികളെ ഒതുക്കാനും അവർക്ക് ആ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൺസേൺസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങനെ ഒരു രജിസ്റ്റർ ഉണ്ടാക്കുന്നതിൽ നിന്ന് പിറകോട്ട് നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ വളരെ ചെറിയ രാജ്യങ്ങളാണ്, വളരെ ചെറിയ പോപ്പുലേഷൻ ഉള്ള രാജ്യങ്ങളാണ്. ഇന്ത്യയെ പോലെയൊന്നും വളരെ ഡൈവേഴ്സിഫൈഡ് ആയുള്ള രാജ്യമല്ല. ഏതെങ്കിലും ഒരേ മതക്കാർ ജീവിക്കുന്ന സ്ഥലം, ഏതെങ്കിലും ഒരേ മതത്തിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള സെക്റ്റുകൾ അല്ലെങ്കിൽ ഒരു വിഭാഗം മാത്രം ജീവിക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇന്ത്യക്കും ഇതുപോലെ ഒരു നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഉണ്ട്. അതിൽ എല്ലാ രീതിയിലുള്ള ലോക്കൽ, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷണൽ ലെവലിലൊക്കെ ഉള്ള നമ്മുടെ റെസിഡൻസിന് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അപൂർണമാണ്. ഏകദേശം 10-20 വർഷങ്ങൾക്ക് മുമ്പാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അത് റിന്യൂ ചെയ്യാനുള്ള, അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ഗവൺമെന്റ് പലപ്പോഴും നടത്തിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും ആളുകൾ എന്തിട്ടില്ല അതിന്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇന്ത്യയിൽ ആളുകൾ അതിനെ തുടർന്നുണ്ടാകാവുന്ന ഒരു ത്രെറ്റ് ആലോചിച്ചുകൊണ്ട് തന്നെ ആളുകൾ അതിനെ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചൈനക്കും തന്നെ ഇതുപോലെ ഒരു വളരെ ലോങ് ഒരു പോപ്പുലേഷൻ രജിസ്റ്റർ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് അവർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടി നൂറ്റാണ്ടുകളോളമായി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 18-ാം നൂറ്റാണ്ടിലാണ് അവരത് ഉപയോഗിക്കുന്നത്. 18-ാം നൂറ്റാണ്ടുകളിൽ മുതൽക്ക് തന്നെ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ ഈ പോപ്പുലേഷൻ രജിസ്റ്റർ എന്നുള്ളത് വന്നു. അവിടുത്തെ ജനങ്ങളുടെ സഹായത്തിന് അല്ലെങ്കിൽ ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്നുള്ള പേര് തന്നെയാണ് വന്നത്. ഏകദേശം ജപ്പാനും 17-ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തു, ആ രാജ്യത്തുണ്ടായിരുന്ന ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ച, ജപ്പാൻ നമുക്കറിയാലോ ഒരു ബുദ്ധിസ്റ്റ് രാജ്യം, അപ്പോൾ ഒരു ബുദ്ധമതത്തിന് വലിയ പ്രാധാന്യമുള്ള രാജ്യം അല്ലെങ്കിൽ ബുദ്ധമത വിശ്വാസികളുടെ രാജ്യം. അപ്പൊ അവിടെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സ്പ്രെഡ്, ഒരു വലിയ വ്യാപനം, അത് തടയുന്നതിന് വേണ്ടി ഈ പോപ്പുലേഷൻ രജിസ്റ്റർ ജപ്പാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുപോലത്തെ ആ രീതിയിലുള്ള പല എന്താ പറയാ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഈ പോപ്പുലേഷൻ രജിസ്റ്ററിനെ ഉപയോഗപ്പെടുത്താമെന്നത് കൊണ്ടാണ്
ഇന്ത്യയെ പോലെ വളരെ മൾട്ടി ഫെസിറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഈ പോപ്പുലേഷൻ രജിസ്റ്റർ വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതിനെ ഈ പൊളിറ്റിക്കൽ പാർട്ടീസും അതുപോലെ ഇന്ത്യയിലെ ജനങ്ങളും കൺസെൻസ് ഉയർത്തുന്നത്. ഓക്കെ, പലപ്പോഴും ഇതിനൊക്കെ പുറത്ത് ഈ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഇതിനൊക്കെ പുറത്ത് പല റിലീജിയസ് ലീഡേഴ്സും എന്ത് ചെയ്യുന്നറിയോ, ഇപ്പോ അതാത് പിന്നെ മതത്തിലുള്ള ആളുകളുടെ ഒരു പോപ്പുലേഷൻ രജിസ്റ്റർ അവർ സൂക്ഷിക്കാറുണ്ട്. ഇപ്പൊ ചർച്ചുകളിലൊക്കെ അങ്ങനെ സൂക്ഷിക്കുന്നത് കാണാൻ പറ്റും. അവരുടെ ഇടവകയിലുള്ള ആളുകളുടെ പേരുകൾ മുഴുവൻ, പള്ളികളിലൊക്കെ മുസ്ലിം പള്ളികളിലൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. അവരുടെ ഏരിയയിലുള്ള ആളുകളുടെ പോപ്പുലേഷൻ രജിസ്റ്റർ അല്ലെങ്കിൽ അംഗങ്ങളുടെ പിന്നെ വീടുകളൊക്കെ അവർ അല്ലെങ്കിൽ അതിലെ ആളുകളൊക്കെ അവരെന്ത് ചെയ്യും, കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് പോപ്പുലേഷൻ രജിസ്റ്റർ? അതിന്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് നോക്കാം. പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ റെക്കോർഡ്സ് ദാറ്റ് ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് അബൌട്ട് ദ റെസിഡൻസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തെ നിവാസികൾ, അവിടുത്തെ പൗരന്മാർ, ആ പൗരന്മാരെ കുറിച്ചുള്ള അവരുടെ ഡീറ്റെയിൽസ് അത് റെക്കോർഡ് ചെയ്തിട്ടുള്ള അതിന്റെ ഔദ്യോഗികമായ റെക്കോർഡുകളെയാണ് നമ്മൾ ഈ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻസസിലൂടെയും സർവേയിലൂടെയും വൈൽഡ് റെക്കോർഡ്സിലൂടെ ഒക്കെ ലഭിക്കുന്ന ഈ ഡാറ്റകൾ അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന മെത്തേഡുകൾ തന്നെയാണ് ഈ പോപ്പുലേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇത് പിന്നെ കളക്ട് ചെയ്യാൻ വേണ്ടിയും ഉപയോഗിക്കുന്നത്. ഓക്കെ, പലപ്പോഴും ഈ പോപ്പുലേഷൻ രജിസ്റ്റേഴ്സ് സൂക്ഷിക്കുന്നത് മുനിസിപ്പൽ ലെവലിലാണ്. ഓക്കെ, നമ്മുടെ പിന്നെ നമ്മൾ പറയുന്ന വില്ലേജിന്റെ കഴിഞ്ഞ് പിന്നീട് നമ്മുടെ താലൂക്ക് തലത്തിലേക്ക് വരുമ്പോഴാണ് അത് സൂക്ഷിക്കാറുള്ളത്. പലപ്പോഴും ഇപ്പൊ നമ്മുടെ പഴയ രീതിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ ഡിജിറ്റൽ ടെക്നോളജിയുടെ സഹായത്തോടു കൂടെ തന്നെ ഇത്തരത്തിലുള്ള ഈ പോപ്പുലേഷൻ രജിസ്റ്റേഴ്സ് ഒക്കെ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഇതിനെ തുടർന്നിട്ടാണ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റേഴ്സ് എന്നുള്ളത് വലിയ രീതിയിൽ കോമൺ ആയിട്ടും ഒരുപാട് രാജ്യങ്ങളിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വരുന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഈ പോപ്പുലേഷൻ രജിസ്റ്ററിനെ ഡിഫൈൻ ചെയ്യുന്നത് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് ഡാറ്റ സിസ്റ്റം ദാറ്റ് ഈസ് എ മെക്കാനിസം ഓഫ് കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ആൻഡ് or coordinated linkage of selected information pertaining to each member of a resident population of a country. അപ്പോൾ ഒരു രാജ്യത്തുള്ള അവിടുത്തെ സ്ഥിരതാമസക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ച് അവരുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ അവരുടെ സ്വതന്ത്രമായ വിവരം, ആ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അതായത് ഇതിനെ കളക്ട് ചെയ്തുകൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് ലെവലിൽ നമ്മൾ സൂക്ഷിക്കുന്നതിനെയാണ് ഈ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് വിളിക്കുന്നത്. മിക്കവാറും UNOന്റെ ഡെഫിനിഷൻസ് ആണ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാറുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ഓരോ വ്യക്തികളെ കുറിച്ചും അവരുടെ ഏരിയ, ഓരോ പ്രദേശങ്ങളിലുള്ള ഓരോ വ്യക്തികളെ കുറിച്ചും കൃത്യമായിട്ടുള്ള ഡാറ്റകൾ നമുക്ക് ഈ പോപ്പുലേഷൻ രജിസ്റ്ററിൽ കാണാൻ പറ്റും. അവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ കറന്റ് അഡ്രസ്സ്, ഓക്കെ, അതുവരെ ഒരു പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ. അപ്പോ അതിനെ തുടർന്നിട്ടാണ് നമ്മൾ ഈ ആധാർ എന്ന് പറയുന്ന PIN ആ സാധനമൊക്കെ പിന്നീട് വരുന്നത്. അപ്പൊ ഗവൺമെന്റുകൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ കുറിച്ചുള്ള ഒരു ഡാറ്റ അവർക്ക് കൃത്യമായി ലഭിക്കും. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചും തന്നെ ഗവൺമെന്റുകൾക്ക് അത്തരം വ്യക്തികളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, വളരെ ജനറസ് ആയി അല്ലെങ്കിൽ ഒരു വെൽഫെയറിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റുകളെ സംബന്ധിച്ചിടത്തോളം ഈ NPR-ഉം അതുപോലെ ആധാർ എന്ന് പറയുന്ന ഡാറ്റയൊക്കെ അവരെ സംബന്ധിച്ച് ജനങ്ങളെ ഡെവലപ്മെന്റിനും പ്രോഗ്രസിനുമുള്ള ഒരു വഴിയാണ്. പക്ഷേ റെസ്ട്രിക്റ്റീവായിട്ട് ആലോചിക്കുന്ന, പൊളിറ്റിക്കലി ആയിട്ട് മറ്റുള്ള എതിരാളികളെ ഇന്റിമിഡേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചില പൊളിറ്റിക്കൽ റെജിംസ് അല്ലെങ്കിൽ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ, ഇത്തരം ഭരണകൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ NPR അല്ലെങ്കിൽ ആധാർ എന്ന് പറയുന്നത് അവരെ കയ്യിലുള്ള വലിയൊരു ആയുധമാണ് എന്നുള്ള കാര്യം നമ്മൾ പൗരന്മാർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി പോപ്പുലേഷൻ രജിസ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് സ്ട്രക്ചേർഡ് യൂണിറ്റ് ആണ്. സ്ട്രക്ചേർഡ് യൂണിറ്റ് ആണെന്ന് പറഞ്ഞാൽ വളരെയധികം എന്താ പറയാ, ഒരു കൃത്യമായ ഒരു ഘടനയുള്ള ഒരു സാധനമാണ് പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും. ഡിഫൈൻഡ് ആട്രിബ്യൂട്ട്സ്, അതിൽ എന്തൊക്കെ വേണം അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തി, അവന്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ ജാതി, മതം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചോദിക്കും. അക്വയർഡ് റൂൾസ്, ഓരോ കാര്യങ്ങളും പറയാൻ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ കൃത്യമായിട്ട് ഇതിന്റെ റൂളുകളുണ്ട്. റെഗുലർ അപ്ഡേറ്റുകൾ അതിൽ നടന്നുകൊണ്ടിരിക്കും. ടാർഗറ്റഡ് ഇൻഫോർമേഷൻ, പലപ്പോഴും പല ഇൻഫോർമേഷനും സ്പെസിഫിക് പോപ്പുലേഷനെ കുറിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് ചില ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. ഓക്കെ, ഓരോ പ്രദേശത്തുള്ള ആളുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഒരുപക്ഷെ ചോദ്യാവലി തയ്യാറാക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാബേസ്, പലപ്പോഴും എന്ത് ചെയ്യും, ഈ ഇത്തരത്തിലുള്ള ഈ ഡാറ്റകളൊക്കെ വലിയ രീതിയിലുള്ള ഡാറ്റാബേസുകളിലായിരിക്കും അത് സൂക്ഷിക്കുക. കമ്പ്യൂട്ടറൈസേഷൻ മിക്കവാറും ഇത്തരത്തിൽ ഡാറ്റകൾ എടുത്ത് അത് കമ്പ്യൂട്ടറിൽ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടുള്ള വലിയൊരു സംവിധാനത്തിലായിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ NPR അല്ലെങ്കിൽ ഈ പോപ്പുലേഷൻ രജിസ്റ്ററിലൂടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയൊക്കെ ഗവൺമെന്റുകൾക്ക് അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റികൾക്ക് വളരെ ഇപ്പൊ നമ്മൾ പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ രജിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാ ഡാറ്റയും കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആണ്.
അത് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ പോപ്പുലേഷന്റെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ള ഒരു സംസ്ഥാനത്ത് ഒരു ജില്ലയിലുള്ള പോപ്പുലേഷൻ സൈസ് എത്ര ജനങ്ങളുണ്ട്, അതേപോലെ തന്നെ അവിടുത്തെ സോഷ്യോ ഡെമോഗ്രാഫിക് സ്ട്രക്ചർ എങ്ങനെയാണ്, ഇപ്പോ അതുപോലെ പോപ്പുലേഷൻ ചേഞ്ചുകൾ എന്തൊക്കെയാണ്, അതിനെ ഉപയോഗിക്കുന്ന മെക്കാനിസങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഈ പോപ്പുലേഷൻ രജിസ്റ്റർ നമ്മളെ സഹായിക്കുന്നു. രണ്ടാമത്തെ കാര്യം, പോപ്പുലേഷൻ ഡാറ്റ അത് കളക്ട് ചെയ്യുന്നതിലെ രണ്ടാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ്, അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങൾ. ഈ അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങൾ പറയുമ്പോൾ പ്രധാനമായിട്ടും യുണൈറ്റഡ് നാഷൻസ്, ഐക്യരാഷ്ട്രസഭ, അതേപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള മറ്റു ഉപസംഘടനകൾ. ഓക്കെ, ഒരുപാട് ഉപസംഘടനകൾ, ഇപ്പൊ യുനെസ്കോ, UNDP, അതുപോലെ യൂണിസെഫ്, WHO, അല്ലെ, ILO തുടങ്ങിയിട്ട് ഒരുപാട് ഉപസംഘടനകൾ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുണ്ട്. ഇവരൊക്കെ ആനുവലി ആയിട്ട് പ്രസിദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു കോംപ്രഹെൻസീവ് റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ഇതുപോലെ പോപ്പുലേഷന്റെ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഡെമോഗ്രാഫിക് ഇയർ ബുക്ക് പബ്ലിഷ്ഡ് ബൈ ദ യുണൈറ്റഡ് നാഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ഡെമോഗ്രാഫിക് ഇയർ ബുക്ക് എന്ന് പറയുന്നത്, ഓക്കെ, അത് ഇതേപോലെ ഡെമോഗ്രാഫിക് ഡാറ്റയുടെ പോപ്പുലേഷൻ ഡാറ്റയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ്. അപ്പൊ അതിൽ പോപ്പുലേഷന്റെ സൈസ് കാണിക്കും, ഏരിയ ഉണ്ടായിരിക്കും, ഡെൻസിറ്റി, ഓരോ പ്രദേശങ്ങൾ. ഇപ്പൊ വേൾഡിനെ തന്നെ ഒരു 7 ഭൂഖണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തും. അതിൽ തന്നെ ഉപവിഭാഗങ്ങൾ അവർ പറയും. എന്നിട്ട് അവിടെ ടോട്ടൽ എത്ര പോപ്പുലേഷൻ ഉണ്ട്, ഏത് ഏരിയയിലാണ് കൂടുതൽ, എവിടെയാണ് കൂടുതൽ ഡെൻസിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഡെൻസ് ആയിട്ടുള്ളത് പറയും. മറ്റേത് പോപ്പുലേഷൻ ഗ്രോത്ത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് പറയും, മാരേജ് റേറ്റ് ആൻഡ് റിലേറ്റഡ് സ്റ്റാറ്റിക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നതാണ് യുണൈറ്റഡ് നാഷൻസിന്റെ ഈ ഡെമോഗ്രാഫിക് ഇയർ ബുക്ക് എന്ന് പറയുന്നത്. ഓരോ വർഷവും ഈ ഡെമോഗ്രാഫിക് ഇയർ ബുക്ക് എന്ത് ചെയ്യുന്നു, പ്രത്യേകമായ ഒരു തീമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. ചിലപ്പോൾ അത് ഫെർട്ടിലിറ്റി റേറ്റ് ആയിരിക്കും, ചിലപ്പോൾ മോർട്ടാലിറ്റി റേറ്റ്, ചിലപ്പോൾ സെൻസസ് ഫിഗേഴ്സ് സെൻസസിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മാരേജ്. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞാൽ 1974 ഈ ഡെമോഗ്രാഫിക് ഇയർ ബുക്ക് അത് മോർട്ടാലിറ്റി റേറ്റിനെ കുറിച്ചാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇയർ ബുക്ക് എന്നുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇയർ ബുക്ക് നമ്മൾ പറഞ്ഞു ഓരോ വർഷം കൂടുമ്പോഴാണ് യുണൈറ്റഡ് നാഷൻസ് അത് പ്രസിദ്ധീകരിക്കുന്നത്. പ്രധാനമായിട്ടും അതിൽ നമ്മൾ പറയാൻ പോകുന്ന ഇതിനെ കുറിച്ചൊക്കെയുള്ള ഡാറ്റകൾ വരുന്നത്, ഒന്ന് നാഷണൽ അക്കൗണ്ട്സ് ആൻഡ് എനർജി കൺസംപ്ഷൻ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇയർ ബുക്കിൽ വെറും ഒരു രാജ്യത്തെ കുറിച്ചുള്ള വിവരണം മാത്രമല്ല, അവിടെ ഏത് രീതിയിലുള്ള എനർജിയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് പറയുന്നു. ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആൻഡ് ഡോക്ടേഴ്സ് അവൈലബിലിറ്റി, അവിടുത്തെ ആരോഗ്യപരമായ രംഗം, അതിന്റെ വളർച്ച, അതിന്റെ പുരോഗതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അതിന്റെ നിലവിലെ സ്റ്റാറ്റസ്, ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് അത് ഡിസ്കസ് ചെയ്യുന്നു. അതേപോലെ ലേബർ ഫോഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ ന്യൂസ് പേപ്പർ സർക്കുലേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഒന്നിപ്പോ നമ്മൾ പറഞ്ഞ ഡെമോഗ്രാഫിക് ഇയർ ബുക്കാണ്, മറ്റൊന്ന് സ്റ്റാറ്റി ഇയർ ബുക്കാണ്, മൂന്നാമത്തൊന്ന് എപ്പിഡമോളജിക്കൽ ആൻഡ് വൈറ്റൽ റെക്കോർഡ്സ്. ഇത് പ്രസിദ്ധീകരിക്കുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO. ഇതിൽ പ്രധാനമായിട്ടും രാജ്യത്തിലെ ജനങ്ങളുടെ പബ്ലിക് ഹെൽത്ത് ആൻഡ് മോർട്ടാലിറ്റി റേറ്റിനെ കുറിച്ച് പറയുന്നു. ആഗോളതലത്തിലുള്ള ജനങ്ങളുടെ പബ്ലിക് ഹെൽത്ത് ആൻഡ് മോർട്ടാലിറ്റി റേറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. മറ്റൊന്ന് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട്, നമ്മൾക്ക് അറിയാവുന്ന മനുഷ്യ വിഭവ റിപ്പോർട്ട് അല്ലെങ്കിൽ മനുഷ്യ വികസന റിപ്പോർട്ട് എന്നൊക്കെ പറയും. UNDP ആണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓരോ വർഷത്തിലും അവർ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സോഷ്യൽ എക്കണോമിക് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇനി മറ്റു പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ് ആണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ FAO-യുടെ പ്രൊഡക്ഷൻ ഇയർ ബുക്ക് എന്നുള്ളത്. അതിൽ അഗ്രികൾച്ചറൽ പോപ്പുലേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊന്ന് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഇയർ ബുക്ക് ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൽ കവർ ലേബർ റിലേറ്റഡ് ഡാറ്റ, തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ. മറ്റൊന്ന് യുനെസ്കോയുടെ സ്റ്റാറ്റി ഇയർ ബുക്ക്, അതിൽ ഇൻസൈറ്റ്സ് ഇൻ ടു എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ സ്റ്റാറ്റിക്സിനെ ഡിസ്കസ് ചെയ്യുന്നു. WHO ഓൾറെഡി നമ്മൾ പറഞ്ഞു വേൾഡ് ഹെൽത്ത് സ്റ്റാറ്റി ആനുവൽ, അതിൽ ഗ്ലോബൽ തലത്തിൽ ഹെൽത്ത് സ്റ്റാറ്റിക്സിനെ അതിൽ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇന്റർനാഷണൽ സോഴ്സുകൾ ഇത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം, നമുക്ക് അറിയുന്നത് പോലെ തന്നെ നമ്മൾ ദേശീയ തലത്തിൽ പറഞ്ഞു, അതേപോലെ തന്നെ ഇന്റർനാഷണൽ തലത്തിൽ അല്ലെങ്കിൽ ഗ്ലോബൽ തലത്തിൽ ഓരോ പേഴ്സണൽ സോഷ്യൽ എക്കണോമിക് തലത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസിനും ഇത് എന്ത് ചെയ്യുന്നു, എന്യൂമറേറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ അതിൽ സെൻസസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും, വൈറ്റൽ സ്റ്റാറ്റി ഉണ്ടായിരിക്കും, സാമ്പിൾ സർവേസ്, പോപ്പുലർ രജിസ്റ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇന്റർനാഷണൽ റിപ്പോർട്ടുകൾ അവർ പ്രസിദ്ധീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ഈ സ്കോപ്പ് ഓഫ് ഇന്റർനാഷണൽ പബ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോ നമ്മളിപ്പോ ഒരു രാജ്യത്ത് ഏകദേശം പോപ്പുലേഷൻ ഡാറ്റയുടെ പ്രധാനപ്പെട്ട സോഴ്സുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, ഇപ്പോ സെൻസസ് നമ്മൾ പറഞ്ഞു, സാമ്പിൾ സർവീസ് പറഞ്ഞു, അല്ലെ,
അതേപോലെ ഡുവൽ റിസർച്ച് സിസ്റ്റം പറഞ്ഞു, വൈറ്റൽ സ്റ്റാറ്റിക്സ് പറഞ്ഞു, ഈ ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ് പറഞ്ഞു. ഇതിലൂടെയൊക്കെ ലഭിക്കുന്ന ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ യുണൈറ്റഡ് നാഷൻസിന്റെ കീഴിലുള്ള എല്ലാ ഓർഗനൈസേഷൻസും എന്ത് ചെയ്യുന്നത്, അവരുടെ റിപ്പോർട്ടുകൾ അവർ പ്രസിദ്ധീകരിക്കുന്നത്. ഇനി ഇമ്പോർട്ടന്റ് ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, എന്നാലും അത് ഒന്നുകൂടെ നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കാൻ, ഒന്നുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഒന്നുകൂടെ ഇവിടെ ടേബിൾ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP അവർ പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ട് 2 രീതിയിലാണ്. ഒന്ന് UN, യുണൈറ്റഡ് നാഷൻസിന്റെ, മറ്റൊന്ന് UNESCO, WHO, വേൾഡ് ബാങ്ക്, FAO, ILO. FAO എന്ന് പറഞ്ഞാൽ എന്താ? ഫുഡ് ആൻഡ് FAOന്റെ ഫുൾ എന്താ? എനിവൺ? ആരൊന്നും കൊണ്ടിട്ടില്ല. FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. ഓക്കെ. അതേപോലെ മറ്റൊന്ന് ILO. ILO എന്ന് പറഞ്ഞാലോ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻസ്. നിങ്ങളൊക്കെ ഇവിടെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, പിന്നെ യുണൈറ്റഡ് നാഷൻസും അതിന്റെ വ്യത്യസ്തമായ മറ്റുള്ള ഏജൻസികളൊക്കെ ഇതേ രീതിയിലുള്ള എന്ത് ചെയ്യുന്നു, റിപ്പോർട്ടുകൾ ഓരോ വർഷം കൂടുമ്പോഴും അവർ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇത് വലിയ രീതിയിലുള്ള എന്ത് ചെയ്യുന്നു, പിന്നെ പോപ്പുലേഷനെ കുറിച്ച് പഠിക്കാൻ വലിയ സഹായകമാകുന്നതിന്റെ വലിയ സ്രോതസ്സുകളായിട്ട് അറിയപ്പെടാറുണ്ട്. ഡെമോഗ്രാഫിക് ഇയർ ബുക്ക് എന്നുള്ളത് യുണൈറ്റഡ് നാഷൻസിനെ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. ഇനി ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസിനെ നമ്മൾ പറഞ്ഞു. ഇനി ഗവൺമെന്റ് പബ്ലിക്കേഷൻ ആൻഡ് ആർക്കൈവ്സ്. ഗവൺമെന്റ് പബ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഓരോ രാജ്യങ്ങളിലുള്ള ഗവൺമെന്റുകൾ, അതൊരു പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റുകളൊക്കെ ആയേക്കാം, അല്ലെങ്കിൽ അത് പിന്നെ ചെറിയ അതോറിറ്റികളൊക്കെ ആയിരിക്കാം. ഇവരൊക്കെ പ്രസിദ്ധീകരിക്കുന്ന റെക്കോർഡുകൾ ഇതേപോലെ തന്നെ പോപ്പുലേഷനെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന സോഴ്സുകളാണ്. അപ്പോൾ വേരിയസ് ഗവൺമെന്റുകൾ അല്ലെങ്കിൽ വേരിയസ് ഗവൺമെന്റ് ഏജൻസീസ് പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടുകളെല്ലാം, അതുപോലെ സോഴ്സ് ഡോക്യുമെന്റുകളെല്ലാം ഇതേപോലെ നമ്മൾ പറഞ്ഞ പോലെ സോഴ്സ് ഓഫ് പോപ്പുലേഷൻ ഡാറ്റയാണ്. അപ്പോ ഓരോ രാജ്യത്തു തന്നെയുള്ള എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അതിന്റെ ഗവൺമെന്റ്, ഇപ്പൊ മന്ത്രിസഭകൾ, ലെജിസ്ലേറ്റീവ്, പാർലമെന്റ്, ജുഡീഷ്യൽ ബ്രാഞ്ചസ് ഓഫ് ഗവൺമെന്റ് അറ്റ് ഓൾ ലെവൽസ്, പലപ്പോഴും ഇന്റർനാഷണൽ തലത്തിലോ നാഷണൽ, ഫെഡറൽ, ലോക്കൽ ആസ് വെൽ ആസ് ബൈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന എല്ലാ പബ്ലിക്കേഷൻസും എന്താണ്, ഇതേപോലെ പോപ്പുലേഷനെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന സോഴ്സുകളാണ്. ഓക്കെ. ഇതിലൊക്കെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പോപ്പുലേഷൻ ഡെവലപ്മെന്റിന്റെ പോളിസീസ്, സ്റ്റാറ്റിക്സ്, പാർലമെന്ററി റിപ്പോർട്ട്സ്, ഡിസ്കഷൻ പേപ്പേഴ്സ് തുടങ്ങിയതെല്ലാം നമുക്കതിൽ കാണാൻ പറ്റും. ഇനി അതേപോലെ തന്നെ മറ്റൊന്ന് ഹിസ്റ്റോറിക്കലായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ, ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡാറ്റകൾ, റെക്കോർഡുകൾ, ഡോക്യുമെന്റുകൾ സച്ചാസ് ലെറ്റേഴ്സ്, റിപ്പോർട്ട്സ്, മെമ്മോസ്, ഫോട്ടോഗ്രാഫ്സ്, അതർ പ്രൈമറി സോഴ്സസ് ഒക്കെ ഉൾപ്പെടുന്നതാണ് നാഷണൽ ആർക്കൈവ്സ് എന്ന് പറയുന്നത്. ഈ നാഷണൽ ആർക്കൈവ്സ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡാറ്റയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡാറ്റയാണ്. ഒരു ഉദാഹരണം, ഇന്ത്യക്കാരെ കുറിച്ച് പഠിപ്പോൾ 920 മുതൽ, ഇപ്പൊ നമ്മൾ പറയും 947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അല്ലേ? അപ്പൊ നമ്മൾ 1857 മുതൽക്ക് ഇന്ത്യയിലെ 1ാം സ്വാതന്ത്ര്യ സമരം നടന്നു. അതിനുശേഷം ഇങ്ങോട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ അതിതീവ്രമായ സ്വാതന്ത്ര്യ സമരവും പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ആളുകളെ കുറിച്ച് ഇന്ത്യയുടെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലെ പിന്നെ ഹിസ്റ്ററിയെ കുറിച്ച് നമ്മൾ എങ്ങനെ പഠിക്കും? അത് നമ്മുടെ ചരിത്രവും അതുപോലെ പുരാവസ്തു, നമ്മുടെ ആർക്കൈവ്സ് അവിടെ വിസിറ്റ് ചെയ്തുകൊണ്ട്, അവിടുത്തെ ഡോക്യുമെന്റുകൾ അനാലിസിസ് ചെയ്തുകൊണ്ട്, അന്നത്തെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ആ റെക്കോർഡുകൾ, നാഷണൽ ആർക്കൈവ്സിൽ വരുന്ന എല്ലാ റെക്കോർഡുകളും, എല്ലാ ഡോക്യുമെന്റുകളും, റിപ്പോർട്ടുകളെല്ലാം പോപ്പുലേഷൻ ഡാറ്റയുടെ സോഴ്സുകളാണ് എന്നുള്ളതാണ്. ഓക്കെ. ഹിസ്റ്റോറിക്കലായിട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിലെ പോപ്പുലേഷന്റെ സ്ട്രക്ചറിനെ കുറിച്ച്, അതിന്റെ ഡെമോഗ്രാഫിക് കോമ്പണൻസിനെ കുറിച്ച്, അന്നത്തെ പോപ്പുലേഷൻ പ്ലാനിങ്ങിനെ കുറിച്ച്, ഡെത്ത്, മൈഗ്രേഷൻ, പിന്നെ അതിന്റെ ഒരു വോളിയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ എന്ത് ചെയ്യുന്നു, എന്താ പറയുക, നാഷണൽ ആർക്കൈവ്സ് അല്ലെങ്കിൽ ആർക്കൈവൽ റെക്കോർഡുകൾ എന്ത് ചെയ്യും, നമ്മളെ വലിയ രീതിയിൽ സഹായിക്കുന്നു എന്നല്ല. ഇനി ആർക്കൈവ്സിന്റെ കുറച്ച് ഫീച്ചേഴ്സ്, പ്രധാനമായിട്ടും കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ എന്ത് നടന്നു അതിനുള്ള ഒരു തെളിവാണ് ഏത് ആർക്കൈവ്സ് എന്നുള്ളത്. അതേമാതിരി തന്നെ എങ്ങനെയാണ് ഒരു പ്രത്യേകമായ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കാര്യം നടന്നത്, അത് പേഴ്സണലി ആയിരുന്നോ, ഫിനാൻഷ്യൽ ആയിരുന്നോ, അതല്ല വേറെ എന്തെങ്കിലും ഇമോഷണൽ ആയിരുന്നോ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഇങ്ങനെയുള്ള ആർക്കൈവൽ റിപ്പോർട്ടുകളാണ്. അതേപോലെ തന്നെ ഒരു സ്ഥലത്താണോ നടന്നത്, ഒന്നിൽ കൂടുതൽ പ്രദേശങ്ങളിൽ നടന്നോ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിൽ ആർക്കൈവൽ റെക്കോർഡുകൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഗവൺമെന്റ് പബ്ലിക്കേഷൻ ആൻഡ് ആർക്കൈവ്സ്, അതിന്റെ ഒരു പ്രാധാന്യം. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റൽ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒഫീഷ്യൽ റെക്കോർഡ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ ഗവൺമെന്റുകൾ വളരെ ആധികാരികമായി അല്ലെങ്കിൽ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്ന ഡാറ്റയാണ് ഏത്, നമ്മൾ ഈ പറയുന്ന റെക്കോർഡുകളെല്ലാം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പഠനങ്ങൾക്ക് വേണ്ടി പോപ്പുലേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റും. 2, ഗൈഡിംഗ് പോളിസി ആൻഡ് ഗവേണൻസ്.
ഇത്തരത്തിലുള്ള ഈ പബ്ലിക്കേഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് ഉണ്ടാകുന്ന ഗവൺമെന്റുകളുടെ പോളിസികൾ രൂപപ്പെടുത്തുന്നതും അതേപോലെ തന്നെ ഗവേണൻസിന്റെ സ്ട്രാറ്റജി രൂപപ്പെടുത്തുന്നതും. മൂന്നാമത്തേത് യുണീക്ക് ആൻഡ് കോംപ്രഹെൻസീവ് ഡാറ്റ. വളരെ വ്യാപകമായിട്ടുള്ള ബൃഹത്തായ രീതിയിൽ ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ട് ജനങ്ങളെ കുറിച്ച് പഠിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഗവൺമെന്റ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരിക്കുക. നാലാമത്തേത് സപ്പോർട്ട് ഫോർ ഗുഡ് ഗവേണൻസ്. പലപ്പോഴും ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പ്രജകളുടെ ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ പരാതികൾ കണ്ടറിഞ്ഞ് അതിനെക്കുറിച്ച് പഠിച്ച് ആ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ആ പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരാതികൾ ഇല്ലാതിരിക്കാൻ വേണ്ടി കറക്ഷൻ മെത്തേഡായിട്ട് ഗുഡ് ഗവേണൻസിന് വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഈ ഡാറ്റകളൊക്കെ നമ്മളെ വലിയ രീതിയിൽ ആർക്കൈവ്സുകൾ സഹായിക്കുന്നു എന്നതാണ്. മറ്റൊന്ന് പ്രൊമോട്ടിംഗ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ഡെമോക്രസി. പലപ്പോഴും ഈ ആർക്കൈവ്സുകൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് പബ്ലിക്കേഷൻസ് ഗവൺമെന്റ് എത്രമാത്രം ജനങ്ങളോട് അക്കൗണ്ടബിൾ ആണ്, അതേപോലെ തന്നെ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസിനോട് എത്രമാത്രം ഗവൺമെന്റും അതോറിറ്റിയും ഒക്കെ അവര് പിന്നെ അതിനോട് താതാത്മ്യം പ്രാപിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ അതിനോട് കടപ്പെട്ടിരിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ കാണിക്കാനും പലപ്പോഴും നമ്മളത് സഹായിക്കുന്നു. മറ്റൊരു ഇൻസൈറ്റ് ഇൻ ടു ഗവൺമെന്റ് ആക്ഷൻസ്. പലപ്പോഴും ഗവൺമെന്റ് ഏത് രീതിയിലാണ് പ്രവർത്തിച്ചത്, ഏതെങ്കിലും ഒരു വർഗീയ ലഹള അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷുകാരുടെ അവർക്കെതിരെ ഒരു സമരം നടന്നു, ആ സമരം നടന്നപ്പോൾ അവർ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്, ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ ഏതൊക്കെ രീതിയിൽ ആരൊക്കെ പ്രതികരിച്ചു, എപ്പോൾ പ്രതികരിച്ചു, എവിടെ, എങ്ങനെ, എന്തുകൊണ്ട് പ്രതികരിച്ചു തുടങ്ങിയിട്ടൊക്കെ ഉള്ള ഗവേണൻസിന്റെ വിവിധങ്ങളായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി ഈ ആർക്കൈവ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നാഷണൽ പബ്ലിക്കേഷൻസ് നൽകുന്നു എന്നുള്ളതാണ്. ഓക്കെ. National Archives is the US government's collection of documents and records of important events in American history. അമേരിക്കയുടെ ചരിത്രത്തിലുള്ള ഇതേപോലെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ ഔദ്യോഗികമായ റെക്കോർഡുകൾ നാഷണൽ ആർക്കൈവ്സ് എന്നുള്ള പേരിൽ അമേരിക്കയിലുണ്ട്. The National Archives and Records Administration, NARA, is the government agency that conserves and retains these materials and makes them available for research. അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു ഒരു ഫെസിലിറ്റി പറഞ്ഞു എന്ന് മാത്രം. ഇതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തും നാഷണൽ ആർക്കൈവ്സ് ഉണ്ട്. കൊൽക്കത്തയിലും അതുപോലെ ഡൽഹിയിലും മുംബൈയിലും ഒക്കെ നമ്മുടെ ചരിത്രവും ചരിത്രാതീത കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാഷണൽ ആർക്കൈവ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ്, നാഷണൽ ആർക്കൈവ്സ് ഇതെല്ലാം പോപ്പുലേഷനെ കുറിച്ച് പഠിക്കാനും ആ പോപ്പുലേഷന്റെ എല്ലാവിധത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അനലൈസ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നു, വലിയ രീതിയിൽ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് ആ കാലഘട്ടത്തിൽ ഗവൺമെന്റുകൾ ഓരോ പോളിസികൾ രൂപപ്പെടുത്തുന്നു. ആ പോളിസിക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ജനങ്ങളെ ഒരുപക്ഷെ അവര് കൺട്രോൾ ചെയ്യുന്നു. അതേപോലെ റിസോഴ്സ് മൊബിലൈസേഷൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. റിസോഴ്സിന്റെ യൂട്ടിലൈസേഷൻ അത് ഉപയോഗിക്കുന്നു. ഏതെങ്കിലും എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു എപ്പിഡമിക്സ് വരുമ്പോൾ അതിന്റെ ഒരു കൃത്യമായ വിവരണം അവർ അതിൽ പറയുന്നു. അതിനെങ്ങനെ കൺട്രോൾ ചെയ്തു, ഏതൊക്കെ രീതിയിലുള്ള മെഷേഴ്സ് എടുത്തു, എത്ര ആളുകൾ മരണപ്പെട്ടു, എവിടേക്കായിരുന്നു കൂടുതൽ ഇത് ബാധിച്ചത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയും. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഒരുപക്ഷെ ഹെൽത്തുമായി ബന്ധപ്പെട്ടാവണം എന്നില്ല, ഒരുപക്ഷെ നാച്ചുറൽ കലാമിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ പ്രകൃതി ദുരന്തങ്ങളായിരിക്കാം. അപ്പൊ അത്തരത്തിൽ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള പ്രതിവിധികൾ, എങ്ങനെയൊക്കെയാണ് അതിനെ റെസ്പോണ്ട് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള ഈ നാഷണൽ ആർക്കൈവ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. മറ്റൊന്ന് രാജ്യത്തെ കറണ്ട് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എത്ര ആളുകളുണ്ട്, അവർ എത്ര പേര് എംപ്ലോയിഡ് ആണ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്രയാണ്, എത്ര പേര് എഡ്യൂക്കേറ്റഡ് ആയതിനു ശേഷവും ആളുകൾക്ക് എംപ്ലോയ്മെന്റ് കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ. അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ മറ്റൊന്ന് ഈ ഇന്റർനാഷണൽ പബ്ലിക്കേഷൻ, നമ്മൾ പറഞ്ഞ പോലെ ഗവൺമെന്റ് പബ്ലിക്കേഷൻ, ആർക്കൈവ്സ് ഇതെല്ലാം കൂടി ഈ റിപ്പോർട്ടുകളിലൊക്കെ ഉള്ള നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു പിക്ചറാണ് ഒരു പ്രത്യേകമായ പീരീഡിൽ. ഇപ്പൊ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ എത്രയുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള ആളുകളാണ്, അവർ എത്ര പേര് ദാരിദ്ര്യരേഖ താഴെ, എത്ര പേര് ദാരിദ്ര്യരേഖ മുകളിലാണ്, എത്ര പേര് മില്യണേഴ്സ് ആണ്, എത്ര പേര് ബില്യണേഴ്സ് ആണ് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഓക്കെ. അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ ഈ രണ്ടാമത്തെ യൂണിറ്റ് ഉള്ളത്. ഇതിന്റെ റീക്യാപ്പ് ആണ്. ഇതിന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാലോ. ഓരോ യൂണിറ്റ് വരുമ്പോഴും ആ യൂണിറ്റ് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ അവിടെ പോയിന്റ് വൈസ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ അതിൽ വരാവുന്ന ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് അതിന്റെ ഒരു 7 8 അല്ലെങ്കിൽ ഒരു 10 പറഞ്ഞു അതിന്റെ ഉത്തരം സഹിതം ആൻസർ സഹിതം പറയും. പിന്നെ അസൈൻമെന്റ്സ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വീണ്ടും തുടർന്ന് വായിക്കണമെങ്കിൽ വായിക്കാവുന്ന സജസ്റ്റഡ് റീഡിംഗ് അല്ലെങ്കിൽ റെഫറൻസുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ. ഇപ്പോ ഈ രീതിയിലാണ് നമ്മുടെ ഓരോ യൂണിറ്റുകളും സജ്ജീകരിച്ചത്. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ ബ്ലോക്ക് 2 മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്നുള്ളതായിരുന്നു.
പോപ്പുലേഷൻ ഡാറ്റ എന്നുള്ളായിരുന്നു ബ്ലോക്കിന്റെ പേര്. അതിൽ സോഴ്സസ് ഓഫ് പോപ്പുലേഷൻ ഡാറ്റ എന്നുള്ള 1ഉം 2ഉം യൂണിറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഡൗട്ടുകളോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻസോ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമുക്ക് അതിന്റെ സമയമുണ്ട്. സാറേ, ഒരു സംശയമുണ്ട്. ഇപ്പൊ നമ്മൾ അസൈൻമെന്റ് എഴുതുമ്പോൾ 2 അസൈൻമെന്റ് എഴുതണമല്ലോ. അപ്പോ അതിന്റെ അനാലിറ്റിക്കലായിട്ട് എഴുതുമ്പോ എങ്ങനെയാണ് അതിന്റെ പോയിന്റ്സ് വരണേന്ന് ഒരെണ്ണം സാർ എക്സാമ്പിൾ പറയാമോ? പിന്നെ അസൈൻമെന്റ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവും അനലറ്റിക്കലും ആണല്ലോ. ഡിസ്ക്രിപ്റ്റീവ് നിങ്ങൾക്ക് അറിയാം, പക്ഷെ അത് എഴുതാം, അത് നമുക്ക് നോക്കിയിട്ട് എഴുതാം. പക്ഷെ അനലിറ്റിക്കൽ ഞങ്ങൾക്ക് ഭയങ്കര സംശയം. അനലറ്റിക്കൽ എന്ന് പറയുമ്പോൾ അത് ഒരു അപ്ലൈയിങ് രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഒരു അപ്ലൈയിങ് രീതി എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം, നമ്മളോട് ഇപ്പൊ ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളോട് ഏതെങ്കിലും ഒരു വിഷയത്തെ പഠിക്കാൻ പറഞ്ഞു എന്ന് വെക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളിപ്പോ നിങ്ങളുടെ വില്ലേജ് അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ്, ആ വാർഡില് കഴിഞ്ഞ ഒരു വർഷത്തിൽ എത്ര, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളോട് ക്വസ്റ്റ്യൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു പോപ്പുലേഷൻ ഡാറ്റയുടെ ഒരു പിന്നെ സോഴ്സ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പഠനം നടത്തി ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാന്നാണ് പറഞ്ഞു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പിന്നെ വില്ലേജിലോ അല്ലെങ്കിൽ നഗരസഭയിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന് അതിന്റെ റിപ്പോർട്ട് വാങ്ങിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പോപ്പുലേഷൻ രജിസ്റ്റേഴ്സിന്റെ ഡോക്യുമെന്റുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരം ഡാറ്റകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് അറിയാൻ പറ്റും കഴിഞ്ഞ ഒരു വർഷത്തിൽ എന്റെ ഈ വാർഡിൽ എത്ര പേര് ജനനം ഉണ്ടായി, എത്ര മരണ നിരക്കുണ്ടായി, ഓക്കെ, എത്ര മാരേജ് നടന്നു, എത്ര ഡൈവോഴ്സ് നടന്നു, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ വാർഡിനെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാല് നമ്മൾ പഠിച്ച ഒരു കാര്യത്തെ നമ്മുടെ സറൗണ്ടിങ്ങിലേക്ക് ഇറങ്ങി, നമ്മുടെ നൈബർഹുഡിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നാണ് അനലറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. അപ്പൊ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കോപ്പി അടിക്കാൻ പറ്റൂല, നമ്മൾ സ്വന്തമായിട്ട് എഴുതണം, സ്വന്തമായ ക്രിയേറ്റിവിറ്റിയോട് നമ്മൾ എഴുതണം. അതാണ്. ഇനിയിപ്പൊ അങ്ങനെയല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാല്, ഇപ്പൊ നിങ്ങളുടെ വുമൺ എംപവർമെന്റ് ഒരു എക്സാമ്പിൾ പറയാം, സ്ത്രീ ശാക്തീകരണം. അപ്പൊ അതേക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾ നോക്കി, ഇപ്പൊ ഒരു കുടുംബശ്രീ യൂണിറ്റ് ഉണ്ട്. അപ്പൊ ആ കുടുംബശ്രീ യൂണിറ്റിലെ സ്ത്രീകളെ പൂർണ്ണമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവരെ കണ്ട്, ഒരു 10 പേരുണ്ട്, 15 പേരുണ്ട്, അവരെ കണ്ട് നിങ്ങൾ അവരുടെ ഒരു ഇന്റർവ്യൂ നടത്തി ഓരോ പേജിൽ ഓരോരുത്തരുടെയും ഡാറ്റ നിങ്ങൾ വെച്ച് അതിനെ അനലൈസ് ചെയ്ത് ഒരു റിപ്പോർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചൊരു കാര്യത്തിനെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നാണ് അനലിറ്റിക്കൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ സർ, താങ്ക് യു. വേറെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? 4 പേരേ ഉള്ളൂ അല്ലേ? രണ്ട് പേപ്പർ ചോയ്സ് ഉള്ളതുകൊണ്ട് മറ്റേ സബ്ജക്റ്റിൽ നല്ല, ഞാൻ ഫസ്റ്റ് അതിലാ കയറിയത്, അതിൽ നല്ല ആളുകൾ ഉണ്ടായിരുന്നു. അതെ, ആളുകള് നിങ്ങൾ ഇൻടേക്ക് 2 അല്ല, ഇൻടേക്ക് 2 ഏകദേശം നമുക്കുള്ളത് എനിക്ക് തോന്നുന്നത് വളരെ കുറഞ്ഞ ഒരു 100ന്റെ ചോടല്ലേ, 100 സംതിങ് അത്രയേ ഉള്ളൂ ഫസ്റ്റ് ബാച്ചിലെ ആളുകൾ. ഓക്കെ, അല്ല അതിൽ തന്നെ ഇത് ഓപ്ഷണൽ ആണല്ലോ, 2 പേപ്പറിൽ ഏതെങ്കിലും ഒന്ന് ചോയ്സ് ചെയ്യാം. മറ്റേ എൻവയോൺമെന്റിലെ സോഷ്യോളജി പറഞ്ഞ പേപ്പറിനാണ് ഇഷ്ടംപോലെ ലിങ്ക് വന്നപ്പോൾ ഞാൻ അതിലറിയാതെ കയറിയപ്പോൾ അതിലാണ് ആളുകളുള്ളത്. ഒരു 25-30ഓളം പേര് അതിലുണ്ട്. ഒരുപാട് പേരുണ്ട്. ഓക്കെ, അതന്നെ, അതാണ്. അപ്പൊ നിങ്ങള് കുഴപ്പമില്ല, നമ്മൾ ഓരോരുത്തരും നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചല്ല നമ്മൾ പേപ്പറുകൾ സെലക്ട് ചെയ്യാം. അപ്പോ എനിക്ക് തോന്നുന്നത് എൻവയോൺമെന്റൽ സോഷ്യോളജി ആകുമ്പോൾ അത് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ടെന്നാണ് എന്റെ ഓർമ്മ. നിങ്ങളുടെ പോപ്പുലേഷൻ സ്റ്റഡീസിന്റെ പോലെ ഇത്ര ചെറിയ യൂണിറ്റുകളൊന്നും അല്ല, കുറച്ചുകൂടെ വലിയ യൂണിറ്റുകളും ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട് തോന്നുന്നു. ഇത് വളരെ അക്യുറേറ്റ് ആയിരിക്കും. നമ്മൾ മാത്സ് പഠിക്കുന്ന പോലെയാണ് പോപ്പുലേഷൻ സ്റ്റഡീസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ, ചെറിയ ഓരോ മെത്തേഡുകളും അപ്പോ ചെറിയ ചെറിയ ഓരോ തിയറികളൊക്കെ ആയിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അത് പഠിക്കാൻ പറ്റും. വേറെ എന്തെങ്കിലും ഉണ്ടോ? 4ാമത്തെ സെമസ്റ്ററിലാണല്ലോ എല്ലാവരും ഉള്ളത് അല്ലേ? ഉറപ്പല്ലേ? ഞാൻ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ ഒരു ലേണർ ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് ഞാനിങ്ങനെ ഈ വിഷയം ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ 4ാമത്തെ സെമസ്റ്ററിലാണെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, സാറേ ഞാൻ 3ാമത്തെ സെമസ്റ്ററിലാണല്ലോ എന്ന് പറഞ്ഞു. അവര് മാറിക്കേറിയതാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ആ കാര്യത്തിൽ ഉറപ്പാണല്ലോ. 3ാം തേർഡ് സെം എക്സാം എഴുതിയോ?
ആ തേർഡ് സെം എഴുതി നമ്മള് കഴിഞ്ഞതാണ് സാർ. ഫോർത്ത് സെം ആണ് ഇപ്പൊ സ്റ്റാർട്ട്. പിന്നെ നമുക്ക് സംശയങ്ങളൊന്നുമില്ല. ഓക്കെ ഓക്കെ. ഓക്കെ. എന്താണ് രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ, നസീമ അതുപോലെ ഓമന, ഇവരാരും ഒന്നും മിണ്ടണില്ല. ഇവിടെ ഇല്ലേ, ഓൺലൈൻ ഇല്ലേ? ഉണ്ട് സാർ, കേട്ടോണ്ടിരിക്കുക. ഉണ്ട് സാർ. ഓക്കെ. എല്ലാരും എവിടുന്നാണ് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഏത് സെന്റർ ആണ്, ഏത് ജില്ലയാണെന്ന്? ഞാൻ നസീമ, കോട്ടയം. ഫറൂഖ് കോളേജ് കാലിക്കറ്റ്. നസീമ എവിടുന്നാണ്? ഫറൂഖ് കോളേജ് കാലിക്കറ്റ്. ഓക്കെ ഓക്കെ, ഫറൂഖ് കോളേജ് കാലിക്കറ്റ്. ഓക്കെ. പിന്നെ ഓമന? ഞാൻ ഓമന കോട്ടയം നാട്ടകം കോളേജ്. കോട്ടയം. നാട്ടകം കോളേജ് അല്ലേ? ഓക്കെ ഓക്കെ. അതെ. ബിന്ദിന? ഓക്കെ, എന്നേക്കാളും പ്രായമുള്ള ആൾക്കാരാണെന്ന് എനിക്ക് സൗണ്ടിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ഞാൻ പേര് വിളിക്കല്ല, കാരണം ഇവിടെ പേര് മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ. ഞാന് മഹാരാജാസ് കോളേജ് എറണാകുളം സാർ. എറണാകുളം. LSC. ഓക്കെ. ഞാൻ ഫറൂഖ് കോളേജാണ്, വീട് മഞ്ചേരി വണ്ടൂര്. ഓക്കെ. എനിവേ, വേറെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സാർ എക്സാം എന്നത്തേക്ക് കാണുമെന്ന് പറയാവോ ഏകദേശം? എക്സാമോ? ഉം. എക്സാം ഡേറ്റ് ആണോ ചോദിച്ചേ? അതെ അതെ. എക്സാം ഡേറ്റ് ഇപ്പൊ നിങ്ങളെ നമ്മുടെ കോർ പേപ്പർ ക്ലാസ് കഴിഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല. ഇപ്പോ എങ്ങനെയായാലും ഇപ്പൊ നിങ്ങളുടെ ഒരു ഫോർത്ത് സെമസ്റ്റർ ഇപ്പോ ഏപ്രിൽ, മെയ്, ജൂൺ അവസാനം ജൂലൈയിലേക്കായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. വരും. അതിനു മുമ്പായിട്ട് അസൈൻമെന്റ് വരികയല്ലേ? അസൈൻമെന്റ് വരും. അസൈൻമെന്റ് ഇപ്പൊ ഓൾറെഡി വന്നില്ലേ? ഇല്ല, ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. ഇല്ല സാർ, അസൈൻമെന്റ് വന്നിട്ടില്ല, ടോപ്പിക്സ് വന്നിട്ടില്ല അല്ലേ? സാധാരണഗതിയിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ അസൈൻമെന്റുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഞങ്ങള് ഇപ്പൊ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അസൈൻമെന്റുകളൊക്കെ നമ്മൾ ഓരോ വിഷയത്തിന്റെയും നമ്മുടെ എക്സാമിലേക്ക് അയച്ചിട്ടുണ്ട്. ഒരു പക്ഷെ അവര് ഷെയർ ചെയ്യാതായിരിക്കും. ഓക്കെ. അപ്പൊ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പൂർണ്ണമായിട്ടുള്ള BA സോഷ്യോളജിയുടെ BA പ്രോഗ്രാം, യൂണിവേഴ്സിറ്റിയുടെ തന്നെ BA പ്രോഗ്രാമിന്റെ ഒരു പൂർണ്ണമായ ഷെഡ്യൂൾ ഔട്ട് ചെയ്തിട്ടില്ല. കാരണം ഇപ്പോ ഇൻടേക്ക് 5 നമ്മുടെ ലേറ്റസ്റ്റ് ബാച്ചിന്റെ എക്സാം അല്ല, ഏറ്റവും അവസാനമായിട്ട് അഡ്മിഷൻ എടുത്ത ആളുകളുടെ എന്താ പറയാ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവരെ മെയ് 17 നമ്മുടെ വീഡിയോ ക്ലാസ്സുകൾ അവൈലബിൾ ആണോ എന്നുള്ളത്, പല സെമസ്റ്ററിനും വീഡിയോ ക്ലാസ് അവൈലബിൾ ആണ്, പക്ഷെ ഞങ്ങൾക്ക് മാത്രം അത് വീഡിയോ ക്ലാസ്സുകൾ ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളൊക്കെ സോഷ്യോളജിക്കോ? അതെ. ഹലോ, അത് വീഡിയോകൾ ഇവിടെ ഓരോന്നോരോന്നായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് എന്താ പറയാ പെട്ടെന്ന് കിട്ടാനല്ല, അതാണ് അതിന്റെ ഒരു പ്രയാസം. കാരണം എല്ലാ വിഷയങ്ങളും കൂടെ ഒരുമിച്ച് വരാൻ ഒരുപാട് സമയം എടുക്കും. അതെ, ഞങ്ങളുടെ എക്സാം ഇനിയിപ്പോ ഞങ്ങളെയൊക്കെ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും അതൊക്കെ പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തോന്നുന്നു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ വീഡിയോ ഞാനിപ്പോ ഇന്ന് എടുക്കുന്ന ക്ലാസ്, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ക്ലാസ് ഒക്കെ നേരിട്ട് നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തു. ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് കറണ്ട് പോകുന്നത്. അല്ല, അതൊക്കെ അത് ലൈവ് ക്ലാസ്, അതല്ലാതെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടല്ലോ, എഡിറ്റ് ചെയ്ത റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടല്ലോ. അതിന്റെ ഒരു നിങ്ങളിപ്പോ പറഞ്ഞത് ഒരു കറക്റ്റ് പോയിന്റ് ആണ്. കാരണം ഈ ഫസ്റ്റ് ബാച്ച് ആകുമ്പോൾ ഇപ്പോ നിങ്ങൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളുടെ നിർമ്മാണത്തിലാണ് ഞങ്ങളൊക്കെ ഏകദേശം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ. അല്ല, ഞങ്ങൾ സെക്കൻഡ് ബാച്ച് ആണ്, ഇൻടേക്ക് 2 ആണ്. ഇൻടേക്ക് ഫസ്റ്റ് മുന്നിലുണ്ട്. അല്ല, അങ്ങനെയല്ല. ഇൻടേക്ക് 1 എന്ന് പറഞ്ഞാൽ അതിൽ ഇൻടേക്ക് 1 വെറും ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇൻടേക്ക് 2 എന്ന് പറയുമ്പോൾ പേരിൽ നിങ്ങൾ 2 ആണെങ്കിലും ഇപ്പോ സോഷ്യോളജി, ഹിസ്റ്ററിയുടെ ഒക്കെ ആദ്യത്തെ ബാച്ചാണ് നിങ്ങളുടെ ബാച്ച്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ മുമ്പുള്ള ഒരു ബാച്ചിൽ നമ്മൾ പുസ്തകങ്ങൾ ഉണ്ടാക്കി, നിങ്ങളാണ് ആ ഫസ്റ്റത്തെ ബാച്ച്. അപ്പൊ നിങ്ങൾക്കാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, പുസ്തകങ്ങളൊക്കെ ആദ്യത്തെ പിന്നെ പ്രിന്റ് ആയി കഴിഞ്ഞ് വരുന്നത് നിങ്ങൾക്കാണ്. പിന്നെ വരുന്ന ബാച്ചുകൾക്കൊന്നും ആ പ്രശ്നങ്ങളില്ല, കാരണം അവർക്ക് ആ പ്രിന്റ് ചെയ്ത് ഒന്ന് റീപ്രിന്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ചില സമയങ്ങളിലൊക്കെ നിങ്ങളുടെ പുസ്തകങ്ങളൊക്കെ ഡിലേ ആകുന്നത്.
അതുപോലെ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ വീഡിയോന്റെ അതൊക്കെ വരുന്നത്, കാരണം ഞങ്ങളെല്ലാവരും ഈ പുസ്തകങ്ങളിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അത് പരിഹരിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ വളരെ അടുത്തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത്തരം ക്ലാസ്സുകളിലേക്ക് എല്ലാവരും നമ്മുടെ പി ജി ഒക്കെ പുസ്തകം ഒന്ന് കട്ടി ഓർക്കണേ. ഫസ്റ്റ് സെമസ്റ്ററിന് സെക്കൻഡ് സെമസ്റ്ററിനൊക്കെ ഉള്ള ബുക്കിന്റെ കട്ടി കണ്ടിട്ട് ഞങ്ങളെ ആകെ ബുദ്ധിമുട്ടി. അല്ല, അത് നമ്മള് സെമസ്റ്റർ കുഴപ്പമില്ല, ഫോർത്തും കുഴപ്പമില്ല. പറഞ്ഞാല് കുറച്ച് പുറത്തുനിന്നുള്ള ആളുകളെ കൊണ്ട് എഴുതിച്ച് ഞങ്ങളൊക്കെ ഇവിടെ എത്തുന്നതിന്റെ ആ ഒരു സമയത്ത് ആകുമ്പോഴേക്കും അത് പ്രിന്റിലേക്ക് പോയിരുന്നു. അപ്പൊ ആ ഫസ്റ്റത്തെ പുസ്തകത്തിൽ എനിക്കറിയാം 290 പേജ് ഉണ്ട് അതിൽ. സ്വാഭാവികമായും നമ്മുടെ ലേണേഴ്സ് ഒക്കെ വലിയ രീതിയിൽ അതിന് കംപ്ലൈന്റ് പറഞ്ഞു. അപ്പൊ നമ്മൾ ചെയ്തത് പിന്നീട് നമ്മുടെ കയ്യിൽ എന്ന് പറഞ്ഞ പുസ്തകങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സംഘട്ടം വന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്തത് ആ ഗ്രീവൻസ് ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ പുസ്തകങ്ങളുടെ എന്ത് ചെയ്യുമോ അത്രയും വലിയ തിക്നെസ് നമ്മൾ കുറച്ചു. ഇപ്പൊ നിങ്ങൾ തേർഡ് സെമ്മിലൊക്കെ നിങ്ങൾക്ക് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് നിങ്ങൾക്ക് ഓർമ്മല്ലേ? എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 150 പേജ് ഉണ്ടാവും അല്ലേ? പിന്നെ ചില വിഷയങ്ങളൊക്കെ കുറച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ വരുമ്പോൾ ചെറുതായിട്ട് കൂടിയുള്ളൂ. ഇപ്പൊ എനിക്ക് പോപ്പുലേഷൻ സ്റ്റഡീസും വളരെ കുറച്ച് പേജുകളേ ഉള്ളൂ. പിന്നെ അതുപോലെ സെക്കൻഡ് സെമ്മിൽ വന്ന സോഷ്യോളജി ഇൻ ഇന്ത്യ പുസ്തകം വളരെ 140 സംതിങ് പേജുകളേ ഉള്ളൂ അല്ലേ? നമ്മുടെ കൈകളിലൂടെ പോയ പുസ്തകങ്ങളാണത്. അപ്പോൾ അതേ പുസ്തകം തന്നെ റീപ്രിന്റ് വരുന്ന സമയത്ത് നമ്മൾ തന്നെ അതിന്റെ ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞ് അതിലെ ഏകദേശം വേണമെന്ന് പറഞ്ഞപ്പോൾ 290 ഉള്ള പുസ്തക പേജ് നമ്മൾ പരമാവധി ഇത് വെട്ടി കുറച്ച് ഒരു ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ലേണേഴ്സിന്റെ ആ ഒരു കൺസേൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്കറിയാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാനിപ്പോ ട്രെയിനിനാണ് അറ്റൻഡ് ചെയ്യുന്നത്. എന്റെ ക്ലാസ് ഒക്കെ കേട്ടോ? കേട്ടു. പിന്നെ എൽഡെസ്കില് നമ്മുടെ ആപ്പിലെ ബുക്ക് ഉണ്ടായിരുന്നു, അതും വെച്ച് പുസ്തകം. ഇവിടെയാണ് ഭയങ്കര മഴയാണല്ലേ? കോട്ടയത്തുനിന്ന് മഴ ഉണ്ടല്ലേ? അതെ, ഭയങ്കര മഴ, ഇടിയും കൊള്ളിയാനും എല്ലാം ഉണ്ട്. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് കയറാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാനിപ്പോ ഒന്ന് കയറിയതാ. ഓക്കെ. അപ്പൊ എനിവേ എല്ലാവരും താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. അപ്പൊ നിങ്ങൾ 4 പേരുണ്ടെങ്കിൽ തന്നെ ഞാൻ മലപ്പുറമാണ്. ഇതുവരെ ഡോക്ടർ പിന്നെ ഞാൻ വളാഞ്ചേരി അടുത്ത് മൂർക്കനാട് എന്നാണ്. ഓക്കെ. കോളേജ് ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ കൊല്ലം യൂണിവേഴ്സിറ്റി ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഉള്ളത്. ഇവിടെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റിയാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിരുന്നു. ഇപ്പൊ നമ്മുടെ അടുത്ത ആള് ഡിപ്പാർട്ട്മെന്റ് ഹെഡായി മാറിയിട്ടുണ്ട്. ഓക്കെ. നമ്മള് ഫസ്റ്റ് ബാച്ചിന് നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും ഓഫ്ലൈൻ ആയിട്ടാണ് പോയിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പരിചയപ്പെടാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ നമ്മൾ ഓൺലൈനിലേക്ക് വന്നപ്പോഴാണ് നമുക്കിങ്ങനെ പരിചയപ്പെടാനൊക്കെ ഒരു അവസരം കിട്ടി. എനിവേ, ഓക്കെ, താങ്ക് യു ഓൾ ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. താങ്ക് യു സർ. Thank you, sir.